Hi students, welcome to DOPA online classes. Sorry മക്കളെ കുറച്ച് ലേറ്റ് ആയി, വേറൊന്നുമില്ല, ഒരു ചെറിയൊരു നെറ്റ്വർക്ക് ഇഷ്യൂ ആയി ബന്ധപ്പെട്ടിട്ട് ഒക്കെ ചെറിയൊരു ഇതായിപ്പോയി. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും റെഡി അല്ലേ? എല്ലാവരും റെഡി ആണോ? ഒന്ന് ഉഷാറായിക്കട്ടെ. യെസ്, ഓക്കെ. സോ നമ്മൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ എവറി വൺ വൺസ് അഗെയിൻ ഹായ്. ദെൻ നമ്മൾ നെക്സ്റ്റ് ഓഫ് ഓൾ യെസ് നമ്മൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നമ്മൾ റെസിഡൻഷ്യൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. അതുമായി ബന്ധപ്പെട്ടുള്ള അഡ്മിഷൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ കണ്ടിന്യൂ ആയി നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും അറിയുന്ന കേസാണ് അല്ലേ? സോ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളെല്ലാവരും നല്ലൊരു ടീമായിട്ട്, ഇപ്പം ഞാനുണ്ട്, അതുപോലെ അൻഫാസ് സാറുണ്ട്, ബബീസ് സാറുണ്ട്, ആഷിഖ് സാറുണ്ട്, എല്ലാവരും ടീമായിട്ട് തന്നെ എന്ത് ചെയ്യുന്ന ഫുൾ ഗെറ്റബിൾ തന്നെ നമ്മളിവിടെ നിൽക്കുന്നുണ്ട്. അതുകൂടാതെ മക്കളെ ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഒരു മെയിൻ ഗുണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, ഇപ്പം ഒരുപാട് കുട്ടികൾക്ക് തന്നെ ഇപ്പോൾ ലൈവും അതുപോലെ തന്നെ എന്താ വെച്ചാൽ ലൈക്ക് ഓൺലൈൻ ക്ലാസ് മാത്രം കാണുന്ന സമയത്തുള്ള മടുപ്പും അതുപോലെ ഇൻട്രാക്ട് ചെയ്യാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. സോ അതെല്ലാം ആ കൺവെൻഷൻ മെത്തേഡ് എല്ലാം പൊളിച്ചടക്കിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓക്കെ, റെസിഡൻഷ്യൽ ബാച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്കുള്ള ഗുണം വെച്ചാൽ 24/7 നമ്മൾ കറക്റ്റ് ഗൈഡൻസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ഫിസിക്കൽ ലെവലിൽ ക്വസ്റ്റ്യൻ ഡിസ്കഷനും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഓക്കെ, ദെൻ അബൌട്ട് ദി നമ്മുടെ റെസിഡൻഷ്യൽ ബാച്ചുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്കറിയാം, ഇത് ആഷിഖ് സാറിന് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ടാവും. നിങ്ങൾക്ക് ഒരു 70% കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് റിട്ടേൺ ലെവലിൽ തന്നെ നോട്ട്സ് നമ്മൾ തരും. അതുകൂടാതെ 30% നിങ്ങൾക്ക് എന്ത് ചെറിയൊരു ഗ്യാപ്പ് കൂടാതെ ചെയ്യുന്നത്. സോ ദാറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ക്ലാസ് കേൾക്കുന്ന സമയത്ത് ജസ്റ്റ് എഴുതാം. സോ ദാറ്റ് നമുക്ക് എന്താ ചെയ്യുക വെച്ചാൽ നമുക്ക് ആ ബ്രെയിനൊക്കെ കുറച്ച് ആക്റ്റീവായി വെക്കാൻ പറ്റും. ഓക്കെ, സത്യം പറയുമെങ്കിൽ ഈ ഒരു മെത്തേഡ് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ ആ ഒരു പഴയ പ്രോഗ്രാംസ് എല്ലാം ഒഴിവാക്കിയിട്ട്, അതായത് അതെല്ലാം ആ കൺവെൻഷൻ മെത്തേഡ് ജസ്റ്റ് എന്ത് ചെയ്യുന്ന ക്ലാസ് മാത്രം കേൾക്കുക, അതിന് എന്ത് ചെയ്യുന്ന നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു എന്താ റോബോട്ടിക്സ് മെത്തേഡ് എല്ലാം ഒഴിവാക്കിയിട്ട് നല്ലൊരു അടിപൊളി സെക്ഷനാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മക്കളെല്ലാവരും റെഡി അല്ലേ? ഓക്കെ, യെസ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നാലും. ഓക്കെ, സോ മക്കളെ ബിഫോർ ദാറ്റ് ഈ റെസിഡൻഷ്യലുമായി ബന്ധപ്പെട്ട് എന്ത് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ഞാനിവിടെ നോക്കുന്നത് നിങ്ങൾ ലൈവ് ചാറ്റ് ഞാൻ കാണുന്നുണ്ട്. സോ ദാറ്റ് നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട്സ് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്, നമ്മളെല്ലാം അതിന് ആൻസർ ചെയ്യും. ആൻഡ് ഹിയർ ഒരു ഗുഡ് ന്യൂസ് കൊണ്ട് എന്താ വെച്ചാൽ ഈ നമ്മുടെ റെസിഡൻഷ്യൽ നമ്മുടെ സെക്ഷൻ വരുന്നത് അതിൻ്റെ ബിൽഡിങ്സ് ഒക്കെ വരുന്ന ശ്രദ്ധിക്കുക, ഒരു സാധാരണ ഒരു ബിൽഡിംഗ് മെത്തേഡല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഒരു ക്യാമ്പസ് ആണ്. ഓക്കെ, നല്ലൊരു അടിപൊളി ക്യാമ്പസ് ലെവലിലാണ്, ക്യാമ്പസ് മോഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വിച്ച് മീൻസ് എല്ലാവർക്കും എന്ത് ചെയ്യുന്നത് +1 +2 കഴിഞ്ഞാൽ കോളേജിൽ പോകാൻ ഒരു മോഡ് ഉണ്ടാവില്ലേ? സോ ആ ഒരു കോളേജ് ലെവലിൽ ഒരു ക്യാമ്പസ് മോഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആ ഒരു റെസിഡൻഷ്യൽ എന്ത് ചെയ്യുന്നത് നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇനി അധികം ഞാൻ പറയുന്നില്ല, നമുക്ക് എന്ത് ചെയ്യുന്നത് ഞാൻ അങ്ങോട്ട് എന്ത് ചെയ്യുന്നത് കാഴ്ചകൾ അങ്ങോട്ട് കാണാം. ഓക്കെ, യെസ്, റെഡി. സോ നമുക്ക് മലയാളത്തിലാണ് ക്ലാസ്. ഇപ്പോൾ ജസ്റ്റ് എല്ലാവർക്കും മനസ്സിലായ ഇതിൽ ജസ്റ്റ് തന്നുള്ളൂ. വേറെ റെസിഡൻഷ്യലുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. മക്കൾക്ക് ഏറ്റവും നല്ല ഗുണകരമായ രീതിയിൽ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, യെസ്. ഹോസ്റ്റൽ പ്രോഗ്രാം എത്രയും പെട്ടെന്ന് നെക്സ്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല, എത്രയും പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് മന്ത് ഫസ്റ്റ് ആണെങ്കിൽ അത്രയും നല്ല രീതിയിൽ നമ്മൾ നിൽക്കുകയാണ്. ഓക്കെ, നമ്മൾ എപ്പോഴാണ് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നത് ഓക്കെ അലോ ചെയ്യുന്നത് ഓൺ ദാറ്റ് ടൈം ഓൺ നെക്സ്റ്റ് ഡേ തന്നെ നമ്മൾ എന്ത് ചെയ്യും സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട എല്ലാ പണികളും ഇവിടെ പൂർത്തിയായി വെച്ചിട്ടുണ്ട്. ഓക്കെ, റെഡി. നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. ഇപ്പം ഇന്നലെ നമ്മൾ ആഷിഖ് സാറ് പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ സെറ്റപ്പ് കാര്യങ്ങൾ ഏകദേശം ഈ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കി നമുക്ക് എന്ത് ചെയ്യുന്നത് കാണാം. ഓക്കെ, റെഡി. ദെൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മക്കളെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുക കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ മക്കളൊന്ന് അഡ്മിഷൻ ആളുകളും ജസ്റ്റ് ഒന്ന് ചോദിക്കുക കേട്ടോ. ഫൈൻ. ഓഫ് കോഴ്സ് ഇവിടെ ഓൺലൈനും ഓഫ്ലൈനും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാവുക കേട്ടോ. ഹോസ്റ്റൽ ഫീ കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നത് ഉടൻ തന്നെ റിവീൽ ചെയ്യുന്നതാണ്. ഓക്കെ, യെസ്. സോ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് വന്നാലോ? വർക്ക് എനർജി പവർ സ്റ്റാർട്ട് ചെയ്യാം. ഇനിയും എനിക്കറിയാം ഒരുപാട് കുട്ടികൾക്ക് എന്ത് ചെയ്യുന്ന ഡൗട്ട്സ് കാര്യങ്ങളുണ്ടാകും. എല്ലാം നമ്മളെ മെൻറ്റേഴ്സ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്ന കേട്ടോ. ഓക്കെ, യെസ്. സോ മക്കളെ നമ്മൾ എന്ത് ചെയ്യുന്നത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോണ്. ദ ഹെഡിങ് ഈസ് എന്താണ്? വർക്ക് എനർജി പവർ. അപ്പോൾ മക്കളെ ഈ ക്ലാസ് ഇരിക്കുന്ന സമയത്ത് ഒരു കാര്യം മനസ്സിലാക്കിച്ചാൽ നല്ല അങ്ങോട്ട് എനർജിയിൽ ഓക്കെ നല്ല വർക്ക് ചെയ്യുമ്പോൾ നല്ല എനർജി കിട്ടുമ്പോൾ നല്ല പവർ അങ്ങോട്ട് എന്ത് ചെയ്യുന്നത് വരട്ടെ. റെഡി? സോ സ്റ്റാർട്ട് ചെയ്യാം. യെസ്.
സോ മക്കൾക്ക് വർക്ക് എനർജിയുമായി ബന്ധപ്പെട്ട് വർക്ക് എനർജി പവറുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂല് ഓക്കെ നീറ്റ് കാറ്റഗറിയിൽ എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ വരുന്ന സമയത്ത് ഞാൻ കറക്റ്റ് എന്തെങ്കിലും പോയിന്റ് ബൈ പോയിന്റ് കാര്യങ്ങൾ പറഞ്ഞാൽ ആ പോയിന്റ് ഓഫ് വ്യൂല് മൂവ് ചെയ്താൽ മതി. സെക്ഷൻ ബൈ സെക്ഷൻ ഡിവൈഡ് ചെയ്ത് തരാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഏത് കാര്യം പറഞ്ഞ സമയത്തും നിങ്ങൾക്ക് സെക്ഷൻ ബൈ സെക്ഷൻ ഡിവൈഡ് ചെയ്യാറുണ്ട് അല്ലേ. സോ ഹിയർ ദ ഫസ്റ്റ് സെക്ഷൻ നോക്കിക്കേ, വർക്ക് പവർ എനർജി വരുന്ന സമയത്ത് ദ ഫസ്റ്റ് സെക്ഷൻ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് വർക്കുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ദെൻ നെക്സ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് വരുന്ന ശ്രദ്ധിക്കുക മക്കളെ, ഓഫ് കോഴ്സ് എന്താണ് എനർജി. ഓക്കെ, എനർജി വരുന്നുണ്ട്. റെഡി? ദെൻ തേർഡ് വൺ എന്താണ്? തേർഡ് വൺ അപ്പോൾ പവർ ആയിരിക്കും അല്ലേ? അല്ല, തേർഡ് വൺ ഈസ് മക്കളെ ശ്രദ്ധിക്കുക ടോട്ടൽ എനർജി, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ടോട്ടൽ മെക്കാനിക്കൽ എനർജി. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ തേർഡ് സെക്ഷൻ. ആൻഡ് ദി ഫോർത്ത് വൺ ദാറ്റ് ഈസ് മക്കളെ ശ്രദ്ധിക്കുക, നമുക്ക് പറയാൻ പറ്റും ദാറ്റ് ഈസ് എന്താണ് ഇക്വിലിബ്രിയം സെക്ഷൻ. ഇക്വിലിബ്രിയം സെക്ഷൻ വരുന്നുണ്ട്. ആൻഡ് ദി ഫിഫ്ത്ത് വൺ ദാറ്റ് ഈസ് മക്കളെ ശ്രദ്ധിക്കുക, അവിടെയാണ് വരുന്നത് മക്കളെ എന്ത് ചെയ്യുന്നത്, പവർ വരുന്നുണ്ട്. ആൻഡ് ദി ഫൈനൽ വൺ ദാറ്റ് ഈസ് കൊളീഷൻ. ഇത്രയും കാര്യങ്ങളാണ് മക്കൾ എന്ത് ചെയ്യുന്നത് മേജറായി വരുന്നത്. ഓക്കെ, സോ ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്, ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കേണ്ടത് മക്കളെ ശ്രദ്ധിക്കുക, ഞാൻ വരയ്ക്കുന്ന ആ 3 സെക്ഷൻ കേട്ടോ. വർക്ക് വരുന്നുണ്ട്, എനർജി വരുന്നുണ്ട്, ആൻഡ് ശ്രദ്ധിക്കുക ഫൈനലി കൊളീഷൻ. ഈ 3 ഭാഗങ്ങളാണ് ഏറ്റവും കൂടുതൽ എന്തെങ്കിലും നീറ്റിന് പ്രയോറിറ്റി ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി ആയി കൊടുക്കേണ്ടത്. ദെൻ സെക്കൻഡ് പ്രയോറിറ്റിയിൽ കൊടുക്കുന്നതാണ് ടോട്ടൽ എനർജി, ഇക്വിലിബ്രിയം, പവർ. റെഡി? ദെൻ ഇതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് സ്പ്രിങ് കേസസ് ഒക്കെ വരുന്നുണ്ട്. സോ ആ കാര്യങ്ങളെല്ലാം എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മാത്രം മതി. ഓക്കെ ആണോ? ഞാൻ കറക്റ്റ് നീറ്റ് പോയിന്റ് ഓഫ് വ്യൂലാണ് പറഞ്ഞത്, നീറ്റ് പോയിന്റ് ഓഫ് വ്യൂല്. ഓക്കെ, ഇതിലൊരു കാര്യം മക്കൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, മക്കൾ ഫിസിക്സ് പഠിക്കുന്ന സമയത്തില്ല ചില കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ട്, ചില പല ബുക്കുകൾ നോക്കുന്ന സമയത്ത് ഒരുപാട് കണ്ടന്റും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ കൺഫ്യൂസ് ആവും. അപ്പോൾ ചില കുട്ടികളിൽ നിന്ന് ഫുള്ളായിട്ട് പഠിക്കുന്ന സമയത്ത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മറന്നു പോകും. ഓക്കെ, അതന്നെ മക്കളെ ശ്രദ്ധിക്കുക, എന്തെങ്കിലും കഴിഞ്ഞ വർഷം സംഭവിച്ചത് ഈ വർഷം സംഭവിക്കാൻ പോകുന്നത് അതന്നെയാണ്. ഓക്കെ, സോ നമ്മൾ എന്താ വെച്ചാൽ ഏറ്റവും മേജർ ആയിട്ടുള്ള എന്തെങ്കിലും ഹെഡിങ്ങിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, സോ മക്കളെ സ്റ്റാർട്ട് ചെയ്യാം. ഇത് ആരൊരു പവർ ഇല്ല, അടിപൊളി ചാപ്റ്റർ, വർക്ക് എനർജി പവർ. നിങ്ങൾ ആ ചെറുപ്പത്തിൽ ആ ഒരു പവർ ഒന്ന് വരട്ടെ അങ്ങോട്ട്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യുന്ന ഞാൻ എന്ത് ചെയ്യുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ എന്താ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ വർക്കുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോ വർക്കുമായി ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വർക്ക് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻറ്റു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ. സോ ഈ കേസൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചാലേ. സോ ഞാൻ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ മക്കളെ, നിങ്ങൾക്ക് വർക്കുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഒരു സെക്ഷനിൽ തന്നെ ഒരു ഹാഫ് അവറിൽ ഞാൻ ഫുൾ ഓവർവ്യൂ വിത്ത് എന്താണ് ഓൾ കണ്ടന്റ് റെഡിയാണോ? വേണമെങ്കിൽ ഓക്കെ, ആരും നോക്കട്ടെ ആരൊക്കെ എന്തൊക്കെ പറയുന്നത്. യെസ്, ഓക്കെ, റെഡി. അപ്പം തുടങ്ങാം അല്ലേ? ഓക്കെ, മക്കൾ നോക്കിയോ. സോ വർക്കുമായി ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഫസ്റ്റ് മക്കൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ അതിന് 3 ഡയമെൻഷണൽ വ്യൂ ആണ് കേട്ടോ. 3 ഡയമെൻഷണൽ വ്യൂ. വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് എഫ് ഡോട്ട് എസ് ദെൻ എഫ് എസ് കോസ് തീറ്റ കാര്യങ്ങളെല്ലാം മക്കൾക്ക് അറിയാം. റെഡി? സോ അതിന് 3 ഡയമെൻഷനിൽ വരുന്ന സമയത്ത് നോക്കിയേ, ഹിയർ നമുക്കറിയാം, നോക്കിക്കേ എഫ് എന്ന് പറയുന്നത്, സോ 1 സെക്കൻഡ്, ഹിയർ എഫ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഡയമെൻഷൻ വരുന്ന സമയത്ത് എഫ് എക്സ് ഐ ക്യാപ് പ്ലസ് എഫ് വൈ ജെ ക്യാപ് പ്ലസ് എഫ് സെഡ് കെ ക്യാപ് ആണെന്ന് വെച്ചു. ആൻഡ് ഹിയർ ദ ഡിസ്പ്ലേസ്മെൻറ്റ്, അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, എസ് ഇസ് ഈക്വൽ ടു എന്താണ് എക്സ് ഐ ക്യാപ് പ്ലസ് വൈ ജെ ക്യാപ് പ്ലസ് എന്താണ് സെഡ് കെ ക്യാപ് ആണെങ്കിൽ ദെൻ ദി വർക്ക് ഡൺ ദാറ്റ് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എഫ് എക്സ് പ്ലസ് വൈ ഇൻറ്റു എഫ് വൈ പ്ലസ് സെഡ് ഇൻറ്റു എഫ് സെഡ് ആണ് വരുന്നത്. ഓക്കെ, പ്ലീസ് നോട്ട് ഇറ്റ് മക്കളെ. 2017 നിങ്ങൾക്ക് എന്തെങ്കിലും വന്ന ക്വസ്റ്റ്യൻ ഇതിൻ്റെ ബേസിലാട്ടോ. 2017 വന്നിട്ടുണ്ട്, 2015 വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ബേസിലാണ് വന്നിരിക്കുന്നത്. സോ വർക്കുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് എനിക്ക് പറയാനുള്ള മക്കളെ ശ്രദ്ധിക്കുക, അതിൻ്റെ 3 ഡയമെൻഷണൽ വ്യൂ ആണ് പറയാനുള്ളത്. ഓക്കെ ആണോ? യെസ്. നെക്സ്റ്റ് ഓഫ് ഓൾ മക്കളെ ശ്രദ്ധിക്കുക, വർക്കിൻ്റെ ഒരുപാട് വശങ്ങളുണ്ട്. ശ്രദ്ധിക്കുക, ഒരു എം മാസുള്ള ബോഡിയെ ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോയിന്റ് ബൈ പോയിന്റ് കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് മാക്സിമം നോട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നോക്കിക്കേ, ഒരു ബോഡി ഞാൻ ലിഫ്റ്റ് ചെയ്യാന്ന് വെച്ചോ. ഓക്കെ, വെൻ ഐ ലിഫ്റ്റ് ഒരു എം മാസുള്ള ബോഡി ഞാൻ ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു എച്ച് എന്ന ഹൈറ്റിൽ ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഓൺ ദാറ്റ് ടൈം ദ വർക്ക് ഡൺ ദാറ്റ് ഇസ് ഈക്വൽ ടു എന്താ പറയുക MGH ആണ് വരുന്നത്. On that time work done that is equal to MGH ആണ് വരുന്നത്. ഇനി മക്കൾ ശ്രദ്ധിക്കുക, the work done by the gravitational force എന്ന് പറഞ്ഞത് W that is equal to minus MGH ആണ് വരുന്നത്. ഓഫ് കോഴ്സ് എന്താണ്, യെസ്, ഫറാസ് ഇവിടെ ഡോട്ട് പ്രൊഡക്റ്റ് പറഞ്ഞിട്ട് മക്കൾ ഡോട്ട് പ്രൊഡക്റ്റും അതുപോലെ ക്രോസ് പ്രൊഡക്റ്റും നമ്മൾ നോർമൽ ലെവലിൽ നമ്മൾ എന്ത് ചെയ്യുന്ന പഠിക്കുന്ന സമയത്ത് ഡോട്ട് പ്രൊഡക്റ്റ് പഠിക്കുന്നത് ഓഫ് കോഴ്സ് എന്താണ് വർക്ക് എനർജി പവറിലാണ്. ക്രോസ് പ്രൊഡക്റ്റ് പഠിക്കുന്നത് നമ്മൾ സിസ്റ്റം ഓഫ് പാർട്ടിക്കൽ റൊട്ടേഷൻ മോഷനിലാണ്. ബട്ട് ഇവിടെ നമ്മൾ എൻട്രൻസ് പഠിക്കുന്ന സമയത്ത് അത് വെക്ടേഴ്സ്, അതായത്
കോഷ്യൻ്റ് പ്ലെയിൻ സെക്ഷനിലാണ് അത് പഠിക്കാം. ഓക്കെ, നിങ്ങൾക്ക് അതിൻ്റെ വ്യൂ വേണമെങ്കിൽ പറഞ്ഞുതരാം, ഒരു കുഴപ്പമില്ല. റെഡി? ദ നെക്സ്റ്റ് വൺ ഫറാസ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ആൻസർ പറഞ്ഞല്ലേ, W = F dot S. സോ യെസ്, വെരി ഗുഡ്. ദെൻ ഹിയർ ഞാൻ 2 കാര്യം പറഞ്ഞു. ഫസ്റ്റ് വൺ എന്താണ്? വർക്ക് ഡൺ. എന്തിൻ്റെ കേസ് മക്കൾ ശ്രദ്ധിക്കുക, ഒരു M മാസുള്ള ബോഡി എന്തെന്ന് H എന്ന ഹൈറ്റിൽ എന്തെന്ന് പുഷ് അല്ലെങ്കിൽ ഞാൻ H എന്ന ഹൈറ്റിൽ ഞാൻ പുൾ ചെയ്യുന്ന സമയത്ത് അല്ലേ, മൂവ് ചെയ്യുന്ന സമയത്ത് ഓൺ ദാറ്റ് ടൈം W = mgh ആൻഡ് ഹിയർ ദ വർക്ക് ഡൺ ബൈ ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ദാറ്റ് ഇസ് ഈക്വൽ എന്താണ് -mgh എന്ന് വരും. ദെൻ മക്കൾ ശ്രദ്ധിക്കുക, ഹിയർ ഒരു ഗ്യാസിനെ എടുത്തു. ഓക്കെ, അത് എക്സ്പാൻഡ് ചെയ്യാൻ വെച്ചോ അറ്റ് എ കോൺസ്റ്റൻറ്റ് എന്താണ് പ്രഷർ. ഒരു കോൺസ്റ്റൻറ്റ് പ്രഷറിൽ മക്കളെ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഓൺ ദാറ്റ് ടൈം വർക്ക് ഡൺ ദാറ്റ് ഇസ് ഈക്വൽ ടു എന്ത് വരും? ഇൻ്റഗ്രൽ P dV. ഇനി മക്കൾ ശ്രദ്ധിക്കുക, ഒരു ബോഡി എന്തെങ്കിലും റൊട്ടേറ്റ് ചെയ്യാന്ന് വെച്ചോ, ഒരു നിശ്ചിതമായ ആംഗിൾ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഹിയർ W is equal to the equation in term of torque that is equal to tau into theta. റെഡി ആണോ? ക്ലിയർ ആണ്? ഒരുപാട് ടൈപ്പ് ഓഫ് വർക്ക് ഉണ്ട്. ഞാൻ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞു കേട്ടോ. ഞാനിവിടെ നിങ്ങൾക്ക് പോസിറ്റീവ് വർക്ക് ഡൺ, നെഗറ്റീവ് വർക്ക് ഡൺ, സീറോ വർക്ക് ഡൺ ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ലേ. അതൊക്കെ നിങ്ങൾ ബേസിക്കായി പഠിക്കുന്ന കാര്യം, അത് വെറുതെ നിങ്ങൾ ഡിസ്കസ് ചെയ്ത് ഞാൻ ഒന്നും ആ കാര്യങ്ങൾ ജസ്റ്റ് എന്തെങ്കിലും വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള ഗുണകരമായ കാര്യങ്ങളാണ് എക്സ്ട്രാ പറയുന്നത്. റെഡിയാണോ മക്കളെ? ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സ് നിറച്ചടാ. എവിടെ ആരും ഉറങ്ങിയോ? എല്ലാവരും പിള്ളേരൊക്കെ ഉറങ്ങിയോ? ആരും കാണുന്നില്ല. യെസ്. എന്തായാലും മക്കൾ ശ്രദ്ധിക്കുക, ഹിയർ നോക്കിക്കേ, ഇവിടെ ഒരു ബോഡി നോക്കിക്കേ, ഒരു ബോഡി എന്താ ചെയ്യുന്ന മക്കൾ ശ്രദ്ധിക്കുക, ഒരു M മാസുള്ള ബോഡി, റൈറ്റ്, ലൈക്ക് ദിസ്. M മാസുള്ള ഒരു ബോഡി, ഫൈൻ. ആ M മാസുള്ള ബോഡി എന്ത് ചെയ്യുന്നത്? ഇദ്ദേഹം എന്താ ചെയ്യുന്നത് മക്കളെ ശ്രദ്ധിക്കുക, വലിക്കുക ചെയ്യുന്നത്, പുൾ ചെയ്യുക ചെയ്യുന്നത് അല്ലേ. സോ വർക്ക് ഡൺ ഇൻ പുള്ളിങ് ആൻഡ് ഒബ്ജക്റ്റ്, അതാണ് നമ്മൾ ഇന്ന് നെക്സ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത്. നോക്കിക്കേ, ഹിയർ വർക്ക് ഡൺ ഇൻ പുള്ളിങ് ആൻഡ് ഒബ്ജക്റ്റ്. റെഡി? സോ ഹിയർ നോക്കിയേ, പുൾ ചെയ്യുന്ന സമയത്ത് ഓഫ് കോഴ്സ് ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് അറിയാം അതിൻ്റെ കമ്പോണൻസ് എടുക്കുന്ന സമയത്ത് ഹിയർ എന്താണ്? ദിസ് F cos theta ആൻഡ് ദിസ് വൺ ഈസ് എന്താണ്? ദിസ് വൺ ഈസ് F cos theta ആൻഡ് ദിസ് എന്താണ്? F എന്താണ്? sin theta വരുന്നത്. സോ ഹിയർ മക്കൾ ശ്രദ്ധിക്കുക, ഐ എം കൺസിഡറിംഗ് ദ ഫ്രിക്ഷൻ. സോ ബോഡി എന്തെങ്കിലും പുൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ബോഡി എന്തെങ്കിലും ഞാൻ നേരെ തിരിച്ച് കാണിക്കട്ടെ അല്ലേ, പുൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക എന്തെങ്കിലും ബോഡി എന്തെങ്കിലും മൂവ് ചെയ്യുന്ന സമയത്ത് അതിന് എതിരായിട്ട് എന്ത് ചെയ്യുന്നത്? യെസ്, ഓഫ് കോഴ്സ് എന്തുണ്ടാവും മക്കളെ? എന്തുണ്ടാവും? അവിടെ ഫ്രിക്ഷൻ ഉണ്ടാവും. സോ ദ കോഎഫിഷ്യൻ ഓഫ് ഫ്രിക്ഷൻ ഞാൻ എന്ത് ചെയ്യുന്നു? മ്യൂ എന്ന് കൊടുത്തു. റെഡി? ഫ്രിക്ഷണൽ ഫോഴ്സ് സ്മോൾ f എന്ന് കൊടുക്കുക, ഒരു കുഴപ്പമില്ല, സ്മോൾ f എന്ന് കൊടുക്കുക. അതിൻ്റെ കോഎഫിഷ്യൻ ഓഫ് ഫ്രിക്ഷൻ എന്നാണ് മ്യൂ എന്ന് കൊടുത്തു. റെഡി? ഫൈൻ. സോ ഓൺ ദാറ്റ് ടൈം വർക്ക് ഡൺ എന്ന് പറഞ്ഞത് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ മക്കളെ പേര് അറിയാം? μmg by cos theta പ്ലസ് എന്താണ്? mu sin theta വരുന്നത് കേട്ടോ. സോ ഹിയർ ദ വർക്ക് ഡൺ ഇൻ പുള്ളിങ് ആൻഡ് ഒബ്ജക്റ്റ് ഇക്വേഷൻ ആണ് W is equal to μmg by cos theta പ്ലസ് mu sin theta എന്ന് വരും. ഗോട്ട് ഇറ്റ്? ക്ലിയർ ആണോ മക്കളെ? പൊന്നു മക്കളെ എവിടെ ആരും കാണുന്നില്ല? മുത്തുമണീസ് കം ഓൺ. യെസ്. ഇനി മക്കൾ ശ്രദ്ധിക്കുക, നമുക്ക് പുൾ ചെയ്യുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നത്? W is equal to μmg by cos theta plus mu sin theta കാണിച്ചു. ഇനി മക്കളെ നോക്കിക്കേ, ഇനി പുൾ ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചു. ഇനി നേരെ തിരിച്ച് പുഷിംഗ് ആണെങ്കിൽ ശ്രദ്ധിക്കുക, ഒന്നുമില്ല കേട്ടോ. അതാ ഷോർട്ട് ട്രിക്ക് ആണ്. പുഷിംഗ് ആണെങ്കിൽ ഒന്നുമില്ല. എന്താ വ്യത്യാസം വെച്ചാൽ ശ്രദ്ധിക്കുക. യെസ്, ജസ്റ്റ് മക്കൾ എന്ത് ചെയ്യുന്നത്? നെഗറ്റീവ് മാത്രം കൊടുത്താൽ മതി ഇവിടെ. അതായത് പുഷ് ചെയ്യുന്ന സമയത്ത് ദ വർക്ക് ഡൺ ഇൻ പുഷിംഗ് എന്ന് പറയുന്നത് μmg by cos theta minus mu sin theta എന്ന് വരും. കണ്ടോ? ഷോർട്ട് ട്രിക്ക് വന്നു. ഓക്കെ അല്ലേ മക്കളെ? സെറ്റല്ലേ? സെറ്റാണോ? എവിടെ ഈ യെസ് നോ മാത്രമേ ഉള്ളൂ എല്ലാവർക്കും, വേറെ ആർക്കും ഒന്നും അറിയില്ലേ? ഓക്കെ, യെസ്. സോ ഐ തിങ്ക് ദിസ് സെക്ഷൻ യു ഗോട്ട് ഇറ്റ് റൈറ്റ്. മക്കൾ ഓക്കെ ആണെങ്കിൽ ഞാൻ നെക്സ്റ്റ് ഇതിലേക്ക് പോവാം. ഇനി നല്ല രസകരമായിട്ട് നെക്സ്റ്റ് സെക്ഷൻ കാണിക്കാനുണ്ട്. ഞാൻ മൂവ് ചെയ്യണേ. സോ ഡോട്ട് പ്രൊഡക്റ്റ്, സ്കേലാർ പ്രൊഡക്റ്റ്, അത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. ദിസ് ഇക്വേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. ഐ തിങ്ക് ദിസ് ഇക്വേഷൻ ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നിങ്ങൾ നോർമൽ ലെവലിൽ ബേസിക് ആയിട്ട് നിങ്ങൾ +1 തന്നെ പഠിക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ വെറുതെ നിങ്ങൾ പറഞ്ഞ് ബോർ അടുപ്പിക്കുന്നില്ല. കാര്യങ്ങൾ കറക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്ന ആവശ്യമുള്ള എക്സ്ട്രാ കാര്യങ്ങളാണ് എനിക്ക് കാണിക്കാനുള്ളത്. നോക്കിക്കേ, നെക്സ്റ്റ് വൺ നോക്കണേ. ഇനി ഓരോ കേസാണ് പറയാൻ പോകുന്നത് കേട്ടോ. വർക്ക് ഡൺ ഇൻ പുള്ളിങ് എ ചെയിൻ. ഒരു ചെയിൻ നോക്ക്, ഒരു ചെയിൻ. ആ ചെയിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞു നോക്ക്, ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞു നോക്കി മക്കളെ. ഹിയർ ദ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്, ടോട്ടൽ ലെങ്ത് ഓഫ് ദാറ്റ് ചെയിൻ എന്ന് പറയുന്നത് L ആണ്. ടോട്ടൽ ലെങ്ത് ഓഫ് ദാറ്റ് ചെയിൻ എന്ന L ആണ്. ഓക്കെ, ആൻഡ് ഹിയർ മക്കളെ നോക്കിക്കുക, ഇവിടെ ഹാങ് ചെയ്തിരിക്കുന്ന ലെങ്ത് എന്ന് പറഞ്ഞാൽ ഞാൻ L/x എന്ന് കൊടുത്തു കേട്ടോ. L/x എന്ന് കൊടുത്തു. കുഴപ്പമുണ്ടോ?
ഓക്കെ അല്ലേ? സോ ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദി എന്താണ് ചെയിൻ എന്ന് പറഞ്ഞാൽ എൽ ആണ്. ദെൻ ഹാങ് ചെയ്തിരിക്കുന്ന ആ ലെങ്ത് എന്ത് എൽ ബൈ എക്സ് എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നോക്കേ ദ ഹാങ്ങിങ് പാർട്ട് ഓഫ് ചെയിൻ എന്ന് പറഞ്ഞത് ഈ ഒരു ഹാങ് ചെയ്തിരിക്കുന്ന ലൈക്ക് ദിസ് വൺ, ഈ ഹാങ് ചെയ്തിരിക്കുന്ന അതിൻ്റെ മാസ് എന്ന് പറഞ്ഞത് നോക്കിക്കേ, ദ മാസ് ഓഫ് ഹാങ്ങിങ്. നിങ്ങൾ ജസ്റ്റ് അതിൻ്റെ ഇക്വേഷൻ മാത്രം പഠിച്ചു പോയത്, ഇതൊക്കെ ഷോർട്ട് ട്രിക്കാണ് പറയുന്നത് കേട്ടോ. ദ മാസ് ഓഫ് ഹാങ്ങിങ് a part of the chain എന്ന് പറഞ്ഞത് that is equal to എന്താ പറയുക m by x ആട്ടോ. ടോട്ടൽ മാസ് ബൈ എക്സ് ആണ്, ടോട്ടൽ മാസ് ബൈ എക്സ് ആണ് വരുന്നത്. റെഡി? ക്ലിയർ? യെസ്. ദെൻ ദ നെക്സ്റ്റ് വൺ മക്കളെ, അങ്ങനെയാണെങ്കിൽ ആ ഒരു ചെയിനിനെ പുൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആൾ നമ്മൾ ഓക്കെ ദിസ് ഗായ് അല്ലേ, ഒരാളെ കൈ കണ്ടില്ലേ, ആ ഒരു കറുത്ത കൈ അല്ലേ, ആ ഒരു കറുത്ത കൈയിൽ മക്കളെ ശ്രദ്ധിക്കുക, പിടിച്ച് എന്താ ചെയ്യുക മക്കളെ ശ്രദ്ധിക്കുക, അദ്ദേഹം എന്ത് ചെയ്യുന്ന ആ ഒരു ചെയിനെ പുൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ മക്കളെ ശ്രദ്ധിക്കുക, ചെയിൻ പുൾ ചെയ്യുകയാണെങ്കിൽ അതിനാവശ്യമുള്ള വർക്ക് ഡൺ എന്ന് പറയുന്നത്, പ്ലീസ് നോട്ട് ഇറ്റ്, അതിനാവശ്യമുള്ള വർക്ക് ഡൺ എന്ന് പറയുന്നത് W that is equal എന്ന് പറയും mgl by 2x square ആയി വരുന്നത് കേട്ടോ. This is the equation. ഓക്കെ, ഇത് ഒരു വന്ന ക്വസ്റ്റ്യൻ ആണ് ആൻഡ് വളരെ റയർ ആയിട്ട് ചില ആളുകൾ ഡിസ്കസ് ചെയ്യുക. സോ ദിസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ mgl by 2x square. ഓക്കെ മക്കൾ, ഓക്കെ ആണോ? സെറ്റ് അല്ലേ? ഒരുപാട് കുട്ടികൾക്ക് എന്ത് ചെയ്യുന്ന ന്യൂ ഇൻഫർമേഷൻസ് ആയിരിക്കും ഇത് വരുന്നത്. ഓക്കെ, ചില കുട്ടികൾക്ക് മേ ബി അറിയാൻ മതിയോ, ചില കുട്ടികൾക്ക് ഇത് ന്യൂ ഇൻഫർമേഷൻസ് ആയിരിക്കും. സോ നമുക്ക് ഇങ്ങനത്തെ ഇൻഫർമേഷൻസ് ആണ് ഇപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള കേട്ടോ കലാശക്കൂട്ടിൽ. ഓക്കെ, ദ നെക്സ്റ്റ് വന്ന് നോക്കിയതാ, ഇത് അനദർ റാർ തിങ് നോക്കിക്കേ. രണ്ട് വെസൽ ഉണ്ട് അല്ലേ, രണ്ട് വെസലിൻ്റെ. സോ ഹിയർ മക്കൾ ശ്രദ്ധിക്കുക, ഇത് രണ്ട് കേസാണ് കാണിക്കുന്നത് കേട്ടോ, രണ്ട് കേസാണ് കാണിക്കുന്നത് മക്കൾ. ഈ വെസലിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ ആണ്. രണ്ട് വെസലിൻ്റെ ആ രണ്ട് വെസൽ മക്കൾ എന്ത് ചെയ്യുന്നത് കണക്ട് ചെയ്യുന്നത് എന്താ, ഒരു ചെറിയൊരു കണക്റ്റിംഗ് ട്യൂബ് ഉണ്ട് ലൈക്ക് ദിസ്. നോക്കിയേ ഹിയർ ഇവിടെ മക്കൾ ശ്രദ്ധിക്കുക, ഒരു കണക്റ്റിംഗ് ട്യൂബ് ഉണ്ട് അല്ലേ, ആ രണ്ട് വെസലിനെ കണക്ട് ചെയ്യുന്ന കണക്റ്റിംഗ് ട്യൂബ് ഉണ്ട്. ഓഫ് കോഴ്സ് അതിൽ മക്കൾ ലിക്വിഡ് നിറച്ചിട്ടുണ്ട് കേട്ടോ, ലിക്വിഡ് നിറച്ചിട്ടുണ്ട്. ആൻഡ് നോക്കിയേ ഇവിടെ മക്കൾ ശ്രദ്ധിക്കുക, ഒരു സ്റ്റോപ്പർ ഉണ്ട് അല്ലേ, ആ സ്റ്റോപ്പർ എന്ത് ചെയ്യുന്നത് ആ രണ്ട് വെസലിൻ്റെ നോക്കുക, ഇതാണ് സ്റ്റോപ്പർ അല്ലേ, ആ സ്റ്റോപ്പർ എന്ത് ചെയ്യുന്നത് ആ രണ്ട് വെസലിൽ വെള്ളത്തിൻ്റെ ഫ്ലോനെ എന്ത് ചെയ്യുന്നത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ, റെഡി അല്ലേ? ആൻഡ് ഹിയർ മക്കൾ ശ്രദ്ധിക്കുക, ഇവിടെ ഫസ്റ്റ് വെസൽ, രണ്ട് വെസലിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ സെയിം ആണ്. ഫസ്റ്റ് വെസലിൻ്റെ ഹൈറ്റ് h1 ആണ്, സെക്കൻഡ് വെസലിൻ്റെ ഹൈറ്റ് എന്താണ് h2 ആണ് വരുന്നത്. ഓക്കെ, ദെൻ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ സ്റ്റോപ്പർ അങ്ങോട്ട് റിമൂവ് ചെയ്യും. ഓക്കെ നോക്കിയേ, സ്റ്റോപ്പർ അങ്ങോട്ട് റിമൂവ് ചെയ്തു, വിച്ച് മീൻസ് സെക്കൻഡ് ഡയഗ്രം നോക്കിയേ. ആദ്യം സ്റ്റോപ്പർ വെച്ചതിന് ശേഷം ഞാൻ വെള്ളം നിന്ന് ഒഴിക്കുന്നത്. സോ ഞാൻ ഡിഫറെൻറ്റ് ഹൈറ്റിൽ ഞാൻ നിന്ന് രണ്ട് വെസലിൽ വെള്ളം നിറച്ചു. ദെൻ ഞാൻ ആ സ്റ്റോപ്പർ അങ്ങോട്ട് നിന്ന് മൂവ് ചെയ്തു. അങ്ങനെ ഞാൻ സ്റ്റോപ്പർ റിമൂവ് ചെയ്യുന്ന സമയത്ത് ഓഫ് കോഴ്സ് എന്താ സംഭവിക്കുക വെച്ചാൽ കൂടുതൽ ഹൈറ്റുള്ള ആ വാട്ടർ അല്ലെങ്കിൽ ആ ഒരു ലിക്വിഡ് എന്താ വെച്ചാൽ കുറവുള്ള അങ്ങോട്ട് പോവുകയും രണ്ട് മക്കളിൽ നിന്ന് റിമൈൻസ് സെയിം ഹൈറ്റായി മാറും. അങ്ങനെ മക്കൾ രണ്ടും റിമൈൻസ് സെയിം ഹൈറ്റായി മാറണമെങ്കിൽ അവിടെ മക്കൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യണം. റെഡി അല്ലേ? ഡ്യൂ ടു ഗ്രാവിറ്റി കാരണമാണ് രണ്ടും സെയിം ലെവൽ ആവുന്നത്. അങ്ങനെയാണെങ്കിൽ ഹിയർ ദി വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി ഓർ ദ വർക്ക് ഡൺ ബൈ ദി ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഡ്യൂറിങ് ദിസ് പ്രോസസ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് W ദാറ്റ് ഇസ് ഈക്വൽ എന്ന് പറയുക റോ എ ജി ബൈ 4 ഇൻറ്റു h1 മൈനസ് h2 ഓൾ സ്ക്വയർ ആണ്. h1 മൈനസ് h2 ഓൾ സ്ക്വയർ ആണ്. റോ ഇസ് ദ ഡെൻസിറ്റി ഓഫ് ദാറ്റ് ലിക്വിഡ് whatever, അത് മേ ബി എന്താണ് മെർക്കുറി ആവാം, വാട്ടർ ആവാം, എന്തോ ആയിക്കോട്ടെ, ഡെൻസിറ്റി ഓഫ് ദി എന്താണ് ദാറ്റ് ലിക്വിഡ്. A is the area of cross section, okay, and G is the acceleration due to gravity, and height all of you know h1 and h2. So here height in h1 and h2 means നോക്കിക്കേ ഈ വേരിയസ് ഹൈറ്റ് ആണ് കൊടുക്കേണ്ടത്. സോ ഈ ഒരു ഇക്വേഷൻ കൊടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യുന്ന ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നിന്ന് നേരെ ഡയറക്റ്റ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. വേറെ എക്സ്ട്രാ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിക്കേണ്ട, ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. ഓക്കെ ഫൈൻ, യെസ്. Then ഓക്കെ മക്കളെ, ക്ലിയർ ആണോ? ഇസ് ദാറ്റ് ക്ലിയർ ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. നിങ്ങളൊന്ന് ഉഷാറായിട്ട് പറടാ, അപ്പം നമുക്കൊന്ന് ഉഷാറായിട്ട് എന്തെന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാൻ എന്തെന്ന് ചാറ്റ് നോക്കുകയാണ്. നമ്മൾ ഫോണിൽ തന്നെ ചാറ്റ് നോക്കുന്നത്. സോ ഹിയർ ചാറ്റിൽ കാണുന്നുണ്ട്. വെരി ഗുഡ്. യെസ്. ദെൻ മക്കൾ ശ്രദ്ധിക്കുക. സോ ഇത്രയാണ് മക്കൾ ശ്രദ്ധിക്കുക. മക്കൾ എന്ത് ചെയ്യുന്നത് വർക്കുമായി ബന്ധപ്പെട്ട് പറയണം കേട്ടോ. വർക്കുമായി ബന്ധപ്പെട്ട് ഞാൻ അഡീഷണൽ ഇൻഫർമേഷൻസ് തന്നു. സോ ഇത്രയാണ് വർക്കുമായി ബന്ധപ്പെട്ട്. ഇവിടെ ഫുള്ളി ഞാൻ വർക്ക് മാത്രം ഡിസ്കസ് ചെയ്തോളൂ കേട്ടോ. സോ ഇത്രയും കാര്യങ്ങൾ മക്കൾ നല്ല സ്ട്രോങ് ആയി നോക്കിയോ. ഓൾമോസ്റ്റ് വർക്കുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സെറ്റും ഞാൻ കാണിച്ചു തന്നു. ദ നെക്സ്റ്റ് വൺ നോക്കിയേ. ഹിയർ ദ നെക്സ്റ്റ് വൺ ദാറ്റ് ഇസ് എനർജി. എനർജി മക്കളെ, എനർജിയുമായി ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് നോക്കിയേ.
ഹിയർ എൻ്റെ മക്കൾ നോക്കിയേ എനർജിയുമായി ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അറിയാം എനർജി 2 ടൈപ്സ് വരുന്നുണ്ട്, കൈനറ്റിക് എനർജി വരുന്നുണ്ട്, പൊട്ടൻഷ്യൽ എനർജി വരുന്നുണ്ട് അല്ലേ. സോ ഹിയർ മക്കൾ ദ വർക്ക് എനർജി തിയറം എന്ന് പറയുന്നത് വർക്ക് എനർജി തിയറം എല്ലാവർക്കും അറിയുന്ന കേസ് കേട്ടോ, ഞാൻ അതൊന്നും കൂടുതലായി പോകുന്നില്ലേ. ദാറ്റ് ഇസ് എന്താണ് W is equal ആണ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി അല്ലെ, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി വരുന്നത്. ആൻഡ് ഹിയർ ദ കൈനറ്റിക് എനർജിൻ്റെ ഇക്വേഷൻ ദാറ്റ് ഇസ് ഈക്വൽ ടു ഹാഫ് mv സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2m ആണ്. ഇതെല്ലാവർക്കും അറിയുന്ന കേസാണ്. റെഡി. സോ ഇതാണ് മക്കളെ ശ്രദ്ധിക്കുക മെയിൻലി കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ വരുന്നത്. എന്നാൽ ഇനി ആ മക്കളെ പൊട്ടൻഷ്യൽ എനർജിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പൊട്ടൻഷ്യൽ എനർജിയുമായി ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നിങ്ങൾ നോർമൽ ലെവലിൽ പഠിച്ച ഇക്വേഷൻ നിങ്ങൾക്ക് എനിക്കറിയാം എന്താണ് പൊട്ടൻഷ്യൽ എനർജി ദാറ്റ് ഈസ് ഈക്വൽ എന്നാണ് mgh ആണ്. എന്നാൽ ഞാൻ പൊട്ടൻഷ്യൽ എനർജി ഒരുപാട് ലെവൽ ഓഫ് പൊട്ടൻഷ്യൽ എനർജി അവിടെ ഒറ്റയ്ക്ക് കാണിക്കാൻ പോകണം. നിങ്ങൾ പഠിച്ച കാര്യമാണ്, പക്ഷേ ഇതൊക്കെ കണക്ട് ചെയ്ത് കാണിക്കാൻ പോവാണ് മക്കളെ. ഇവിടെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ് mgh ആണ്. എന്നാൽ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് GP എന്ന് ഉദ്ദേശിച്ച മക്കൾ ഒന്നില്ലടാ, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഓഫ് കോഴ്സ് എന്താണ് -gmm/r ആണ്, -gmm/r ആണ്. നോട്ട് ഇറ്റ്, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. സോ ഓൺ ദാറ്റ് ടൈം ഞാൻ നിന്ന് ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്ററിലേക്ക് പോയി മക്കളെ. കണക്റ്റഡ് സെക്ഷൻ എപ്പോഴും വരും കേട്ടോ. വർക്ക് എനർജി എന്ന് പവർ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്ത് ആ ചാപ്റ്ററിൻ്റെ കാര്യങ്ങൾ മാത്രം പഠിച്ചു പോയി കയ്യിൽ നിന്ന് പോവേ, നമ്മളെപ്പോഴും ചാപ്റ്റേഴ്സ് നമ്മൾ കണക്ട് ചെയ്യണം. സോ ഓൺ ദാറ്റ് ടൈം ആ രീതിയിലുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു പോകണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫോർ മക്കളെ ശ്രദ്ധിക്കുക, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിലോ, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിലോ പറ മക്കളെ, ഇലക്ട്രോസ്റ്റാറ്റിക് എന്നാണ് പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിൽ മക്കളെ എന്ത് വരും? ദാറ്റ് ഇസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു എന്താണ് എന്താണ് പൊട്ടൻഷ്യൽ എനർജിയാണ്. സോ Q1 Q2 ബൈ എന്താണ് R² എന്ന് വരും. റെഡി അല്ലേ? റെഡിയാണോ? സോ ദ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നതാണ് ഓഫ് കോഴ്സ് എന്താണ് 1/4πε0 ഇൻറ്റു Q1 Q2 ബൈ എന്താണ് നോട്ട് R², ഹിയർ R. 1 second. 1/4πε0 into Q1 Q2 by R. Then next of all മക്കളെ ശ്രദ്ധിക്കുക, ഇനി മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിലോ, മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിലോ പറയാൻ പറ്റുമായിരിക്കും anyone മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിൽ ദാറ്റ് ഇസ് ഈക്വൽ ആണ് ദാറ്റ് ഇസ് ഈക്വൽ ടു ഹാഫ് Li² ആ വരുന്നത്, ഹാഫ് Li² ആ വരുന്നത്. യെസ്. ദെൻ നെക്സ്റ്റ് വൺ മക്കളെ ശ്രദ്ധിക്കുക, ഏതാണ് ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിലോ, ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ദാറ്റ് മേ ബി എന്താണ് വി വിൽ സ്റ്റഡി ഇൻ ദിസ് ചാപ്റ്റർ ഇറ്റ്സെൽഫ് ദാറ്റ് ഇസ് ഈക്വൽ എന്താണ് ഹാഫ് kx². കണ്ടോ, നോക്ക് ഒരൊറ്റ പൊട്ടൻഷ്യൽ എനർജി പഠിച്ചു, അവിടെ നമ്മൾ എത്ര പൊട്ടൻഷ്യൽ എനർജി ഞാൻ നിന്ന് വേറെ കാണിച്ചു തന്നു. റെഡി? ക്ലിയർ? യെസ്. മക്കൾ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്തെന്ന് ഇക്വിലിബ്രിയം എന്ന സെക്ഷനിലേക്ക് പോകാം. ഇക്വിലിബ്രിയം എവിടെയും കേട്ടിട്ടുണ്ടോ? ഇക്വിലിബ്രിയം എനിവൺ കേട്ടിട്ടുണ്ടോ? ആരൊക്കെ ആൻസർ പറഞ്ഞു? യെസ്, ഒരുപാട് വീട്ടിൽ നിന്ന് ഞാൻ പറയുമ്പോൾ എൻ്റെ കൂടെ ആൻസർ പറയുന്നുണ്ട്. ദാറ്റ് വാസ് ഗ്രേറ്റ്. ആൻഡ് ഹിയർ നെക്സ്റ്റ് വൺ ഇസ് മക്കൾ എന്തെന്ന് ഇക്വിലിബ്രിയം കേസാണ് പറയാൻ പോകുന്നത്. ഇക്വിലിബ്രിയം എന്ന കേസ് നിങ്ങൾ ലോസ് ഓഫ് മോഷനിൽ പഠിക്കേണ്ടത്. ലോസ് ഓഫ് മോഷൻ പറഞ്ഞ സമയത്താണ് എനിക്കൊരു കാര്യം നിങ്ങളോട് പ്രത്യേകമായി പറയാനുള്ളത്. എൻ്റെ മക്കളല്ലേ ഇപ്പോൾ ലോസ് ഓഫ് മോഷൻ പഠിക്കുന്ന സമയത്ത് കണക്റ്റിംഗ് ബോഡീസ്, അതുപോലെ എന്തെന്ന് കോൺടാക്ട് ബോഡീസ് അല്ലേ, 2 ബോഡീസ് 3 ബോഡീസ് അങ്ങനത്തെ കേസൊക്കെ പഠിക്കുന്നുണ്ടല്ലേ. പുള്ളീസിൻ്റെ കേസും പഠിക്കുന്നുണ്ട് മക്കളെ. പുള്ളീസിൻ്റെ കേസ് പഠിക്കുന്ന സമയത്തില്ലേ മോർ ദാൻ 3 പുള്ളീസ് കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ല കേട്ടോ. അതൊക്കെ പണ്ടുള്ള സിലബസിൽ വരുന്ന കേട്ടോ. മോർ ദാൻ 3 പുള്ളീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിന്ന് കുറേ ആളുകൾ വെറുതെ കുറേ ഇരുന്ന് പഠിക്കും. അതൊന്നും ആവശ്യമില്ലേ മക്കളെ. നിങ്ങളില്ലേ പഠിക്കാതെ മുമ്പ് എന്താ ആദ്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ എന്തൊക്കെയാണ് പഠിക്കാത്തത് ആദ്യം നോക്കണം. അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ യു വാണ്ട് ടു ഡു. ഓക്കെ, അല്ലാതെ അല്ലെങ്കിൽ എന്താ സംഭവിച്ചാൽ ഫുള്ള് നിങ്ങൾ ഇരുന്ന് പഠിക്കും, ദെൻ നിങ്ങൾക്ക് യു ലോസ് യുവർ മൈൻഡ്. സോ അത് മക്കളെല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, റെഡി മക്കളെ ശ്രദ്ധിക്കുക. ദെൻ നമ്മൾ നെക്സ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മക്കൾ എന്താണ് ഇക്വിലിബ്രിയം ആണ്. ഇക്വിലിബ്രിയം. സോ ഇക്വിലിബ്രിയവുമായി ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളത് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നെറ്റ് ഫോഴ്സ് 0 ആവുകയാണെങ്കിൽ ആ ഒരു കണ്ടീഷനെ പറഞ്ഞ പേരാണ് ഇക്വിലിബ്രിയം എന്ന് പറയും. ഇനി മക്കളെ ശ്രദ്ധിക്കുക, ഇനി അത് കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിലോ, കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ ഹിയർ എന്താണ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു അങ്ങനെ പറയും ദാറ്റ് ഈസ് ഈക്വൽ du/dr എന്ന് പറയും. ഓക്കെ, du/dr ചേഞ്ച് ഇൻ എന്താണ് പൊട്ടൻഷ്യൽ ബൈ എന്താണ് ഡിസ്റ്റൻസ്, റൈറ്റ്? ആൻഡ് ഹിയർ മക്കളെ ശ്രദ്ധിക്കുക, ഇനി മക്കളെ ശ്രദ്ധിക്കുക, ഫോർ ഇക്വിലിബ്രിയം ആണെങ്കിൽ ഇക്വിലിബ്രിയം ആണെങ്കിൽ ഹിയർ എന്താണ് എഫ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. വിച്ച് മീൻസ് എഫ് ഈസ് ഈക്വൽ ടു du/dr ദാറ്റ് ഈസ് ഈക്വൽ ടു മക്കളെ എന്ത് വരും? 0 എന്ന് വരും. റെഡി? ക്ലിയർ ആണോ? യെസ്, റെഡി.
ദെൻ മക്കൾ ശ്രദ്ധിക്കുക, ഈ ഇക്വിലിബ്രിയവുമായി ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് ശ്രദ്ധിക്കുക മക്കൾ 3 ടൈപ്പ് ഓഫ് ഇക്വിലിബ്രിയം വരുന്നുണ്ട്. ദാറ്റ് ഇസ് എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ എന്താ അറിയോ നോക്കിയോ, ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റേബിൾ ഇക്വിലിബ്രിയം വരുന്നുണ്ട്. സെക്കൻഡ് ഓഫ് ഓൾ മക്കളെ പറയാൻ പറ്റുമോ? എനി വൺ ആർക്കും ഗസ് ചെയ്യാൻ പറ്റുമോ? ഇതൊക്കെ നല്ല ഇരുന്ന് പഠിക്കണേ. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ്. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആട്ടോ. ഇതിൽ ഒരുപാട് നിങ്ങൾ എട്ടങ്ങാറാക്കുന്ന ക്വസ്റ്റ്യൻസ് വരില്ല. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അധികം വരിക. സോ ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റേബിൾ ഇക്വിലിബ്രിയം. സെക്കൻഡ് വൺ ഇസ് മക്കളെ ശ്രദ്ധിക്കുക എന്ത് വരുന്ന അറിയോ? അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം വരും. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് വരും. റെഡി? യാ ഓഫ് കോഴ്സ് ഇതിലൊരു കുട്ടി എന്ത് ചെയ്യുന്നത്? എഫ് ഇസിക്കൽ മൈനസ് ഡി യു ബൈ ഡി ആർ. ഓഫ് കോഴ്സ് യെസ്, മൈനസ് ഡി യു ബൈ ഡി ആർ വരുന്നത്. ഓക്കെ, മൈനസ് ഡി യു ബൈ ഡി ആർ വരുന്നത്. ആൻഡ് ഹിയർ ഫോർ ഇക്വിലിബ്രിയം എഫ് ഇസ് ഈക്വൽ എന്നാണ് യെസ് ആൻഡ് ഡി യു ബൈ ഡി ആർ ദാറ്റ് ഇസ് ഈക്വൽ ടു 0. ദെൻ ഹിയർ ദ 3 ടൈപ്സ് ഓഫ് എന്നാണ് ഇക്വിലിബ്രിയം വരുന്നത്. സ്റ്റേബിൾ വരുന്നുണ്ട്, അൺസ്റ്റേബിൾ വരുന്നുണ്ട്, ന്യൂട്രൽ വരുന്നുണ്ട്. 3 കേസിലും മക്കൾ എന്ത് ചെയ്യുന്നത്? ഡോ യു ബൈ ഡോ ആർ അല്ലെങ്കിൽ ഡി യു ബൈ ഡി ആർ ദാറ്റ് ഇസ് ഈക്വൽ ടു 0 വരുന്നത്. പക്ഷേ സ്റ്റേബിൾ ഇക്വിലിബ്രിയം വരുന്ന സമയത്ത് ഹിയർ എന്താണ്? ഡി സ്ക്വയർ യു ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ആൻഡ് ഹിയർ മക്കളെ അൺസ്റ്റേബിൾ വരുന്ന സമയത്ത് അവിടെ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും വരിക. ആൻഡ് ഫൈനലി ന്യൂട്രൽ വരുന്ന സമയത്ത് അവിടെ എന്താ മക്കൾ വരിക? 0 എന്ന് വരും. ന്യൂട്രൽ വരുന്ന സമയത്ത് അവിടെ എന്ത് വരും? 0 എന്ന് വരും. ഗോട്ട് ഇറ്റ്? ക്ലിയർ? യെസ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദി എന്താണ് ഇക്വിലിബ്രിയം സെക്ഷൻ. ദെൻ നെക്സ്റ്റ് ഓഫ് ഓൾ മക്കൾ നോക്കിക്കേ, ഹിയർ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നെക്സ്റ്റ് ഓഫ് ഓൾ പഠിക്കാനുള്ള സെക്ഷനാണ്. ദാറ്റ് ഇസ് അബൌട്ട് സ്പ്രിങ്. ഇത് വെരി വെരി ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ് സ്പ്രിങ്. സ്പ്രിങ് നല്ല നോക്കി വെച്ചോ. സ്പ്രിങ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ് വരുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. സ്പ്രിങ്ങിൻ്റെ കേസ് സ്റ്റാർട്ട് ചെയ്യാം. യാ മക്കളെ, സ്പ്രിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് നോക്കിക്കേ, ഇവിടെ ഞാൻ സ്പ്രിങ് എന്ത് ചെയ്യുന്നു ജസ്റ്റ് ഒന്ന് ഓൾറെഡി ഇവിടെ വരച്ചിട്ടുണ്ട്. ഹിയർ നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, സ്പ്രിങ് ഇക്വിലിബ്രിയം പൊസിഷൻ മീൻസ് ദിസ് പൊസിഷൻ ഈസ് കോൾഡ് ഇക്വിലിബ്രിയം പൊസിഷൻ. നോർമൽ ലെവലിൽ ഇത് നിൽക്കുന്ന സമയത്ത് എക്സ് ഇസിക്കൽ 0 വരുന്ന സമയത്ത് ദാറ്റ് ഇസ് ഇക്വിലിബ്രിയം പൊസിഷൻ. ഓക്കെ, ആ സ്പ്രിങ്ങിനെ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യാണ് ടു ദി എക്സ്ട്രീം എൻഡ്. നോക്കിക്കേ, ഇതാണ് മക്കളെ ശ്രദ്ധിക്കുക, ഈ സെൻറ്ററിലുള്ള ഡയഗ്രമാണ് എന്തായിരുന്നു? ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറഞ്ഞത്. അതേ സെയിം സ്പ്രിങ് ഇത് മക്കളെ ശ്രദ്ധിക്കുക, ഇത് 3 പിക്ചറിൽ കേട്ടോ, ഒരൊറ്റ പിക്ചറാണ്. ഞാൻ അതിൻ്റെ 3 സ്റ്റേജസ് കാണിക്കുന്നു. സോ ഹിയർ മക്കളെ ശ്രദ്ധിക്കുക, ആ സ്പ്രിങ്ങിന് ഞാൻ നോക്കിക്കുക എങ്ങോട്ടാണ് വലിക്കുന്നത് വെച്ചാൽ ശ്രദ്ധിക്കുക, ഞാൻ ടു ദി എക്സ്ട്രീം എൻഡ് ദിസ് സൈഡ്, ഈ ഒരു സൈഡിലേക്ക് ഞാൻ വലിക്കുന്ന സമയത്ത് കറക്റ്റ് ശ്രദ്ധിക്കണേ, ടു ദി എക്സ്ട്രീം എൻഡ് ആണ് നോക്കി ഞാൻ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ കൊടുത്തു. ദാറ്റ് പോയിന്റ് ദാറ്റ് ഈസ് എന്താണ്? പ്ലസ് എ എന്ന് കൊടുത്തു. ഓക്കെ, സോ എക്സ് ഇസിക്കൽ ഇത് എക്സ് ആണ്, എക്സ് ഇസിക്കൽ ഇത് 0 ആണ്. സോ 0 എന്ന് മക്കളെ പ്ലസ് എ എന്ന് പറഞ്ഞ ആ ഒരു എക്സ്ട്രീം എൻഡിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നത്? അതിനെ വലിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കാൻ നോക്കിയോ? എന്താ സംഭവിക്കുക വെച്ചാൽ ഇവിടെ ഹിയർ ഇൻ ദിസ് കേസ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഇവിടെ നിന്ന് ഇങ്ങോട്ട് വലിക്കും തോറും നോക്കിക്കേ അവിടെ അവിടെ മക്കളെ ശ്രദ്ധിക്കുക, കൈനറ്റിക് എനർജി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഡിക്രീസ് ചെയ്യും. ആൻഡ് പൊട്ടൻഷ്യൽ എനർജി എന്താണ്? ഇൻക്രീസ് ചെയ്യുക ചെയ്യുന്നു. ഓക്കെ, ആൻഡ് അറ്റ് ലാസ്റ്റ് ശ്രദ്ധിക്കുക അറ്റ് ദി എക്സ്ട്രീം എൻഡിൽ എന്താ സംഭവിക്കുക വെച്ചാൽ മക്കൾ നോക്കിയേ, ഹിയർ ഇൻ ദിസ് കേസ് നോക്ക്, അറ്റ് ദി എക്സ്ട്രീം എൻഡ് അതായത് എ എന്ന് പറയുന്ന എക്സ്ട്രീം എൻഡ് എത്തുന്ന സമയത്ത് അവിടെ മക്കളെ ശ്രദ്ധിക്കുക, കൈനറ്റിക് എനർജി എന്ത് ചെയ്യുന്നത്? 0 ആവുകയും പൊട്ടൻഷ്യൽ എനർജി എന്താണ്? പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആവുകയാണ് ചെയ്യുന്നത്. റെഡി? ക്ലിയർ ആണോ മക്കളെ? ഓക്കെ ആണോ? എന്തായാലും മക്കൾ ശ്രദ്ധിക്കുക, എക്സ്ട്രീം എൻഡ് എത്തിയതിനു ശേഷം ഞാൻ എന്തെന്ന് വിടാന്ന് വെച്ചോ. അങ്ങനെ ആ സ്പ്രിങ്ങിനെ വിടുന്ന സമയത്ത് ശ്രദ്ധിക്കുക, സ്പ്രിങ് എവിടെ നിന്ന് എങ്ങോട്ടാണ് മൂവ് ചെയ്യുക? ഓഫ് കോഴ്സ് നേരെ തിരിച്ചില്ല, ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യില്ലേ? അങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് നേരെ തിരിച്ച് സംഭവിക്കും. വിച്ച് മീൻസ് എന്താ സംഭവിക്കുക? ഹിയർ ദ കൈനറ്റിക് എനർജി എന്ത് ചെയ്യുന്നത്? പൊട്ടൻഷ്യൽ എനർജി ഡിക്രീസ് ചെയ്യുകയും കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. ആൻഡ് അറ്റ് ഇക്വിലിബ്രിയം പൊസിഷൻ എത്തുന്ന സമയത്ത് നോക്കിയതാ, അറ്റ് ദി ഇക്വിലിബ്രിയം പൊസിഷൻ ഈ ഒരു പൊസിഷൻ എത്തുന്ന സമയത്ത് അവിടെ എന്താ സംഭവിക്കുക വെച്ചാൽ കൈനറ്റിക് എനർജി മാക്സിമം ആവും. ആൻഡ് പൊട്ടൻഷ്യൽ എനർജി എന്താണ്? 0 ആയി മാറുകയും ചെയ്യും. മക്കളെ അവിടെ എത്തിയിട്ട് എന്ത് ചെയ്യുന്നത്? അത് സ്റ്റോപ്പ് ആവുക ചെയ്യുന്നത്. സ്പ്രിങ് എന്ത് ചെയ്യുന്നത്? ഞാൻ പിടിച്ച് വലിച്ച് ഞാൻ വിടുന്ന സമയത്ത് എന്ത് ചെയ്യുന്നത്? ആ ഇക്വിലിബ്രിയം പൊസിഷൻ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുന്നത്? അവിടെ നിന്ന് സ്റ്റോപ്പ് ആവുക ചെയ്യുന്നത്. നെവർ അത് ചെയ്യുന്നത് അവിടെ എത്തിയതിനു ശേഷം എന്ത് ചെയ്യുന്നത്? മാക്സിമം കൈനറ്റിക് അല്ലേ? സോ എന്ത് ചെയ്യുന്നത്? അത് ഓപ്പോസിറ്റ് സെക്ഷനിലേക്ക് മൂവ് ചെയ്യും, അത് കംപ്രഷനിലേക്ക് മൂവ് ചെയ്യും. ഓൺ ദാറ്റ് ടൈം ശ്രദ്ധിക്കുക, ആ ഒരു ബോഡി എന്ത് ചെയ്യുന്നത്? അല്ലെങ്കിൽ ആ ഒരു സ്പ്രിങ്ങിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സ്പ്രിങ്ങിന് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ മാസിൽ മക്കളെ നേരെ എക്സ്ട്രീമിൽ നിന്ന് ഓപ്പോസിറ്റ് എൻഡിലേക്ക് പോകും. അങ്ങനെ ഓപ്പോസിറ്റ് എൻഡിലേക്ക് പോകുന്ന സമയത്ത് വീണ്ടും എന്താ സംഭവിക്കുക വെച്ചാലും അവിടെ പൊട്ടൻഷ്യൽ എനർജി എന്താണ്? ഇൻക്രീസ് ചെയ്യും. എന്നാൽ കൈനറ്റിക് എനർജി എന്താണ്? ഡിക്രീസ് ചെയ്യുക ചെയ്യുന്നത്. റെഡി? ക്ലിയർ ആണോ? അങ്ങനെ മക്കളെ ശ്രദ്ധിക്കുക, വന്ന് എന്താ സംഭവിക്കുക വെച്ചാൽ അറ്റ് എക്സ്ട്രീം നോക്കിക്കുക, ദ മിനിമം എൻഡ് എത്തുന്ന സമയത്ത് അവിടെ മക്കളെ ശ്രദ്ധിക്കുക, പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആവുകയും കൈനറ്റിക് എനർജി 0 ആവുകയും ചെയ്യും. റെഡി ആണോ? ക്ലിയർ ആണോ? ഫൈൻ. യെസ്, വെരി ഗുഡ്. ഇത് അരുണിമിക അതേപോലെ തന്നെ നമ്മളെ ഫാത്തിമ, ഹൈഫ ആ കാര്യമൊക്കെ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഐ തിങ്ക് ഞാൻ ഹൈഫയ്ക്ക് അത് എക്സ്ട്രാ ഇതിന് മുമ്പ് എടുത്തിട്ടുണ്ടാവും, റൈറ്റ്? ഓക്കെ, ഹൈഫ നമ്മൾ അടുത്തൊരു സ്റ്റുഡൻ്റ് ആണ്.
ഗുഡ്. ഇപ്പോൾ മാത്രമല്ല ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ. നമുക്കെന്തായാലും ഫിസിക്കൽ ലെവലിൽ നമുക്ക് എപ്പോഴെങ്കിലും നിങ്ങളൊന്ന് ഡയറക്റ്റ് കാണാനുള്ളൊരു അവസരം കിട്ടുന്ന സമയത്ത് എന്തായാലും എല്ലാവരും മീറ്റപ്പ് ചെയ്യുക കേട്ടോ. നമുക്ക് നല്ല ആഗ്രഹം, നല്ല ബോധ്യം എനിക്കൊക്കെ നിങ്ങളെല്ലാവരും കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഐ തിങ്ക് ദ സ്പ്രിംഗ് സെഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഞാൻ മക്കളെ ശ്രദ്ധിക്കുക, ഇവിടെ നോക്കുന്നത് ശ്രദ്ധിക്കുക. നിങ്ങൾ കറക്റ്റ് നിങ്ങൾ ഇവിടെ കാണുന്നുണ്ട്, അതുകൊണ്ട് നോക്കുന്നത് ഹിയർ മീൻസ് നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കാണുന്നുണ്ട്. ആൻഡ് ഹിയർ മക്കളെ ശ്രദ്ധിക്കുക. ഇനി നോക്കിക്കേ, ഇനി സ്പ്രിങ്ങുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുക. പൊട്ടൻഷ്യൽ എനർജി വരുന്ന സമയത്ത് അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി, ഇതിൻ്റെ ഗ്രാഫിക് നിങ്ങൾ ഓൾറെഡി പഠിച്ചാന്ന് എനിക്കറിയാം. സോ ദ പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ പറയുന്നത് ദാറ്റ് ഇസ് ഹാഫ് കെ എക്സ് സ്ക്വയർ വരുന്നത്. ആൻഡ് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഹാഫ് കെ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരും. ആൻഡ് ഫൈനലി ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഹാഫ് കെ എ സ്ക്വയർ എന്ന് വരും. റെഡി, ഫൈൻ. ആൻഡ് നോക്കിക്കേ, ഇനി സീരിയസ് ആയിട്ട് എന്തെങ്കിലും സ്പ്രിങ് കണക്ട് ചെയ്യാന്ന് വെച്ചോ, ലൈക്ക് ദിസ്. നോക്കിക്കേ ഹിയർ ദാ ലൈക്ക് ദിസ്. നോക്കിക്കേ, ഇപ്പോൾ രണ്ട് സ്പ്രിങ്, ഓക്കെ, രണ്ട് സ്പ്രിങ് ഞാൻ സീരിയസ് ആയിട്ട് ലൈക്ക് ദിസ് നിന്ന് കണക്ട് ചെയ്യുന്ന സമയത്ത്, ഓക്കെ, അങ്ങനെ മക്കളെ ശ്രദ്ധിക്കുക, കണക്ട് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ഹിയർ ദാ ദിസ് വൺ ഈസ് സ്പ്രിങ് കോൺസ്റ്റന്റ് K1 ആൻഡ് ദിസ് വൺ ഈസ് സ്പ്രിങ് കോൺസ്റ്റന്റ് K2. ഓൺ ദാറ്റ് ടൈം ശ്രദ്ധിക്കുക, ദ ഈക്വലന്റ് എന്താണ് സ്പ്രിങ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്, ദാറ്റ് ഇസ് ഈക്വൽ ടു K1 K2 ബൈ എന്താണ് K1 പ്ലസ് K2 എന്ന് വരും. മക്കൾ ഓക്കെ ആണോ? ഫൈൻ, റെഡി. ആൻഡ് ദ നെക്സ്റ്റ് വൺ മക്കളെ ശ്രദ്ധിക്കുക, ഇനി പാരലൽ ആവുന്ന സമയത്ത് എങ്ങനെ വരും നോക്കിക്കേ. ദ പാരലൽ ആവുന്ന സമയത്ത് രണ്ട് സ്പ്രിങ് ഉണ്ടെന്ന് വെച്ചോ, ഓക്കെ. ഫസ്റ്റ് വൺ ഈസ് ദ സ്പ്രിങ് കോൺസ്റ്റന്റ് K1 ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് സ്പ്രിങ് എന്താണ് K2 ആണെന്ന് വെച്ചോ. സോ മക്കളെ ശ്രദ്ധിക്കുക, ആ രണ്ട് സ്പ്രിങ് ഞാൻ നിന്ന് പാരലായി കണക്ട് ചെയ്യുന്ന സമയത്ത് ഹിയർ ദ ഈക്വലന്റ് എന്ന് മക്കളെ ശ്രദ്ധിക്കുക. ഈക്വലന്റ് എന്താണ് അതിൻ്റെ സ്പ്രിങ് കോൺസ്റ്റന്റ് എന്താണ്, ദാറ്റ് ഇസ് ഈക്വൽ ആണ് K1 പ്ലസ് എന്താണ് K2 ആണ് വരിക. റെഡി മക്കളെ, ഇത്രയും പഠിക്കുകയാണെങ്കിൽ ഓക്കെ, ഒറ്റ നമുക്ക് ഇപ്പോൾ മാക്സിമം ഒരു 5 മിനിറ്റ് എടുത്തിട്ടുണ്ടാവും ഉണ്ടോ. ഇത്രയും പഠിക്കുകയാണെങ്കിൽ സ്പ്രിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഒരുവിധ എല്ലാ സെക്ഷൻസും ഓവർ, ഓൾ സെക്ഷൻസ് ഓവർ. റെഡി മക്കൾ, ഇങ്ങനെ തന്നെ ആഗ്രഹിച്ചിരിക്കുന്നത് ആണോ? ആരൊന്നും കമൻറ്റിൽ കാണില്ലല്ലോ. ഇങ്ങനെ തന്നെയാണ് ആഗ്രഹിച്ചിരിക്കുന്നത്. എവിടെ പോയി കമൻസ്? യെസ്, ഒരുപാട് കുട്ടികൾ ആൻസർ വേണ്ട കേട്ടോ. ദാറ്റ് ഇസ് വെരി ഗുഡ്, വെരി ഗുഡ്. ദെൻ നെക്സ്റ്റ് 4 മക്കളെ ശ്രദ്ധിക്കുക, നമ്മുടെ പവറോടെ പോയി പവർ. യെസ് മക്കളെ, ഹിയർ നോക്കിക്കേ, ഇനി കൺസർവേറ്റീവ് ഫോഴ്സ് ആൻഡ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് വരുന്ന സമയത്തില്ല, അതിന് നിങ്ങൾക്കില്ല, അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പ്രോബ്ലമാറ്റിക് ലെവലിൽ ക്വസ്റ്റ്യൻ ഇല്ല. നിങ്ങൾ മക്കളെ ശ്രദ്ധിക്കുക, ഇപ്പോൾ ഞാൻ ഇതിന് കൊടുത്തിരിക്കുന്നത്, ഞാൻ സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് പ്രത്യേകമായി കൊടുത്തിരിക്കുന്ന കേട്ടോ. ആ ഒരു സെഷൻ നോക്കിക്കോ, അതായത് ഈ 5 പോയിന്റ്സ് നിങ്ങൾ നോക്കിക്കോ. ഞാൻ അത് വായിക്കുന്നില്ല, 5 പോയിന്റ് ജസ്റ്റ് നോക്കിയാൽ മാത്രം മതി. ഓക്കെ, അതാ ഹിയർ നോക്കിക്കുക. ഫസ്റ്റ് പോയിന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, എന്താണ് കൺസർവേറ്റീവ് ആണെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ഓഫ് പാത്ത് ആണ്, മറ്റൊന്ന് ഡിപ്പെൻഡ്സ് ഓൺ പാത്ത് ആണ് വരുന്നത്. ആൻഡ് ഹിയർ സെക്കൻഡ് വൺ നോക്കിക്കേ, കൺസർവേറ്റീവ് ആണ് വർക്ക് ഡൺ എന്താണ് ഇൻ എ റൗണ്ട് ട്രിപ്പ് ഇസ് 0 ആണ് വരുന്നത്. ആൻഡ് ദ ടോട്ടൽ എനർജി എന്താണ് റിമൈൻസ് കോൺസ്റ്റന്റ് വരുന്നത്. ആൻഡ് ഹിയർ ദ ഫോഴ്സ് ഇസ് നെഗറ്റീവ് ഗ്രേഡിയൻറ്റ് ഓഫ് എന്നാണ് പൊട്ടൻഷ്യൽ എനർജി വരുന്നത്. ഏത് കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ. നോൺ കൺസർവേറ്റീവ് ആണെങ്കിൽ മക്കൾ അതിനനുസരിച്ച് ഫുൾ കാര്യങ്ങൾ മാറും. ആൻഡ് പ്ലീസ് നോട്ട് ദിസ് ഓൾ തിങ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആയി പഠിച്ചു വെച്ചോ മക്കളെ. ഇമ്പോർട്ടൻ്റ് ആയി പഠിച്ചു വെച്ചാൽ എന്തെങ്കിലും കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ഹിയർ ദ പെർസെൻറ്റേജ് ഇൻക്രീസസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ യെസ് ഓഫ് കോഴ്സ് ചോദിക്കും. അതിലേക്ക് നമുക്ക് എന്തായാലും വരാം കേട്ടോ. ഈ PDF ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്യാമോ? ഓക്കെ, റെഡി. നമുക്ക് ഞാൻ എന്തായാലും മെൻറ്റേഴ്സിനോട് പറയാം കേട്ടോ. ഓക്കെ, ഈ മക്കളെ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ഓഫ് ഓൾ ഇക്വിലിബ്രിയം സെഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് ഓഫ് ഓൾ മക്കളെ ശ്രദ്ധിക്കുക, എനിക്ക് പറയാനുള്ളത് പവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്, പവറുമായി ബന്ധപ്പെട്ട് ഒരുപാട് എക്സ്ട്രാ അഡീഷണൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനില്ല. പവർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് എ റൈറ്റ് ടു ഡു വർക്ക്. ആൻഡ് ഹിയർ ലുക്ക് അറ്റ് ഹിയർ ദ ഇക്വേഷൻ. all of you know this equation, right? Power is equal to yes work by time, that is equal to എന്താ വരുന്നത് മക്കളെ, that is equal to in term of force and velocity, that is equal to force into velocity, right? Force into velocity, which means നമുക്ക് ഡോട്ട് പ്രൊഡക്റ്റ് പോലെ തന്നെ മൂവ് ചെയ്യാം അല്ലേ. സോ ദാറ്റ് ഇസ് എന്താണ് F dot V, that is equal to FV cos theta എന്ന് വരും. റെഡി, ക്ലിയർ? സോ ദാറ്റ്സ് ദ ഇക്വേഷൻ ഫോർ ദി പവർ. ആൻഡ് ഹിയർ ഒരു കാര്യം മനസ്സിലാക്കിട്ടോ മക്കളെ, ഇവിടെ പവറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പൊതുവേ എങ്ങനെ ക്വസ്റ്റ്യൻ വരിക, ഈ മോട്ടറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ വരാം കേട്ടോ. ഒരു മോട്ടർ എന്തെന്ന് യെസ് നമ്മൾ യൂസ് ചെയ്യുന്നു, നമ്മുടെ വീട്ടിലൊരു മോട്ടർ ഉണ്ടല്ലോ, ആ മോട്ടറിൽ നമ്മൾ എന്തെങ്കിലും വെള്ളം കിണറ്റിൽ നിന്ന് എടുക്കാമെന്ന് വെച്ചോ. അപ്പോൾ കിണറിൽ നിന്ന് നമ്മൾ എന്തെന്ന മോട്ടർ യൂസ് ചെയ്ത് വെള്ളം എടുക്കുന്ന സമയത്ത് അതിൻ്റെ എഫിഷ്യൻസി ഒക്കെ ചോദിക്കും. സോ ഓൺ ദാറ്റ് ടൈം മനസ്സിലാക്കണമെന്ന് വെച്ചാൽ സിംപ്ലി എഫിഷ്യൻസി എന്ന് പറയുന്നത് മക്കളെ എന്താ പറയുക, ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ ആട്ടോ. ഇത് ഓർത്ത് വെച്ചോ, ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ ആണെന്ന് എഫിഷ്യൻസി എന്ന് വരുന്നത്. റെഡി, ക്ലിയർ?
So that's all about the power section. And മക്കളെ ശ്രദ്ധിക്കുക, നെക്സ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് കൊളീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, കൊളീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞ കാര്യമാണ്. കൊളീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് 2 or more, ഒന്നുകിൽ 2 ആവാം, അല്ലെങ്കിൽ 2 കൂടുതലാവാം, മക്കളിൽ നിന്ന് ബോഡീസ് തമ്മിൽ നിന്ന് കൂട്ടിമുട്ടുകയാണെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക വെച്ചാൽ അവിടെ മൊമെൻറ്റം തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യുക ചെയ്യുന്നുണ്ട്. കറക്റ്റ് അടിക്കുക, മൊമെൻറ്റം തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യുക ചെയ്യുന്നത് ആ ഒരു എന്ത് ചെയ്യുന്ന പ്രോസസ്സ് സിംപ്ലി പറഞ്ഞ പേരാണ് കൊളീഷൻ എന്ന് പറയും. ഓക്കെ, ആൻഡ് ഹിയർ കൊളീഷനുമായി ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് ശ്രദ്ധിക്കുക മക്കളെ, കൊളീഷൻ നടക്കുന്ന സമയത്ത് ഓക്കെ, അത് മക്കളെ 2 type of collision ഉണ്ട്, ഇലാസ്റ്റിക് ആൻഡ് ഇൻഇലാസ്റ്റിക്. റെഡി? സോ ഹിയർ ദ ടോട്ടൽ എനർജി കൺസേർവ്ഡ് ആയിരിക്കും, ടോട്ടൽ മൊമെൻറ്റം കൺസേർവ്ഡ് ആയിരിക്കും. ആൻഡ് നോക്കിയേ, നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മക്കളെ ശ്രദ്ധിക്കുക പഠിക്കാനുള്ള കാര്യം നോക്കിയേ, ഹിയർ ഫോർ എ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻ ആണെങ്കിൽ, നോക്കണേ, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻ ആണെങ്കിൽ ഓഫ് കോഴ്സ് ശ്രദ്ധിക്കുക, ഇവിടെ ബിഫോർ കൊളീഷൻ ആഫ്റ്റർ കൊളീഷൻ കേസൊക്കെ കാണിച്ചിട്ടുണ്ടല്ലേ. സോ ഓൺ ദാറ്റ് ടൈം ശ്രദ്ധിക്കുക, ഇപ്പോൾ M1 M2 2 മാസ് U1 U2 വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന മാസം, ആ 2 മാസങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുകയാണെങ്കിൽ രണ്ടും എന്ത് ചെയ്യുന്നു, ഓക്കെ, ഒരേ ഡയറക്ഷനിൽ നിന്ന് V1 V2 രണ്ട് ഡിഫറെൻറ്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യാൻ ചെയ്യുന്നില്ലേ. സോ ഹിയർ ദ ഇക്വേഷൻ ഓഫ് എന്താണ് V1 എന്ന് പറയുന്നത്, ഇക്വേഷൻ ഓഫ് എന്താണ് V1, ദ ന്യൂ വെലോസിറ്റി ഓഫ് എന്താണ് മാസ് M1 എന്ന് പറയുന്നത് എന്താ അറിയാം മക്കളെ, M1 minus M2 into U1 plus 2M2 U2 all divided by എന്താണ് M1 plus M2 ആണ് വരുന്നത്. ഓക്കെ, അതേപോലെ മക്കളെ ശ്രദ്ധിക്കുക, V2ൻ്റെ വെലോസിറ്റി ആണെങ്കിൽ V2 is equal to എന്താണ് M2 minus M1 into U2 plus 2M1 U1 all divided by M1 plus M2 ആണ് വരുന്നത്. റെഡി? ക്ലിയർ? ഓക്കെ ആണോ മക്കളെ? യെസ്, റെഡി. ഇനി മക്കൾ ശ്രദ്ധിക്കുക, ഇതൊക്കെ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻ്റെ കേസാണ്. ഇവിടെ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻ്റെ കേസാണ് പറയുന്നത് കേട്ടോ. 1 second. ദ നെക്സ്റ്റ് ഓഫ് ഓൾ മക്കൾ ശ്രദ്ധിക്കുക, ഇനി പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണെങ്കിലോ, ഇതാ നോക്കിക്കേ, സിമ്പിളാണ്. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണെങ്കിൽ ബാറ്ററി ഡൗൺ ആവരുത്. യെസ്, 1 second. ഓക്കെ മക്കളെ, ഇനി പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണെങ്കിൽ മക്കൾ അറിയാമല്ലേ, അത് തമ്മിൽ നിന്ന് മുട്ടുകയാണെങ്കിൽ ഓഫ് കോഴ്സ് എന്താണ്, അത് മൂവ് ചെയ്യും, അത് രണ്ടും മൂവ് ചെയ്യുന്ന ഒറ്റ വെലോസിറ്റി അല്ലേ. സോ ദാറ്റ് വെലോസിറ്റി V ഈസ് ഈക്വൽ ദ ഇക്വേഷൻ എന്താ. റെഡി? ആൻഡ് ഹിയർ ദ ലോസ് ഓഫ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് നോക്കിയാൽ അവിടെ നിന്ന് എന്തായാലും നിന്ന് കൈനറ്റിക് എനർജി ലോസ് ആവും. ആൻഡ് ദി ഇക്വേഷൻ ഓഫ് ദിസ് ലോസ് ഓഫ് കൈനറ്റിക് എനർജി ദാറ്റ് ഇസ് ഹിയർ. റെഡി? ക്ലിയർ? ഓക്കെ. യെസ്, ഇപ്പോൾ കാണുന്നുണ്ടോ? ഇടയ്ക്കൊന്ന് ചെറുതായിട്ടൊന്ന് മാറ്റിയുണ്ട്. ഇവിടെ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ട് 11 PM വരെ എടുക്കില്ലെന്ന്. നിങ്ങൾ തയ്യാറാണെങ്കിൽ മക്കളെ രാത്രി 1 മണി 2 മണി 3 മണി എടുക്കാൻ നമ്മൾ തയ്യാറാണ്. പക്ഷെ നമ്മൾ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ ക്ലാസ് എടുക്കുന്ന ആൾക്കാരല്ല. അല്ലാതെ എന്താ പറയുക, വേറെ ഒരു ഉദ്ദേശം, നമുക്ക് അത്രയും പാഷനാണ് ക്ലാസ് എടുത്ത് കുട്ടികളെ എവിടെയെങ്കിലും എത്തിക്കാന്ന ലെവലിൽ. അത് നമ്മുടെ ക്ലാസ് ഫുൾ ഇരിക്കുന്ന കുട്ടിയൊക്കെ ശരിക്കും നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് തന്നെ അറിയാം. ഒരുപാട് കുട്ടികൾ നമുക്കുണ്ട്, നല്ല രീതിയിൽ വലിയ ലെവലിൽ എത്തിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട് ഇപ്പോൾ നിലവിൽ. ഓക്കെ, റെഡി? ഇതാ മക്കളെ ശ്രദ്ധിക്കുക, കോയിഫിഷ്യൻ ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ എന്താ ഞാൻ പറയുന്നില്ല, ന്യൂട്ടൻ്റെ എന്ത് ചെയ്യുന്ന ഒരു സിമ്പിൾ ഒരു ലോ ആണെങ്കിൽ നമുക്ക് പറയാം. ആൻഡ് ഹിയർ മക്കളെ കൊളീഷൻ നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്ന ഇവിടെ എന്താണ് വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ ബൈ വെലോസിറ്റി ഓഫ് അപ്രോച്ച്, അത് നമ്മൾ റേഷ്യോനെ പറഞ്ഞ പേരാണ് എന്ത്, കോയിഫിഷ്യൻ ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ. ഇവിടെ എൻ്റെ മക്കൾക്ക് ഞാൻ ഒരു നല്ലൊരു കാര്യം പറഞ്ഞുതരാം. മക്കൾ ശ്രദ്ധിച്ചോ, 1 second. മക്കൾ നോക്കിയേ, ഹിയർ ഇൻ ദിസ് കേസ് നോക്കിയേ, ഇത് പഠിച്ചോ. ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ കൂടെയൊക്കെ ഞാൻ ഫുൾ എൻട്രൻസ് നിങ്ങൾക്ക് ആവശ്യമുള്ള പോയിന്റ്സ് മാത്രമേ പറഞ്ഞുള്ളൂ കേട്ടോ. ആൻഡ് ഹിയർ നോക്കിക്കേ, ഇവിടെ കോയിഫിഷ്യൻ ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ മക്കളെ ശ്രദ്ധിക്കുക ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ മക്കളെ അത് മക്കൾ എന്ത് ചെയ്യുന്ന ഓൺ ദാറ്റ് ടൈം നിങ്ങൾ അപ്പോൾ ആലോചിച്ചോ, ദാറ്റ് ഈസ് എന്താണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിരിക്കും കേട്ടോ. ദാറ്റ് എന്താണ് കൊളീഷൻ എന്താണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിരിക്കും. നോട്ട് ചെയ്തേ. ആൻഡ് ഹിയർ എന്താണ് കോയിഫിഷ്യൻ ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ എന്താണ് 0 ആണെങ്കിൽ മക്കളെ അതെന്തായിരിക്കും അറിയാം, പെർഫെക്റ്റ്ലി എന്താ പറയുക ഇൻ ഇലാസ്റ്റിക് ആയിരിക്കും കേട്ടോ.
പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആയിരിക്കും കേട്ടോ. ഇനി മക്കൾ ശ്രദ്ധിക്കുക, ഈൻ്റെ വാല്യൂ ബിറ്റ്വീൻ എന്താണ് 0 and 1 ആണെങ്കിൽ, ബിറ്റ്വീൻ 0 and 1 ആണെങ്കിൽ മക്കൾ അതെന്താണ് ഇൻഇലാസ്റ്റിക് ആയിരിക്കും. ഇൻഇലാസ്റ്റിക് ആയിരിക്കും, പക്ഷേ എന്താണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് അല്ല കേട്ടോ, ഇൻഇലാസ്റ്റിക് ആയിരിക്കും. ഇവിടെ ഞാൻ ഇതിന് കുറച്ചുകൂടെ ഇത് കൊടുത്തിട്ടുണ്ടേ, മീൻസ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഉദ്ദേശിച്ചിട്ട്. റെഡിയാണോ? ക്ലിയർ ആണോ? യെസ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദി എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ. കണ്ടോ, ഞാൻ ഒറ്റ ഇതിൽ തന്നെ ഫുൾ സെഷൻ നിങ്ങൾക്ക് അവിടെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു. റെഡിയാണോ മക്കളെ ഓക്കെ ആണോ? പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഫോർ E0. റെഡി? ഓക്കെ. ഒരുവിധ കുട്ടികളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഇനി മക്കൾ ശ്രദ്ധിക്കുക, ഞാൻ നല്ലൊരു അടിപൊളി സെഷൻ കാണിച്ചിട്ട്. നിങ്ങൾ റെഡിയാണോ? ബോറടിക്കുന്നുണ്ടോ? മക്കൾ നോക്കിക്കേ, സെക്കൻഡേ. The next heading, that is oscillating pendulum. വെരി ഗുഡ്. എല്ലാ മക്കളും നല്ല ഉഷാറായിട്ടുണ്ട്. ഇതന്നെ കേട്ടോ നമ്മളെ പവർ ഇതാട്ടോ. സത്യം പറഞ്ഞെങ്കിൽ ഞാൻ ടു ബി ഫ്രാങ്ക് ഒരു ഒരു മാസം മുമ്പ് കൊറോണ ബാധിച്ചു. ശരിക്കും പെട്ടുപോയി. ലങ്സിനൊക്കെ ബാധിച്ചു, ന്യൂമോണിക് ആയിട്ട് ഒരാഴ്ചയൊക്കെ ഹോസ്പിറ്റലിലേക്ക് കൊടുത്തു. ബട്ട് സത്യം പറഞ്ഞെങ്കിൽ ഇപ്പം നിലവിൽ പല ക്ലാസ്സുകളും ഞാൻ അങ്ങനെ ഇപ്പം നിലവിൽ കുറച്ചൊന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ പോലും കൂടുതൽ എടുക്കുന്നത് ഡോപ്പയിൽ തന്നെയാണ്. അതൊരു ഇൻട്രസ്റ്റിംഗ് ആണ്. നല്ല അടിപൊളി എന്താ പറയുക, ബ്ലാസ്റ്റ് ലൈഫ് കുട്ടികളാണ് അവിടെ ഉള്ളത്. ഓക്കെ, എനിവേ ശ്രദ്ധിക്കുക മക്കൾ, ഓസിലേറ്റിംഗ് പെൻഡുലം നോക്കിക്കോ. ഹിയർ നോക്കി, ഞാൻ ഇവിടെ പെൻഡുലം വരച്ചു. ദിസ് ആൻഡ് പെൻഡുലം. ഓക്കെ, അറിയാമല്ലേ? പെൻഡുലം വരുമ്പോൾ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സ്ട്രിങ് ആൻഡ് എ ബോബ്. റെഡി? മക്കളെ ശ്രദ്ധിക്കുക, ഞാൻ അതിനെ മൂവ് ചെയ്തു. മക്കളെ അതിനെ മൂവ് ചെയ്തിട്ട് ശ്രദ്ധിക്കുക. ഫാത്തിമ നസ്രീൻ എത്ര വേണമെങ്കിലും കണ്ടിരുന്നോളൂ. മാഷാ അല്ലാഹ്, വെരി ഗുഡ്. ഓക്കെ, ഇതൊക്കെ കേട്ടോ നമ്മൾ പ്രചോദനം പറഞ്ഞത് ഇതൊക്കെ കേട്ടോ. ഓക്കെ, നോക്കിക്കേ, അതിനെ ഞാൻ മൂവ് ചെയ്ത് നോക്കിക്കേ. ഇൻ ദിസ് ഡയറക്ഷൻ ഞാൻ മൂവ് ചെയ്യാന്ന് വെച്ചോ. അങ്ങനെ മൂവ് ചെയ്ത് മക്കളെ ശ്രദ്ധിക്കുക. അത് ഏകദേശം ഇവിടെ എത്തിയെന്ന് വെച്ചോ. ഓക്കെ, കുഴപ്പമുണ്ടോ? റെഡി അല്ലേ? മക്കളെ നോക്കിക്കേ, ഞാൻ അതിനെ പോയിന്റ് ഞാൻ കൊടുത്തു. ഇതിന് എ എന്ന് പറഞ്ഞ പോയിന്റ് കൊടുത്തു. ഫൈൻ. സോ എ എന്ന് പറഞ്ഞ പോയിന്റ് എത്തി. മക്കൾ അങ്ങനെ എ എന്ന് പറഞ്ഞ പോയിന്റിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം, അതാണ് എക്സ്ട്രീം എൻഡ് ആട്ടോ. എ എന്ന് പറഞ്ഞ പോയിന്റ് അത് എത്തിയതിനു ശേഷം മക്കൾ തിരിച്ച് വരാ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ മക്കൾ നോക്കിയേ, മക്കൾ നോക്കിയേ, ഹിയർ ഇൻ ദിസ് കേസ് മക്കൾ ശ്രദ്ധിച്ചിട്ടെ. ഇവിടെ മക്കൾ ശ്രദ്ധിക്കുക, പൊട്ടൻഷ്യൽ എനർജി അറ്റ് എ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ എനർജി ആയിരിക്കും കേട്ടോ. കാരണം എന്താണ്, അറ്റ് എ എന്ന് പറഞ്ഞ പോയിന്റിൽ ഈ ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് അവിടെ കൈനറ്റിക് എനർജി എന്തായിരിക്കും? 0 ആയിരിക്കും. അതിന് റീസൺ എന്താ മക്കളെ? ഹിയർ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. ക്ലിയർ? നോക്കണേ, ഇതാ ഈ ഒരു പോയിന്റ് ഞാൻ സി എന്ന് പറഞ്ഞ പോയിന്റ് എടുത്തു. ആ പോയിന്റ് ഞാൻ ആ പെൻഡുലത്തിനെ മൂവ് ചെയ്തു. അങ്ങനെ മക്കളെ എ എന്ന് പറഞ്ഞ പോയിന്റ് എത്തുന്ന സമയത്ത് അത് മാക്സിമം ലെവലെത്തി ഞാൻ തിരിച്ച് വരാണ്. സോ ആ മാക്സിമം ലെവൽ എത്തുന്ന സമയത്ത് അവിടെ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടോട്ടൽ എനർജിയാണ്. കാരണം എന്താണ്? കൈനറ്റിക് എനർജി അറ്റ് എ ഈസ് ഈക്വൽ ടു 0 ആണ് വരുന്നത്. ആൻഡ് ഹിയർ അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എന്താണ് ടോട്ടൽ മെക്കാനിക്കൽ എനർജി പ്രകാരം മക്കൾക്ക് എല്ലാവർക്കും അറിയുന്ന കേസാണ്. എന്താണ് കേസ് മക്കളെ? ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ എന്നാണ് കൈനറ്റിക് എനർജി പ്ലസ് എന്താണ് പൊട്ടൻഷ്യൽ എനർജിയാണ്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ് അല്ലേ? ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ടോട്ടൽ എന്താണ് മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞത്. റെഡി? ക്ലിയർ? യെസ് മക്കളെ. ഇനി ഇടയ്ക്ക് ചുമണ്ടാവും കേട്ടോ, എന്താ പറയുക, ഹോൺ അടിക്കുന്ന മാതിരി. യെസ്. സോ ഹിയർ വെരി ഗുഡ്. ഒരുവിധ കുട്ടികളൊക്കെ അതിന് എൻ്റെ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ആൻസർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് വെരി ഗുഡ് തിങ്. മക്കളെ ശ്രദ്ധിക്കുക, ഓൺ ദാറ്റ് ടൈം നോക്കിക്കേ, അതിൻ്റെ ആംഗിൾ നോക്കി. സി എന്ന് പറഞ്ഞ ആ ഒരു പോയിന്റ് നിന്ന് ശ്രദ്ധിക്കുക, എ എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആംഗിൾ ഞാൻ θ1 എന്ന് കൊടുത്തു. θ1 കൊടുത്തു. അപ്പോൾ നോക്ക് മക്കളെ ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇവിടെ ഉള്ളത് എ എന്ന് പറഞ്ഞ പോയിന്റാണ് ഉള്ളത്. അങ്ങനെ എ എന്ന് പറഞ്ഞ പോയിന്റ് എന്ന് മക്കളെ ശ്രദ്ധിക്കുക, തിരിച്ച് മക്കളെ ശ്രദ്ധിക്കുക എന്ത് ചെയ്യുന്ന ആ ഒരു ബോഡി അല്ലെങ്കിൽ ആ ഒരു ബോബ് തിരിച്ച് വരാമെന്ന് വെച്ചോ. അങ്ങനെ മക്കളെ ശ്രദ്ധിക്കുക, തിരിച്ചത് അങ്ങനെ വരാം അല്ലേ? ലൈക്ക് ഈ ഒരു സെക്ഷനിൽ ഇങ്ങനെ വരാമെന്ന് വെച്ചോ. അങ്ങനെ വരുന്ന സമയം ശ്രദ്ധിക്കുക മക്കളെ, ആ വരുന്ന എവിടെയെങ്കിലും ഞാൻ ഒരു പോയിന്റ് ഞാൻ എടുത്തു. കുഴപ്പമുണ്ടോ? ആ വരുന്ന എവിടെയെങ്കിലും ഞാൻ ഒരു പോയിന്റ് എടുക്കാമെന്ന് വെച്ചോ. ലൈക്ക് നോക്കണേ, എ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ഇപ്പം എന്ത് ചെയ്യുന്ന ആ ബോബ് വന്ന് ജസ്റ്റ് ഫോർ എക്സാമ്പിൾ നോക്കി ഈ ഒരു ഇവിടെ എത്തിയെന്ന് വെച്ചോ. ഇതാ നോക്കണേ, ഇപ്പം നിലവിൽ 1 സെക്കൻഡേ. നോക്കണേ, എ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ആ ബോബ്
തിരിച്ച് സഞ്ചരിക്കുകയാണ് ജസ്റ്റ് ലൈക്ക് എന്താണ് ഈ ബി എന്ന് പറഞ്ഞ പോയിന്റിൽ എത്തിയെന്ന് വെച്ചോ. സോ ഓൺ ദാറ്റ് ടൈം നോക്കുകയെ ആ എ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ബിയിലേക്ക് വരുന്ന സമയത്ത് അവിടെ നിന്ന് ഓഫ് കോഴ്സ് വെലോസിറ്റി ഇൻക്രീസ് ചെയ്യില്ല. അവിടെ നിന്ന് വരുന്നതോറും നിന്ന് വെലോസിറ്റി ഇൻക്രീസ് ചെയ്യില്ലേ. വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യില്ലേ. കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അവിടെ പൊട്ടൻഷ്യൽ എനർജി ഡിക്രീസ് ചെയ്യുക ചെയ്യുന്നത്. സോ ഹിയർ അറ്റ് ബി എന്ന് പറഞ്ഞ പോയിന്റ് നോക്കേ, ബി എന്ന് പറഞ്ഞ പോയിന്റ് എത്തുന്ന സമയത്ത് ദ കൈനറ്റിക് എനർജി അറ്റ് പോയിന്റ് ബി പ്ലസ് ദി പൊട്ടൻഷ്യൽ എനർജി അറ്റ് ബി ദാറ്റ് ഇസ് ഈക്വൽ എന്നാണ് ടോട്ടൽ എനർജി ആയിരിക്കും കേട്ടോ. മക്കൾ മനസ്സിലാക്കുകയെന്ന് വെച്ചാൽ ഇവിടെ പൊട്ടൻഷ്യൽ എനർജി അറ്റ് എ എന്ന് പറയുന്നത് എന്തായാലും മക്കളെ പൊട്ടൻഷ്യൽ എനർജി അറ്റ് ബിനേക്കാളും കൂടുതലായിരിക്കും. റെഡി, ക്ലിയർ? യെസ്. ദെൻ മക്കൾ ശ്രദ്ധിക്കുക. ആൻഡ് ഹിയർ നോക്കി ഞാൻ ജസ്റ്റ് കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ കൊടുക്കുകയാണ് ലൈക്ക് സിയിൽ നിന്ന് ബിയിലേക്ക് അല്ലെങ്കിൽ ബിയിൽ നിന്ന് സിയിലേക്കുള്ള ആംഗിൾ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, യെസ് ഞാൻ തീറ്റ 2 എന്ന് കൊടുത്തു. കുഴപ്പമില്ല. യെസ്. അങ്ങനെ മക്കളെ ശ്രദ്ധിക്കുക, സി എന്ന് പറഞ്ഞ പോയിന്റിൽ തിരിച്ചെന്ത് ചെയ്യുന്ന ആ ബോബ് എത്തുന്ന സമയത്ത് ഓൺ ദാറ്റ് ടൈം മക്കളെ ശ്രദ്ധിക്കുക ദ കൈനറ്റിക് എനർജി അറ്റ് സി ദാറ്റ് ഇസ് ഈക്വൽ ടോട്ടൽ എനർജിയേക്കും വരാം. കാരണം എന്താ പറയുക, ഇവിടെ ദ പൊട്ടൻഷ്യൽ എനർജി അറ്റ് സി ദാറ്റ് ഇസ് ഈക്വൽ 0 ആണ് വരുന്നത്. മക്കൾ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. കാരണം എന്താണ്, തിരിച്ച് ഇക്വിലിബ്രിയം പൊസിഷനിൽ തിരിച്ച് എത്തുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ദ പൊട്ടൻഷ്യൽ എനർജി അറ്റ് സി ദാറ്റ് ഇസ് ഈക്വൽ 0 ആണ് വരുന്നത്. റെഡി ആണോ? ഇതുവരെ ഓക്കെ ആണോ? ഇത് എൻ്റെ ജസ്റ്റ് തിയറി പാർട്ട് മാത്രം പറഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ ഇക്വേഷൻ പാർട്ട് പറയാനുള്ളത്. എല്ലാവരും ഓക്കെ ആണെങ്കിൽ ഞാൻ ഇക്വേഷൻ പാർട്ടിലേക്ക് പോവാം. ഓക്കെ അല്ലേ? റെഡി. മക്കൾ ശ്രദ്ധിക്കുക. ഇനി നോക്കി എ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ആ ഒരു ബോബ് എന്ത് ചെയ്യുന്നു, യെസ് ആ ഒരു പെൻഡിൽ എന്ത് ചെയ്യുന്നത്, യെസ് സി എന്ന് പറഞ്ഞ പോയിന്റിൽ എത്തുന്ന സമയത്ത് അവിടെ ആയിരിക്കും മക്കളെ ശ്രദ്ധിക്കുക ഏറ്റവും മാക്സിമം വെലോസിറ്റി ഉണ്ടാവുക. എപ്പോഴും ഓർത്ത് വെച്ചിട്ടോ, ഈ തിരിച്ചെന്നാണ് ഇക്വിലിബ്രിയം പൊസിഷൻ എത്തുന്ന സമയത്താണ് ഏറ്റവും മാക്സിമം വെലോസിറ്റി ഉണ്ടാവുക. അത് നിങ്ങൾക്ക് സ്പ്രിങ്ങിൻ്റെ കേസ് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞത് എന്താണ്, ഓൾറെഡി ഞാൻ പറഞ്ഞ കേസാണ്. ഇവിടെ എന്താണ് ഇക്വിലിബ്രിയം പൊസിഷനിൽ തിരിച്ച് വരുന്ന സമയത്ത് എന്താണ് മാക്സിമം കൈനറ്റിക് എനർജി ഉണ്ടാവുക എവിടെയാണ്, ഇക്വിലിബ്രിയം പൊസിഷനിലാണ്. റീസൺ എന്താണ്, മാക്സിമം വെലോസിറ്റി അവിടെ ഉണ്ടാവുക. സോ മക്കൾ നോക്കിയതാ ഹിയർ ദ വി സി എന്ന് പറയുന്നത് വെലോസിറ്റി അറ്റ് പോയിന്റ് സി ദാറ്റ് ഇസ് ഈക്വൽ ടു എന്താണ്, മാക്സിമം വെലോസിറ്റി ദാറ്റ് ഇസ് ഈക്വൽ റൂട്ട് ഓഫ് എന്താണ് 2GL ആണ് വരുന്നത് കേട്ടോ. റൂട്ട് ഓഫ് 2GL എന്ന് വരും. അപ്പോൾ എൽ എന്ന് പറഞ്ഞാൽ മക്കളെ ഒന്നിലിടാം, എൽ എന്ന് പറഞ്ഞാൽ ദ ലെങ്ത് ഓഫ് ദാറ്റ് സ്ട്രിങ് ആണ്. ദ ലെങ്ത് ഓഫ് ദാറ്റ് സ്ട്രിങ് ദാറ്റ് ഇസ് എൽ എന്ന് പറയും. റെഡി ആണോ? ക്ലിയർ ആണോ? റെഡി? യെസ്. ഇനി മക്കൾ ശ്രദ്ധിക്കുക, കെ ഓൾസോ മാക്സിമം റൈറ്റ്, അതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നു. ഫൈൻ, വെരി ഗുഡ്. ഇനി മക്കൾ ശ്രദ്ധിക്കുക ഹിയർ വൺ സെക്കൻഡ് ഇവിടെ ഒരു ചെറിയൊരു ഇത് പറ്റിയെന്ന് വെച്ചാൽ മക്കളെ ഇവിടെ മാക്സിമം വെലോസിറ്റി അവിടെ എത്തുന്ന സമയത്ത് ശ്രദ്ധിക്കുക ഇവിടെ ആംഗിൾ ഒരു ചെറിയൊരു വ്യത്യാസം വെച്ചാൽ റൂട്ട് ഓഫ് 2GL അത് വേറെ ഒന്നും കേട്ടോ, ഞാൻ വേറെ ഇക്വേഷൻ ഇതേ സെയിം ഇക്വേഷൻ തന്നെ വേറെ പഠിക്കാണ്ട് കേട്ടോ. റൂട്ട് ഓഫ് 2GL ഇൻറ്റു മക്കളെ ശ്രദ്ധിക്കുക എന്താ വരിക, 1 - cos θ1 വരാം കേട്ടോ. 1 - cos θ1 ആണ്. പേടിക്കണ്ട, റൂട്ട് ഓഫ് 2GL വരാണ്ട് ഞാൻ ഇവിടെയാണ് കാണിച്ചു തരാം കേട്ടോ. 1 എന്താണ് റൂട്ട് ഓഫ് 2GL ഇൻറ്റു 1 - cos θ1 ആണ് വരുന്നത്. റെഡി, ക്ലിയർ? എവിടെ വി സി എന്ന് പറഞ്ഞത് വെലോസിറ്റി അറ്റ് പോയിന്റ് സി എന്ന് പറഞ്ഞത് ദാറ്റ് ഇസ് മാക്സിമം വാല്യൂ. ആൻഡ് ഹിയർ മക്കൾ ശ്രദ്ധിക്കുക നെക്സ്റ്റ് ഓഫ് ഓൾ നോക്കിയേ ആ എ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ബി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് മക്കൾ ശ്രദ്ധിക്കുക ആ ബോഡി എന്തെന്ന് മൂവ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ബോബ് മൂവ് ചെയ്യുന്ന സമയത്ത് ദ വെലോസിറ്റി അറ്റ് പോയിന്റ് ബി എന്ന് പറഞ്ഞത് ദാറ്റ് ഇസ് ഈക്വൽ എന്താ പറയുക റൂട്ട് ഓഫ് 2GL ഇൻറ്റു cos θ2 മൈനസ് cos θ1 ആട്ടോ. റെഡി, ക്ലിയർ ആണോ മക്കൾ? ഓക്കെ ആണോ? അങ്ങനത്തെ പഠിച്ചത് കേട്ടോ. നോക്കണേ, എന്ന് പറഞ്ഞ പോയിന്റിനാണ് ബോബ് നിന്ന് വരുന്നത് കേട്ടോ. വരുന്ന സമയത്ത് സി എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ടാകുന്ന വെലോസിറ്റി ഇക്വിലിബ്രിയം പൊസിഷൻ ഉണ്ടാകുന്ന വെലോസിറ്റി ഞാൻ കാണിച്ചു. ദാറ്റ് ഈസ് എന്താണ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2GL ഇൻറ്റു 1 - cos θ1. ഓക്കെ, θ1 എന്താ ഞാൻ കാണിച്ചിട്ടുണ്ട്, ദിസ് ഇസ് θ1 ആൻഡ് ദിസ് ഇസ് θ2. ഓക്കെ, ആൻഡ് നോക്കിക്കേ ഹിയർ വെലോസിറ്റി അറ്റ് ബി. അപ്പോൾ മക്കൾ മനസ്സിലാക്കിക്കോ, വെലോസിറ്റി അറ്റ് ബി ഈ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ മക്കൾ ആ ബോബ് എന്ത് ചെയ്യുന്ന തിരിച്ച് വരുന്ന സമയത്ത് ഏതൊരു പോയിന്റിലും മക്കളെ ശ്രദ്ധിക്കുക ഉള്ള വെലോസിറ്റി നമുക്ക് കാണാൻ പറ്റും എങ്ങനെ, ആംഗിൾ തരുകയാണെങ്കിൽ. ഇനി മക്കൾ നോക്കിക്കേ നെക്സ്റ്റ് ഓഫ് ഓൾ നോക്കിക്കേ, ഇനി പെൻഡുലം ഞാൻ ചെയ്യുന്ന ഹെൽഡ് ചെയ്തു എങ്ങനെ അറിയോ, ഹൊറിസോണ്ടലി ഞാൻ ഹെൽഡ് ചെയ്ത് വെച്ചോ. ഹൊറിസോണ്ടലി എങ്ങനെ വെച്ചാൽ നോക്കിയാൽ ലൈക്ക് പെൻഡുലം സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഇവിടെ ഉള്ളത് കേട്ടോ. അതിന് ഞാൻ എന്ത് ചെയ്യുന്നത്, പിടിച്ച് എന്ത് ചെയ്യുന്നത് ഇവിടെ കൊണ്ടുവച്ചു. അങ്ങനെ ഹൊറിസോണ്ടലി കൊണ്ടുവച്ചതിന് ശേഷം ഞാൻ റിലീസ് ചെയ്തു. ഹൊറിസോണ്ടലി കൊണ്ടുവച്ചതിന് ശേഷം ഞാൻ റിലീസ് ചെയ്യുന്ന സമയം നോക്കിയേ ഇവിടെ മക്കൾ ശ്രദ്ധിക്കുന്നത് നമ്മൾ ആംഗിൾ എത്ര 9 ഡിഗ്രി വരുന്നത് അല്ലേ. ആൻഡ് ദ ലെങ്ത് ഓഫ് ദി എന്താണ് സ്ട്രിങ് എന്താണ് L ആണ് വരുന്നത്. ഓൺ ദാറ്റ് കേസ് മക്കൾ ശ്രദ്ധിക്കുക, ഇത് എ ആണെന്ന് വെച്ചോ. ഇത് എ ആണെന്ന് വെച്ചോ ആൻഡ് ദിസ് വൺ ഇസ് എന്താണ് സി ആണെന്ന് വെച്ചോ. ഓൺ ദാറ്റ് കേസ് ദ വെലോസിറ്റി അറ്റ് പോയിന്റ് സി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഈക്വൽ റൂട്ട് ഓഫ് 2GL. ഞാൻ നേരത്തെ അതാണ് പറഞ്ഞത്. ക്ലിയർ? ആ ഒരു കേസ് നേരത്തെ പറഞ്ഞത്, ജനറൽ കേസല്ലേ, നേരത്തെ ആ കേസാണ് പറഞ്ഞത്. ക്ലിയർ ഇല്ലേ?
ഏതാ മക്കളെ സ്ക്രീൻഷോട്ട്? യെസ് യെസ്, 1 സെക്കൻഡ്, ക്ലിയർ ആണോ? ഇപ്പോൾ ഓക്കെ അല്ലേ? സ്ക്രീൻഷോട്ട് എടുക്കാൻ എടുത്തോ, ഒരു കുഴപ്പമില്ല. റെഡി? ഇത് ഫസ്റ്റ് കേസ്, അതായത് ജനറൽ കേസ് ഫുൾ ഉണ്ട് ഇതിൽ. ഓക്കെ, 1 സെക്കൻഡ്, തല അവിടെ കുടിക്കില്ലേ? ഓക്കെ, ദെൻ ദിസ് ഇസ് സെക്കൻഡ് കേസ്. മക്കൾ ചെയ്തോ? ഓക്കെ, ഗുഡ്. മക്കളെ, ദ നെക്സ്റ്റ് വൺ ദാറ്റ് ഇസ് വെരി വെരി മൈ ഫേവറേറ്റ് സെക്ഷൻ. ബട്ട് മക്കളെ ശ്രദ്ധിക്കുക, ഞാനാ പറഞ്ഞ ഒരുപാട് കുട്ടികൾക്ക്, റിപ്പീറ്റേഴ്സുള്ള കുട്ടികൾക്ക് മേ ബി എന്തെങ്കിലും അതൊക്കെ കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ എന്നാൽ പോലും ഒരുപാട് കുട്ടികൾക്ക് നിന്ന് കിട്ടാത്ത സെക്ഷനാണ് നെക്സ്റ്റ് ഓഫ് ഓൾ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ദാറ്റ് ഇസ് എന്താ പറയുക മക്കളെ? ദാറ്റ് ഇസ് നമ്മുടെ കാണിച്ചു തരാം. ദ മോഷൻ ഇൻ എ വേർട്ടിക്കൽ സർക്കിൾ, സെക്ഷൻ. ഇതാണ് പറയാനുള്ളത്. ഒരു വേർട്ടിക്കൽ സർക്കിളിലൂടെ നിന്ന് മൂവ് ചെയ്യുന്ന സമയത്ത് ഒന്നുമില്ല മക്കളെ ശ്രദ്ധിക്കുക. ഇതിനൊരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞ സമയത്ത് ഞാൻ എന്താ വെച്ചാൽ ഒരു കയറിൽ, സാധാ ഒരു കയറിൽ ഞാൻ ചെയ്യുന്ന അതിൻ്റെ എൻഡിൽ ഞാൻ ഒരു കല്ല് കെട്ടി. ആ കല്ല് കെട്ടി ഞാൻ ചെയ്യുന്നത് യെസ് ലൈക്ക് ദിസ് വേർട്ടിക്കൽ ലെവലിൽ അങ്ങനെ മൂവ് ചെയ്യാമെന്ന് വെച്ചോ. അങ്ങനെ വേർട്ടിക്കൽ ലെവലിൽ മൂവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മോഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, സോ ആർ യു റെഡി? യെസ്. മക്കൾ നോക്കിയേ, ഹിയർ ഇപ്പോൾ ഇനീഷ്യലി ഇതിൻ്റെ മക്കൾ ശ്രദ്ധിക്കുക, റേഡിയസ് എന്ന് പറഞ്ഞത്, ഓഫ് കോഴ്സ് ഞാൻ നിന്ന് ജസ്റ്റ് ഒരു റേഡിയസ് കൊടുക്കുകയാണെ. ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് എന്തെന്ന് 6 വെച്ചോ. ഇനീഷ്യലി മക്കൾ ശ്രദ്ധിക്കുക, ആ ഒരു ബോഡി ഞാൻ ഉള്ളത് ഇവിടെ ആട്ടോ, ഒരു കല്ല് ഉള്ളത് ഇവിടെയാണ്. സോ മക്കൾ ഇനീഷ്യലി ഞാൻ നിന്ന് അതിന് കൊടുക്കുന്ന വെലോസിറ്റിയാണ് u. റെഡി? ഓക്കെ, അങ്ങനെ മക്കൾ ശ്രദ്ധിക്കുക, ആ ഒരു ബോഡി ഞാൻ നിന്ന് കറക്കാൻ സമയത്ത് ശ്രദ്ധിക്കുക, ആ ബോഡി മക്കൾ ശ്രദ്ധിക്കുക ജസ്റ്റ് ലൈക്ക് നോക്കി ഇവിടെ എത്തിയെന്ന് വെച്ചോ. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഈ ഒരു പോയിന്റിൽ എത്തിയെന്ന് വെച്ചോ. ഫൈൻ മക്കളെ, അങ്ങനെ മക്കൾ ശ്രദ്ധിക്കുക, ആ ഒരു പോയിന്റിൽ എത്തുന്ന സമയത്ത്, ഓക്കെ 1 സെക്കൻഡ്, നിങ്ങൾ ഓക്കെ റെഡി? ഫൈൻ, യെസ്. നോക്കിയേ, ഇവിടെ എത്തുന്ന സമയത്ത് ശ്രദ്ധിക്കുക, അതിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? v ആണ്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ v ആണ്. ആൻഡ് ഇറ്റ് മേക്സ് ആൻ ആംഗിൾ തീറ്റ. സോ ഹിയർ ഇൻ ദിസ് കേസ് ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ എന്ത് ചെയ്യുന്ന അതിൽ ആക്ട് ചെയ്യുന്ന ടെൻഷൻസും കാര്യങ്ങളാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാൻ പോകുന്നത്. നോക്കിയോ, ഹിയർ ഇൻ ദിസ് കേസ് മക്കളെ നോക്കിയേ, ഇവിടെ എൻ്റെ മക്കൾ നോക്കിയേ, ഹിയർ ഇവിടെ ഒരു ടെൻഷൻ ഉണ്ടാവും, ദാറ്റ് ഇസ് നാണ് ടി. ഓക്കെ, ഒരു ടെൻഷൻ ഉണ്ടാവും, ദാറ്റ് ഇസ് നാണ് ടി. ഓക്കെ, ഞാൻ കറക്കുന്ന സമയത്ത് ഒരു ടെൻഷൻ ഉണ്ടാവും ഇൻ ദിസ് ഡയറക്ഷൻ. ആൻഡ് ഹിയർ നോക്കി മക്കളെ, ഇവിടെ ആ മാസ് എം എന്ന് പറഞ്ഞ മാസ് കാരണം അവിടെ മക്കൾ നോക്കിയേ ഒരു വെയിറ്റ്, ഓക്കെ, അല്ലെങ്കിൽ ഒരു ഫോഴ്സ് ആക്റ്റീവ് mg ഇൻ ദിസ് ഡയറക്ഷൻ. ആൻഡ് ഹിയർ മക്കൾ ശ്രദ്ധിക്കുക, ആ mgനെ ഞാൻ കമ്പൗണ്ട്സ് എടുക്കുന്ന സമയത്ത് ദിസ് വൺ ഇസ് തീറ്റ, ആൻഡ് ഹിയർ ദിസ് ഇസ് തീറ്റ, സോ ദിസ് mg എന്താണ് കോസ് തീറ്റ എന്ന് വരും. ആൻഡ് ദിസ് വൺ ഇസ് എന്താണ് mg സൈൻ തീറ്റ എന്ന് വരും. റെഡി? ഓൾ ഓഫ് യു നോ ദിസ്. ഓക്കെ, സോ ഇൻ ദിസ് കേസ് മക്കളെ, ഇനി നമുക്ക് ടെൻഷനുമായി ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് ഹിയർ ദ ടി മൈനസ് അതിൻ്റെ ഫോഴ്സുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത് കേട്ടോ. ടി മൈനസ് mg കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ദാറ്റ് ഇസ് ഈക്വൽ ടു സെൻട്രിപിറ്റൽ ഫോഴ്സ് ആട്ടോ, mv²/r എന്ന് വരും. ദിസ് ടി മൈനസ് mg കോസ് തീറ്റ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഈക്വൽ ടു mv²/r എന്ന് വരും. റെഡിയാണോ മക്കളെ? ക്ലിയർ ആണോ? ആൻഡ് ഹിയർ മക്കളെ ശ്രദ്ധിക്കുക, ഇതിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഹാഫ് എം, അതായത് യു എന്ന് പറഞ്ഞ ഇനീഷ്യൽ വെലോസിറ്റി ഞാൻ എറിഞ്ഞു, ഞാൻ അതിനെ കറക്കുന്ന സമയത്ത് അത് വി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു പോയിന്റിൽ എത്തുന്ന സമയത്ത് അവിടെ നിന്ന് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഹാഫ് എം ഇൻറ്റു u²-v², ദാറ്റ് ഇസ് ഈക്വൽ എന്ന് പറഞ്ഞാൽ mgh എന്ന് വരും കേട്ടോ. ദാറ്റ് ഇസ് അനദർ ഇക്വേഷൻ. റെഡി? ആൻഡ് ഹിയർ ദ തേർഡ് വൺ ഞാൻ പറയാൻ പോകുന്നു കേട്ടോ. നോക്കിക്കേ മക്കളെ, ഇവിടെ ഈ യു എന്ന് പറഞ്ഞ പോയിന്റ് നിന്ന് ശ്രദ്ധിക്കുക, ഈ ഫസ്റ്റ് ഇനീഷ്യൽ പോയിന്റ് നിന്ന് ഇവിടെ എത്തുന്ന സമയത്ത് ശ്രദ്ധിക്കുക, അവിടെ എന്ത് ചെയ്യുന്ന ഒരു നിശ്ചിതമായ ഹൈറ്റിൽ എന്ത് ചെയ്യുന്ന അത് മൂവ് ചെയ്യും അല്ലേ. സോ ദറ്റ് ഇസ് ദ ഹൈറ്റ് h, കുഴപ്പമില്ലല്ലോ. ആൻഡ് ദാറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് h ഈസ് ഈക്വൽ ടു r ഇൻറ്റു 1 - cos തീറ്റ എന്ന് വരും. കണ്ടോ? ക്ലിയർ ആണോ? ഫൈൻ, യെസ്, ഗുഡ്. എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലാവണ്ടോടാ? ഞാൻ രാത്രി 11 ക്ലാസ് എടുക്കുന്ന കാര്യമുണ്ടോ? ഓക്കെ, യെസ്. എനിവേ, ഈ യെസ് നോ അല്ലാതെ വേറെ ആർക്കൊന്നും പറയാനില്ല. ഓക്കെ, ദെൻ മക്കൾ നോക്കിയേ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നത്, സെയിം സർക്കിൾ ഒന്നുകൂടി വരയ്ക്കുകയാണേ. സെക്കൻഡ്.
വിച്ച് എച്ച് ആർ എന്ന് ചോദിക്കുകയാണെങ്കിൽ മക്കളെ ഒന്നിലടാ ഈ നോക്ക് ഇവിടെ നോക്ക് ഇനീഷ്യലി നിന്ന് ഈ ഒരു കല്ലുള്ള അല്ലെങ്കിൽ ഒരു ബോൾ ഉള്ളത് ഇവിടെയുള്ളത് ഈ ഒരു പോയിന്റിലുള്ളത് അല്ലേ അവിടെ നിന്ന് മക്കളെ ശ്രദ്ധിക്കുക ഇവിടെ എത്തുന്ന സമയത്ത് അത് തമ്മിലുള്ള ഹൈറ്റാണ് എച്ച് എന്ന് പറയുന്നത് അത് തമ്മിലുള്ള ഹൈറ്റ് ഓക്കെ അതാണ് അത് തമ്മിലുള്ള വേർട്ടിക്കൽ ഹൈറ്റാണ് എച്ച് എന്ന് പറയുന്നത് ഓക്കെ യെസ് നോക്കിയേ ഇനി അടുത്തൊരു കാര്യം പറഞ്ഞാൽ നോക്കിയേ ഞാൻ എന്ത് ചെയ്യുന്ന ഒരു വേർട്ടിക്കൽ ലെവലിൽ ഒരു കല്ലിനെ ഞാൻ എന്ത് ചെയ്യുന്നത് ഞാൻ എന്ത് ചെയ്യുന്നത് ഓക്കെ വേർട്ടിക്കൽ ലെവലിൽ എന്ത് ചെയ്യുന്നത് മൂവ് ചെയ്യാമെന്ന് വെച്ചോ അങ്ങനെയാണെങ്കിൽ നോക്കിയേ മക്കൾ നിങ്ങൾക്ക് തന്നെ അറിയാം ഒരു നിശ്ചിതമായ ഒരു സ്പീഡിൽ എന്ത് ചെയ്യുന്നത് മൂവ് ചെയ്യുകയാണെങ്കിൽ ഒരു നിശ്ചയമായ ഒരു മിനിമം സ്പീഡിൽ മൂവ് ചെയ്യുന്ന സമയത്ത് മാത്രമേ എനിക്ക് വേർട്ടിക്കൽ ലെവലിൽ എന്ത് ചെയ്യുന്നത് അതിനെന്ത് ചെയ്യുന്നത് ഓക്കെ വേർട്ടിക്കൽ സർക്കിളായിട്ട് അതിനെ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ ആം ആ റൈറ്റ് ഞാൻ സ്പീഡ് കുറച്ച് ആക്കുന്ന സമയത്ത് ഓഫ് കോഴ്സ് അത് കുറച്ച് മുകളിലേക്ക് വന്ന് തിരിച്ചു നിന്ന് ഇങ്ങോട്ട് തന്നെ വരും ആണോ അല്ലയോ റൈറ്റ് യെസ് യാ അങ്ങനെയാണെങ്കിൽ നോക്കിയേ ഇതിൻ്റെ റേഡിയസ് ഈ ഒരു സർക്കിളിൻ്റെ റേഡിയസ് 6 ആണെങ്കിൽ നോക്കിയേ ദിസ് ദ ലോവസ്റ്റ് പോയിന്റ് റൈറ്റ് ദിസ് ദ ലോവസ്റ്റ് പോയിന്റ് എൽ ആൻഡ് ദിസ് ദ ഹയസ്റ്റ് പോയിന്റ് എച്ച് എന്ന് ഞാൻ കൊടുത്തു ആൻഡ് ദിസ് 2 ആർ ഞാൻ എന്ത് എ ബി എന്ന് കൊടുത്തു ദാറ്റ് ഇസ് ദ ഹൊറിസോണ്ടൽ പോയിന്റ് ഓക്കെ കുഴപ്പമില്ലല്ലോ മക്കൾ നോക്കിയേ അങ്ങനെയാണെങ്കിൽ ഹിയർ നോക്കിയേ ലോവസ്റ്റ് പോയിന്റ് എൽ ഓക്കെ അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക മക്കളെ ഹിയർ ആ ലോവസ്റ്റ് പോയിന്റ് ശ്രദ്ധിക്കുക മക്കളെ ആ കറക്റ്റ് ഞാൻ ഒരു കല്ല് അല്ലേ ഒരു കയറ് കെട്ടി എന്ത് ചെയ്യുന്ന ഒരു കല്ലല്ലേ കയറ് കെട്ടിയിരുന്ന ഒരു കല്ലുണ്ട് ആ മക്കളെ അത് ഞാൻ എന്ത് ചെയ്യുന്നു ആ കയറിനെ ഞാൻ പിടിച്ചെന്ത് ചെയ്യുന്നു മക്കളെ നോക്കിയാൽ ലോവസ്റ്റ് പോയിന്റ് നിന്ന് ഞാൻ നിശ്ചയമായ വേഗതയിൽ എന്ത് ചെയ്യുന്നത് ഞാൻ നിന്ന് കറക്കുകയാണെങ്കിൽ മാത്രമേ അതൊരു ഫുൾ സർക്കിൾ എനിക്ക് കിട്ടുള്ളൂ ആം ഐ റൈറ്റ് സോ ഹിയർ ദ വെലോസിറ്റി ദ മിനിമം വെലോസിറ്റി നോക്കേ ഞാൻ കറക്റ്റ് ഇനി പോയിന്റ് പറയാൻ പോണേ ദ മിനിമം വെലോസിറ്റി അറ്റ് എൽ എന്ന് പറയുന്നത് വി എൽ ദാറ്റ് ഈസ് ഈക്വൽ ടു പഠിച്ചു വെച്ചോ ദാറ്റ് ഈസ് ഈക്വൽ ടു √5GR ആണ് √5GR ആണ് വരുന്നത് പഠിച്ചു വെച്ചോളൂ അങ്ങനെ തന്നെ പഠിച്ചാൽ മതി കേട്ടോ ഓക്കെ ആർ എന്ന് പറയുന്നത് യെസ് ഫോമിംഗ് ലൂപ്പ് അതന്നെ ഉദ്ദേശിച്ചു കേട്ടോ ഓക്കെ ആ സർക്കിൾ ഫുള്ളായിട്ട് നിന്ന് ആ കല്ലിനെ ചുറ്റാൻ വേണ്ടിയിട്ട് ദാറ്റ്സ് ഇറ്റ് ഓക്കെ ആർ എന്ന് വന്ന് ദ റേഡിയസ് ഓഫ് ദാറ്റ് എന്നാണ് വേർട്ടിക്കൽ സർക്കിൾ ആൻഡ് ജി ഇസ് ദി ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓക്കെ അപ്പോൾ ആ ഒരു എന്ത് ചെയ്യുന്ന മിനിമം വെലോസിറ്റി ഞാൻ എന്ത് ചെയ്യുന്ന ഓക്കെ അതിനെ നിന്ന് കറക്കുകയാണെങ്കിൽ മാത്രമേ അതൊരു ഫുൾ ലൂപ്പ് നിന്ന് കവർ ചെയ്യുള്ളൂ ആ കല്ല് ഓക്കെ ആൻഡ് ഹിയർ ദ ടെൻഷൻ അറ്റ് ദാറ്റ് പോയിന്റ് എന്ന് പറഞ്ഞത് ദാറ്റ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ഇസ് ടി ഈസ് ഈക്വൽ എന്ന് പറയുമ്പോൾ 6 mg എന്ന് വരും ready clear and the next one that is നോക്കിയേ ഇനി വെലോസിറ്റി at the highest point this is the velocity at the lowest point VL ഇനി വെലോസിറ്റി at the highest point highest point എത്തിയതിനു ശേഷം മക്കളെ അത് ഞാൻ കാണിച്ചു തരാം യെസ് ഇവിടെ ഒരു കുട്ടി ചോദിച്ചു √GR എന്തിനാണ് അതെല്ലാം കാണിച്ചു തരാം ഓക്കെ സോ ഹിയർ മക്കളെ ശ്രദ്ധിക്കുക വെലോസിറ്റി അറ്റ് ഹയസ്റ്റ് പോയിന്റ് ശ്രദ്ധിക്കുക ആ ലൂപ്പ് എന്ത് ചെയ്യുന്നത് യെസ് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ആവശ്യമുള്ള വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നോക്കിക്കേ VH എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ √GR ആണ് നോട്ട് ചെയ്ത് വെച്ചോ ദ മിനിമം വെലോസിറ്റി അറ്റ് പോയിന്റ് എച്ച് ആണ് VH എന്ന് കൊടുത്തു കേട്ടോ ദാറ്റ് ഈസ് ഈക്വൽ √GR വരുന്നത് ആൻഡ് അവിടെ നിന്ന് മക്കൾ ശ്രദ്ധിക്കുക ടെൻഷൻ നിന്ന് 0 കൊടുത്താൽ മതി കേട്ടോ ടെൻഷൻ നിന്ന് 0 ആയിരിക്കും ആ ഒരു പോയിന്റിൽ ടെൻഷൻ എന്തായിരിക്കും 0 ആയിരിക്കും റെഡി ആണോ ക്ലിയർ ആണോ യെസ് ഗുഡ് യാ ദ നെക്സ്റ്റ് വൺ മക്കളെ ശ്രദ്ധിക്കുക ഇനി ദ വെലോസിറ്റി അറ്റ് എ എന്ന് പറഞ്ഞത് ദാറ്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് ബി നോക്ക് ഇനി മക്കളെ ശ്രദ്ധിക്കുക ഒരു ഉദാഹരണം പറയാൻ നോക്കിക്കുക ആ കല്ല് അല്ലേ ആ കല്ല് അല്ലെങ്കിൽ ബോൾ എന്തായിക്കോട്ടെ ആ ബി എന്ന് പറഞ്ഞ പോയിന്റ് അല്ലെങ്കിൽ എ എന്ന് പറഞ്ഞ പോയിന്റ് ആ രണ്ട് ഹൊറിസോണ്ടൽ പോയിന്റ് അല്ലേ ഓൺ ദാറ്റ് പോയിന്റ് നിന്ന് മക്കളെ ശ്രദ്ധിക്കുക കറക്റ്റ് നിന്ന് ആ ലൂപ്പ് നിന്ന് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി ഞാൻ കൊടുക്കേണ്ട മക്കളെ ശ്രദ്ധിക്കുക വെലോസിറ്റി എന്ന് പറഞ്ഞത് ദാറ്റ് ഈസ് ഈക്വൽ ടു √3RG വരുന്നത് ആൻഡ് ഓൺ ദാറ്റ് ഹൊറിസോണ്ടൽ എന്ത് ചെയ്യുന്ന ആ സെക്ഷനിൽ എത്തുന്ന സമയത്ത് അവിടെ നമ്മൾ ടെൻഷൻ T ഈസ് ഈക്വൽ ടു 3mg ആണ് ഇതൊക്കെ വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊക്കെ എന്തെങ്കിലും ഷോർട്ടായിട്ട് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന സെക്ഷനാണ് വരുന്നത് കേട്ടോ ഇതിനപ്പുറം നിങ്ങൾക്ക് ഇനി ഈ സെക്ഷനുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ വരില്ല ദാറ്റ് ഐ ആം ഷുവർ ഗ്യാരണ്ടി ഓക്കെ ഞാനിപ്പോൾ നോക്കിയിരിക്കുന്ന നേരത്തെ കുട്ടികൾ ചോദിച്ചു എന്ത് ചെയ്യുന്ന സ്ക്രീൻഷോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ നമുക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്യാം ഓക്കെ ദിസ് ഇസ് ഫസ്റ്റ് സെക്ഷൻ റെഡി ആൻഡ് ദിസ് വൺ ഈസ് എന്നാണ് സെക്കൻഡ് സെക്ഷൻ ഒരു കുട്ടി ക്വസ്റ്റ്യൻ വെച്ചാൽ സർ ക്യാൻ ദി ടെൻഷൻ ബി ഗ്രേറ്റർ ദാൻ 0 in H
ഇല്ല, ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് വരുന്ന സമയത്ത് ജനറൽ ലെവലിൽ എന്തെങ്കിലും ടെൻഷൻ 0 ആണ്. ദെൻ കൂടാതെ എക്സെപ്ഷൻ കണ്ടീഷൻസ് ഉണ്ട്, അത് നിങ്ങൾക്ക് എന്തെങ്കിലും സിലബസ് വരുന്നില്ല കേട്ടോ. ഇതന്നെ സത്യം പറയുമെങ്കിൽ ഏറ്റവും മാക്സിമം ഞാൻ കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. റെഡി? ഓക്കെ, ഫൈൻ, ഓക്കെ ആണോ? വി എ ഈസ് ഈക്വൽ ടു വി ബി കൊടുത്താൽ മതി. ഞാൻ മാഗ്നിറ്റ്യൂഡ് മാത്രം മക്കളെ ഡിസ്കസ് ചെയ്യുന്നത്. വി എ ഈസ് ഈക്വൽ മൈനസ് വി ബി നിങ്ങളിപ്പം കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഡയറക്ഷൻസ് കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അതിൽ ചോദിക്കില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ കൊടുക്കാത്തത്. റെഡി? ക്ലിയർ? സോ മക്കളെ ശ്രദ്ധിക്കുക, ഇത്രയാണ് മക്കളെ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്. യെസ്, വർക്ക് എനർജിയുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ പെർഫെക്റ്റ്ലി, ട്രസ്റ്റ് മീ, പെർഫെക്റ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കവറപ്പ് ചെയ്ത് മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? 1 സെക്കൻഡ്, ആരൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്? ചാറ്റ് നോക്കിയില്ല. യെസ്, പെർഫെക്റ്റ്, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഗുഡ്. ഇനി മക്കൾ ശ്രദ്ധിക്കുക, നെക്സ്റ്റ് 4 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സെക്ഷനാണ്. ദാറ്റ് ഈസ് എന്താണ്, അതുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രോബ്ലംസ് ഇല്ലേ. വെറുതെ ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമല്ലോ. ഇപ്പോൾ ഫുൾ ഞാൻ A to Z ഞാൻ ഫുൾ കാര്യങ്ങൾ പറഞ്ഞില്ലേ. ഇനി മക്കൾ അതുമായി ബന്ധപ്പെട്ട് നിന്ന് ഫുൾ എന്തെന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഞാൻ പറയുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും കേട്ടോ, ഇക്വിലിബ്രിയം എല്ലാ കേസും, ഒരു കേസ് പോലും വിട്ടില്ല. നോക്കിക്കേ, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓൾമോസ്റ്റ് നമ്മളൊരു 9:30 സംതിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ബട്ട് നോക്കിക്കേ, ഏകദേശം ഒരു 10:19 ആവുന്ന സമയത്ത് ഓഫ് കോഴ്സ് എല്ലാ കാര്യം ക്ലിയർ ചെയ്തത്. ഇതിലൊരു കാര്യം കൂടി എക്സ്ട്രാ പറയാനല്ലോ കേട്ടോ, അത്രയ്ക്കും കാര്യങ്ങൾ ഫുള്ള് പറഞ്ഞേ, ഒരു ഷോർട്ട് ടേമിൽ ഫുൾ കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, എന്നാൽ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇവിടെ ലൈൻ്റെ ഒരു പ്രശ്നം വരുന്നല്ലോ. ഓക്കെ, മക്കൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആവുന്നുണ്ടോ? അത് ചെറിയ ലൈൻ പ്രശ്നം വരുന്നത്, ക്ലിയർ ആണോ? അതാ ഓക്കെ, അല്ലെങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചു തരാം. നോക്കിയേ മക്കളെ, ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത ക്വസ്റ്റ്യൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ നിങ്ങൾക്കില്ലേ എക്സ്പെക്റ്റഡ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ അല്ലേ വേണ്ടത്. എക്സ്പെക്റ്റഡ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് മക്കളെ ഒരു കാര്യം മനസ്സിലാക്കണം വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നത്, എക്സ്പെക്റ്റഡ് ലെവൽ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യണം. സോ പ്രീവിയസ് ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് ഒരുവിധ എല്ലാ സെക്ഷൻസ് ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സെറ്റ്. ഇനി മക്കളെ ശ്രദ്ധിക്കുക, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളോട് പേഴ്സണലി ചോദിക്കുകയാണ്. മക്കളെ, നിങ്ങൾക്ക് ഇപ്പം നമ്മുടെ ലൈക്ക് ഒരു ക്വസ്റ്റ്യൻ, ഫിസിക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ എത്ര സമയമെന്നറിയോ? എനി വൺ ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? ആദ്യം അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാതെ പിന്നെ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഫിസിക്സിൽ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലാക്കാനല്ല, ഒരു ക്വസ്റ്റ്യൻ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി എത്ര സമയം വേണം? എത്ര ടൈം വേണം? ആരെങ്കിലും പറ, കേൾക്കട്ടെ. ഞാൻ വെയിറ്റിംഗ് ആണേ. ഞാനിപ്പോൾ ഈ പനിയിട്ട് നല്ല ചെറുതായി പോയില്ലേ. ഓക്കെ, ഒരു ഇവിടെ വന്ന് ഫാത്തിമ വൈഫ് പറഞ്ഞു വെരി ഗുഡ്, കണ്ട ക്വസ്റ്റ്യൻ ആണെങ്കിൽ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ദെൻ 1 മിനിറ്റ് ഡിഫറെൻ്റ് ആണ്, 1 മിനിറ്റ്. ഓക്കെ, മക്കൾ ശ്രദ്ധിക്കടാ, ഇത് ഒരുവിധ എല്ലാ കുട്ടികളുടെ ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് വെച്ചാൽ 1 മിനിറ്റ് എന്ന് പറഞ്ഞ സംഗതി തെറ്റാട്ടോ. ഇപ്പം ചില അധികം സാറുമാരും പറഞ്ഞൊരു കാര്യമാണ് 180 ക്വസ്റ്റ്യൻസ് എന്നാണ്. 180 മീൻസ് വളരെ തെറ്റായ ഒരു ധാരണ കേട്ടോ. അത് ഒരിക്കലും അങ്ങനെ സംഭവമില്ല. ഓക്കെ, നമ്മൾ മക്കൾ ശ്രദ്ധിക്കുക, നമ്മൾ ഏറ്റവും മാക്സിമം സ്പീഡിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ പറയുക, ബയോളജി ചെയ്യാൻ പറ്റും വിത്തിൻ ഓക്കെ ഒരു ക്വസ്റ്റ്യൻ മേ ബി 20 സെക്കൻഡ് അത്രയ്ക്ക് എടുക്കുകയുള്ളൂ അല്ലേ മക്കളെ. അങ്ങനെ നമ്മൾ 20 സെക്കൻഡൊക്കെ വെച്ച് നമ്മൾ 90 ക്വസ്റ്റ്യൻസ് കവർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഫിസിക്സിലേക്ക് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രിക്ക് വരാൻ പോകുന്നത്. അത് വാട്ട് എവർ നിങ്ങൾക്ക് നിങ്ങൾ ഇൻട്രസ്റ്റിംഗ് ലെവലിൽ മൂവ് ചെയ്യാം. ഓൺ ദാറ്റ് ടൈം നിങ്ങൾക്ക് എങ്ങനെ വരികയാണെങ്കിൽ മക്കളെ ചെയ്യുക, 1 മിനിറ്റിന് കൂടുതൽ സമയം ഉണ്ടാവും. ഓക്കെ, സോ നിങ്ങൾ എന്താ വെച്ചാൽ മക്കളെ 2.5 മിനിറ്റ് ഒന്നും കേട്ടോ, അത് അങ്ങനെ പറയില്ല. നിങ്ങൾ 2.5 മിനിറ്റ് ഒന്നും ഇപ്പോൾ പറയല്ലേ. 2.5 മിനിറ്റൊക്കെ ലാസ്റ്റ് നിങ്ങൾ ചെയ്യുന്ന പെർഫോമൻസ് അനുസരിച്ചിരിക്കും. മക്കൾ ഒരു കാരണം വെച്ചാൽ ഫസ്റ്റ് ഫിസിക്സ് എടുത്ത് 1 മിനിറ്റ് ലെവലിൽ മൂവ് ചെയ്യരുത്. ഒരിക്കലും അങ്ങനെ മൂവ് ചെയ്താൽ നിങ്ങൾ കൺഫ്യൂസ് ആയി പോകും. വെച്ചാൽ ആ 1 മിനിറ്റിൽ നിങ്ങൾക്ക് ഒറ്റയടിക്കുക ഒരിക്കലും ആൻസർ കിട്ടില്ല. ട്രസ്റ്റ് മീ, ഒരിക്കലും ആൻസർ കിട്ടില്ല. സോ ഓൺ ദാറ്റ് ടൈം പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, അങ്ങോട്ട് ടെൻഷനായി പോകും. ടെൻഷൻ ആകുമ്പോൾ എല്ലാ കാര്യവും കയ്യിൽ നിന്ന് പോകും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്, റെഡി? യെസ്. സോ നമുക്ക് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ഇവിടെ എ ബ്ലോക്ക് ഓഫ് മാസ് എന്നാണ് 10 കിലോഗ്രാം. ഓക്കെ, മൂവിങ് ഇൻ എന്താണ് എക്സ് ഡയറക്ഷൻ. 1 സെക്കൻഡ്. ഓക്കെ, യെസ് മക്കൾ ശ്രദ്ധിക്കുക, എ ബ്ലോക്ക് ഓഫ് എന്നാണ് മാസ് എന്നാണ് 10 കിലോഗ്രാം മൂവിങ് ഇൻ എക്സ് ഡയറക്ഷൻ വിത്ത് എ കോൺസ്റ്റന്റ് സ്പീഡ് ഓഫ് എന്നാണ് 10 മീറ്റർ പെർ സെക്കൻഡ്. അത് ഈ സബ്ജക്റ്റഡ് ടു എ റിട്ടാർഡിംഗ് ഫോഴ്സ് എന്താണ് എഫ് എന്നുണ്ട് എത്രയാണ് -0.1x ജൂൾ പെർ മീറ്റർ ഡ്യൂറിങ് ഇറ്റ്സ് ട്രാവൽ ഫ്രം x equal 20 to 30 മീറ്റർ. ഇറ്റ്സ് ഫൈനൽ കൈനറ്റിക് എനർജി വിൽ ബി. ദാറ്റ്സ് ദ ക്വസ്റ്റ്യൻ. മക്കളെ ഇവിടെ നമ്മൾ ഏതാ യൂസ് ചെയ്യാറിയോ? ഓഫ് കോഴ്സ് വെരി ഗുഡ് ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്യുന്ന ആൻസർ ചെയ്തല്ലോ.
യെസ് യാ നോക്കിക്കേ ഹിയർ ഇൻ ദിസ് കേസ് മക്കൾ ശ്രദ്ധിക്കുക നമ്മൾ ഏതാ യൂസ് ചെയ്യാറിയോ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന വർക്ക് എനർജി തിയറമാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ യൂസ് ചെയ്യുന്നത് ആൻഡ് ഹിയർ അക്കോർഡിംഗ് ടു വർക്ക് എനർജി തിയറം പ്രകാരം വർക്ക് ഈസ് ഈക്വൽ ആണ് ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് എന്നാണ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി ആണ് സോ വി ഹാവ് ടു ഫൈൻഡ് ദി ഫൈനൽ കൈനറ്റിക് എനർജി സോ ഹിയർ ദ ഫൈനൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഈക്വൽ ടു W പ്ലസ് എന്താണ് ഇനീഷ്യൽ കൈനറ്റിക് എനർജിയാണ് റെഡി ഇനി മക്കൾ നോക്കിയേ ഹിയർ W എന്ന് പറഞ്ഞാൽ നോക്കിക്കേ ഇവിടെ മക്കൾ ശ്രദ്ധിക്കുക തന്നിരിക്കുന്ന ഫോഴ്സ് എന്താണ് ഫോഴ്സ് തന്നിരിക്കുന്നത് -0.1x തന്നിരിക്കുന്നത് അല്ലേ ആൻഡ് എന്നാൽ ഈ ട്രാവൽസ് ഫ്രം x = 20 to 30 എന്ന് പറയുകയാണെങ്കിൽ ഒറ്റയടിക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കടാ W എന്ന് പറഞ്ഞത് എന്തായിരിക്കും ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് ഇന്റഗ്രൽ എഫ് dx ആയിരിക്കും അല്ലേ ഒരു സംശയമില്ല ഡയറക്റ്റ് കൊടുത്താൽ മാത്രം മതി സോ ഹിയർ നോക്കിയാൽ ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ പോകണം ഫ്രം എവിടെ നിന്ന് അങ്ങോട്ട് 20 to 30 മക്കളെ ഫോഴ്സ് എന്താണ് -0.1x dx റെഡി പ്ലസ് നോക്കിക്കേ ഇനീഷ്യൽ കൈനറ്റിക് എനർജി എന്താണ് ഹാഫ് മാസ് എത്ര മക്കളെ 10 അല്ലേ ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു എന്താണ് 10² റെഡി ആണോ ക്ലിയർ ആണോ യെസ് സോ ഹിയർ മക്കളെ ശ്രദ്ധിക്കുക ഞാൻ ഡയറക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും നേരെ നമുക്ക് ചെയ്യാൻ പറ്റും ഹിയർ 0.1 ആദ്യം പുറത്തെടുത്തു സോ 0.1 പുറത്തെടുക്കുന്ന സമയത്ത് പടപടാണ്ട് ചെയ്യാൻ പറ്റും ഒരു കുഴപ്പമില്ലേ പവർ അറ്റേ സോ 0.1 അല്ലെങ്കിൽ -0.1 ഞാൻ പുറത്തെടുക്കുന്ന സമയത്ത് ഹിയർ -0.1 ഇൻറ്റു x dx എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് x² by 2 ആണ് വരുന്നത് അല്ലേ ഫ്രം ദ ലിമിറ്റ് ഫ്രം 20 to 30 ഓക്കെ പ്ലസ് നോക്കിയേ ഹിയർ ദ 2 10 5 ടൈംസ് സോ 5 into 10² എന്താ വരുന്നത് 500 എന്ന് വരും റെഡി അല്ലേ ക്ലിയർ അല്ലേ ആൻഡ് ഹിയർ നോക്കിയേ -0.1 by 2 ഞാൻ പുറത്തെടുത്തു ഇൻറ്റു മക്കൾ ശ്രദ്ധിക്കുക ഫസ്റ്റ് അപ്പർ ലിമിറ്റ് കൊടുക്കുക സോ 900 -400 പ്ലസ് എന്ത് വരും ഇവിടെ 500 എന്ന് വരും റെഡി അപ്പോൾ 900 -400 എന്താണ് 500 അല്ലേ 500 ഇൻറ്റു 0.1 എത്ര വരുന്നത് 50 by 2 എത്ര വരുന്നത് 25 സോ ഹിയർ -25 പ്ലസ് 500 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും 475 is the right answer 475 ജൂൾ is the right answer അപ്പോൾ എത്ര പേര് കിട്ടി യാ മാഷാഅല്ലാ അടിപൊളി യെസ് അതെവിടെ ഫസ്റ്റ് കിട്ടിയത് നമ്മളെ ഫാത്തിമ ഹൈഫൊക്കെ കിട്ടി കേട്ടോ വെൽ ഡൺ ഹൈഫ വെരി ഗുഡ് മോളെ യെസ് സോ ഹിയർ ദ ആൻസർ ഇറ്റ് ഷുഡ് ബി ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ എന്നാലും ഒരുപാട് കുട്ടികളെ ആൻസർ ചെയ്തേ വെരി ഗുഡ് ഇതേ മക്കളെ ശ്രദ്ധിക്കുക നെക്സ്റ്റ് വൺ ദാ ഇതും 2015 വന്ന ക്വസ്റ്റ്യൻ ആണ് കള്ളം പറയില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കറക്റ്റ് നോക്കാം അതെല്ലാം ഫുള്ള് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്ന കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ചെയ്യാൻ ഇത് പറ്റുമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയോ നിങ്ങളിപ്പോൾ നീറ്റിൽ നിന്ന് ഇപ്പം തന്നെ ആ എക്സ്പെർട്ട് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒരു പാകത്തിനായി റെഡി ഇനി നമുക്ക് റാങ്ക് എന്താണെന്ന് മാക്സിമം മേലോട്ട് എത്തിക്കാനുള്ള പണി മാത്രം നോക്കിയാൽ മതി ഓക്കെ നോക്കിക്കോ മക്കളെ ഹിയർ ദാ നോക്കിക്കേ ദ ഹാർട്ട് ഓഫ് എ മാൻ പമ്പ് എന്താണ് 5 liters ഓഫ് ബ്ലഡ് ത്രൂ ദി ആർട്ടറീസ് പെർ മിനിറ്റ് ഓക്കെ സോ ഹിയർ അങ്ങനെയാണെങ്കിൽ മക്കൾ ശ്രദ്ധിക്കുക മിനിറ്റ് അറ്റ് എ പ്രഷർ ഓഫ് എന്നാണ് 150 mm ഓഫ് മെർക്കുറി അതായത് 150 mm ഓഫ് മെർക്കുറി ആണെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യുന്നത് കറക്റ്റ് പാസ്കലിലേക്ക് കൺവേർട്ട് ചെയ്യണം അല്ലേ ഓക്കെ ഇഫ് ദ ഡെൻസിറ്റി ഓഫ് മെർക്കുറി എന്നുള്ളത് 13.6 into 10⁻³ kilogram per meter cube ആൻഡ് ആക്സലേഷൻ ടു ഗ്രാവിറ്റി G എന്താണ് 10 meter/second² എന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ദ പവർ ഓഫ് ഹേർട്ട് ഇൻ വാട്ട് ഈസ് നോക്കണേ വല്ലാത്തൊരു ക്വസ്റ്റ്യൻ അല്ലേ ഓക്കെ മക്കളെ ഹിയർ ഫസ്റ്റ് എന്തൊക്കെയാണ് നോക്കിയത് ദ റേറ്റ് ഓഫ് ദ ഹാർട്ട് ഓഫ് എ മാൻ പമ്പ് 5 liters പെർ മിനിറ്റ് ആണ് നിൽക്കുന്നത് അല്ലേ സോ ഹിയർ ദ റേറ്റ് ഓഫ് എന്താണ് ഹാർട്ട് അല്ലെങ്കിൽ റേറ്റ് ഓഫ് എന്താണ് പമ്പിങ് ഓക്കെ dV/dt എന്ന് കൊടുത്തു ദാറ്റ് ഈസ് ഈക്വൽ ടു മക്കൾ എന്താണ് 5 liters 5 into 10⁻³ ബൈ മിനിറ്റ് ആട്ടോ മിനിറ്റ് എന്ന സമയത്ത് നമുക്കറിയാലോ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ബൈ 60 അടുക്കട്ടെ റെഡി ആൻഡ് ഹിയർ നോക്കിയേ പ്രഷർ എന്ന് വരുന്ന സമയത്ത് ഓക്കെ പ്രഷർ വരുന്ന സമയത്ത് ഹിയർ മക്കളെ P ഈസ് ഈക്വൽ ടു നോക്കണേ ഇവിടെ 150 mm ആണ് നിൽക്കുന്നത് അല്ലേ അപ്പോൾ നമുക്ക് H ആണ് നിൽക്കുന്നത് H അതാണ് നിൽക്കുന്നത് 150 mm എന്ന് പറയുമ്പോൾ H ഈസ് ഈക്വൽ ടു 0.15 എന്ന് വരും അല്ലേ സോ ഹിയർ 0.15 ഇൻറ്റു ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ 13.6 ഇൻറ്റു 10⁻³ ഇൻറ്റു എന്താണ് G 10 റെഡി ആണോ ക്ലിയർ ആണോ യെസ് അങ്ങനെയാണെങ്കിൽ മക്കളെ ശ്രദ്ധിക്കുക നോക്കാം ഇതെന്താ ഇക്വേഷൻ അറിയില്ല നിങ്ങൾക്ക് ഏതാ ഇക്വേഷൻ ഏതാണ് ദിസ് HρG ഇതാണ് ഇക്വേഷൻ വരുന്നത് അല്ലേ ആൻഡ് ഹിയർ മക്കളെ പവർ എന്ന് പറഞ്ഞത് ദാറ്റ് ഈസ് ഈക്വൽ എന്നാണ് ദാറ്റ് പ്രഷർ ഇൻറ്റു dV/dt ആണ് വരുന്നത് ചെയ്തൂടെ പ്രഷർ ഇൻറ്റു റേറ്റ് ഓഫ് എന്താണ് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ദി ബ്ലഡ് ദാറ്റ്സ് ദ ആൻസർ സോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എത്ര കിട്ടി നിങ്ങൾക്ക് ഒരുപാട് വീട്ടിലെ ആൻസർ പറഞ്ഞല്ലോ കറക്റ്റ് ആൻസർ പറഞ്ഞു കേട്ടോ സോ ഹിയർ
that is equal to 0.15 into 13.6 into എന്താണ് 10 raised to 3 into 10 അല്ല 10 raised to 4 into എന്താ മക്കളെ വരാം 5 into 10 raised to minus 3 all divided by 16 കൊടുക്കാൻ പറ്റൂലേ. സോ ഹിയർ 4 ആൻഡ് മൈനസ് 3 നമുക്ക് ക്യാൻസൽ പറ്റും. സോ ഹിയർ 1 മാത്രം വരും. ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഓഫ് കോഴ്സ് യു ഗെറ്റ് 1.7 കിട്ടും. റെഡി? ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. യാ വെരി ഗുഡ് വെരി ഗുഡ്. എന്താ മക്കൾ അടിപൊളി മക്കളാണുള്ളത്. നമുക്ക് ഇവിടെ ആൻസർ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന ആരാണ്? യെസ്, മുംതാസാണ് പറഞ്ഞത് കേട്ടോ. കൺഗ്രാജുലേഷൻ മുംതാസ്. ദെൻ ആരും ഒട്ടും പരിഗണന കേട്ടോ, എല്ലാവരും നോക്കുക കണ്ടോ. ഇതാണ് മക്കൾ ശ്രദ്ധിക്കുക, മനസ്സിലാക്കണം. നോക്കിക്കേ, ഇവിടെ 10.26 PM വരുന്ന സമയത്തില്ലേ, അതായത് 10:26 വരുന്ന സമയത്ത് ഇവിടെ നോക്കി ഒറ്റ സെറ്റിൽ തന്നെ എത്ര പിള്ളേർ ചെയ്യുന്നുണ്ട്? 10ന് മുകളിൽ പിള്ളേർ ചെയ്യുന്നുണ്ട്. 10 എന്നല്ല, ഒരു 11-15 പിള്ളേരും ചെയ്യുന്നുണ്ടാവും കേട്ടോ. നോക്കി, ഞാൻ അവിടെ നോക്കുകയാണ് നിങ്ങൾ ഇതിൽ. സോ ഇതാണ് മക്കളെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ഈ രീതിയിൽ തന്നെ കോമ്പറ്റീഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ നീറ്റ് എക്സാമിന്. ഓക്കെ, യെസ്. ദെൻ നെക്സ്റ്റ് വൺ, യാ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും, നോക്കാം. ചെയ്യാൻ പറ്റുമോ നോക്കണേ. ഇതൊക്കെ ഞാൻ പറഞ്ഞാൽ, ഇതൊക്കെ ഞാൻ പറയണം മക്കളെ ശ്രദ്ധിക്കുക, വെറുതെ പറയില്ല. ഇതൊക്കെ എക്സ്പെക്ട് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ അതിനെടുത്ത് വന്ന ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങൾക്ക് അതിൻ്റെ എക്സ്പെക്ടേഷൻ മനസ്സിലാക്കണേ. ദാൻ ദി പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ലോങ് സ്പ്രിംഗ് വെൻ സ്ട്രക്ചർഡ് ബൈ 2 centimeters എന്നാണ് യു ആണെന്ന് വെച്ചോ. സോ ഇഫ് ദ സ്പ്രിംഗ് ഈസ് സ്ട്രക്ചർഡ് ബൈ 8 centimeters ആണെങ്കിൽ ദ പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ ഇറ്റ്. ദാറ്റ്സ് ദ ക്വസ്റ്റ്യൻ. ഇറ്റ്സ് വെരി ഈസി ടു ഡു. ചെയ്യാൻ പറ്റുമായിരിക്കും. ചെയ്യാൻ പറ്റുമോ? യാ, വീണ്ടും എന്താണ് നമ്മുടെ ഓരോ ടൈമിലും ഓരോരുത്തരാണല്ലോ സ്കോർ ചെയ്യുന്നത്. മുസ്തഫ സ്കോർ ചെയ്ത് ബി ആണല്ലേ, ഓപ്ഷൻ ബി എന്ന് പറഞ്ഞു. നോക്കാം മക്കളെ ശ്രദ്ധിക്കുക. നമുക്കറിയാം ഹിയർ യു എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ എന്നാണ് ½ kx² അല്ലേ, ½ kx² വരുന്നത്. ആൻഡ് ഹിയർ ഫസ്റ്റ് വണ്ണിൽ മക്കളെ ശ്രദ്ധിക്കുക, ഇവിടെ പറഞ്ഞത് പ്രകാരം എന്ത് ചെയ്യുന്നത് നോക്കി, എന്താ പറഞ്ഞത്? u1 ഞാൻ കൊടുത്തു, ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് എന്താണ് k ഇൻറ്റു 2² ദാറ്റ് ഈസ് ഈക്വൽ ടു u. റെഡി? Then u2 ആണ് പറയുന്നത്. u2 that is equal to half k into 8 centimeter എന്ന് സ്ട്രക്ചർ ചെയ്യാൻ സമയത്ത് അല്ലേ. സോ 8² that is equal to എന്താണെന്ന ക്വസ്റ്റ്യൻ മക്കളെ. ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. സിംപ്ലി എന്ത് ചെയ്യുന്നത്? ഇക്വേഷൻ നമ്പർ 2 ഡിവൈഡ് ബൈ 1 ചെയ്താൽ മതി. സോ ഇക്വേഷൻ നമ്പർ 2 ഡിവൈഡ് ബൈ 1 ചെയ്യാൻ സമയത്ത് യു ഗെറ്റ് ദി ആൻസർ. ദാറ്റ്സ് ഇറ്റ്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, സോ ഇക്വേഷൻ നമ്പർ 2 ഡിവൈഡ് ബൈ 1 ചെയ്യുന്ന സമയത്ത് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്? ഇത് ക്യാൻസൽ ചെയ്യൂലേ, ഇത് ക്യാൻസൽ ചെയ്യാൻ പറ്റും. റെഡി? സോ 2 ഡിവൈഡ് ബൈ 1 വരുന്ന സമയത്ത് എന്താണ്? 8² ബൈ 2² എന്ന് വരും അല്ലേ, ശരിയല്ലേ? 8² ബൈ 2² ദാറ്റ് ഈസ് ഈക്വൽ ആണ് u2 ബൈ u1. u1 എന്താണ്? u ആണേ. ഓക്കെ, സോ 64 ബൈ 4 ദാറ്റ് ഇസ് എന്താണ്? 16 എന്ന് വരും അല്ലേ. സോ u2 ദാറ്റ് ഈസ് ഈക്വൽ u2 ബൈ u1 എന്താണ്? u ആണേ, ദാറ്റ് ഈസ് ഈക്വൽ 16. So u2 is equal to 16. u is the right answer. നോക്കണേ, വന്ന ക്വസ്റ്റ്യനാണ്. നിങ്ങൾ നിസ്സാരമായിരിക്കണ്ട. നിങ്ങൾക്കിത് സിമ്പിളായി കിട്ടുമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയോ, നിങ്ങൾ ഏകദേശം നിന്ന് ആയിട്ടുണ്ട്. യെസ്, എന്താണ് അത്യാവശ്യം നിങ്ങൾ നീറ്റ് എഴുതാൻ ഉഷാറായിട്ടെന്ന് മനസ്സിലാക്കിയോ. ഓക്കെ, റെഡി? പിന്നെ മക്കൾക്ക് അറിയാമല്ലോ, ഈ ഒരു വർഷം മക്കളെ ശ്രദ്ധിക്കുക, അത്യാവശ്യം കമ്പാരിറ്റീവ്ലി എന്ത് ചെയ്യുന്നത് കുറച്ചൊന്ന് ഈസി ആയിരിക്കും, കമ്പാരിറ്റീവ്ലി ഈസി ആയിരിക്കും. ഓക്കെ, അതൊന്ന് മൈൻഡിൽ ഉണ്ടായിക്കോട്ടെ. അത് വെച്ച് നിങ്ങളിത് പഠിക്കാതെ പോലെ ചെയ്യേണ്ടത്. നിങ്ങളെന്ന് വെച്ചാൽ ഒരുപാട് ഹെവി ഹാർഡിലേക്ക് പോവാതെ എന്ത് ചെയ്യുന്നത് NCERT മാത്രം ഫോക്കസ് ചെയ്ത് പോയാൽ ഡെഫിനറ്റ്ലി ഈ വർഷം കിട്ടിയിരിക്കും. ഓക്കെ, യെസ്. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മൾ റെസിഡൻഷ്യൽ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മക്കളെ ശ്രദ്ധിക്കുക. നിങ്ങൾ ഇപ്പോൾ അധികം കുട്ടികൾക്ക് ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ ലൈക്ക് ഇപ്പം നല്ല റാങ്ക് കിട്ടി, ഫൈൻ, മീൻസ് കോളേജ് കിട്ടി, പക്ഷേ എന്താ വെച്ചാൽ നമ്മൾ ഉദ്ദേശിച്ച കോളേജ് കിട്ടിയില്ല, അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ നല്ല ഹൈ എന്തെന്ന് പ്രൊഫൈലുള്ള എന്തെന്ന് കോളേജിൽ പഠിക്കണമൊക്കെ ആഗ്രഹം ഉണ്ടാവും. അവർക്കൊക്കെ എന്തെന്ന് ഇപ്പോൾ തന്നെ റിപ്പീറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനത്തെ ഒരുപാട് കുട്ടികൾ നമ്മൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, യെസ്, റെഡി മക്കളെ. നെക്സ്റ്റ് വൺ നോക്കി, തുടങ്ങിയോ. കട്ട് ഓഫ് മക്കളെ, കട്ട് ഓഫ് ആണ് നിങ്ങൾ ചോദിക്കാൻ ഒരിക്കലും പാടില്ല. ചില ഈ വർഷമൊക്കെ എന്തായാലും കട്ട് ഓഫ് കൂടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അത് മാത്രം പറയാൻ പറ്റും. കട്ട് ഓഫ് ഈ വർഷമൊക്കെ കുറച്ച് കൂടാൻ ചാൻസ് ഉണ്ട് എന്തായാലും. യെസ്, ദെൻ നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 4. മക്കൾ നോക്കിക്കേ, എന്താ നോക്കിക്കേ. എ ഫോഴ്സ് എന്താണ്? ആക്സ് എന്താണ്? ഓൺ എ 3 gram particle. Okay, 3 gram particle in such a way that the position of a particle as a function of time is given by x എന്നല്ലേ. Where the x is in meter, time is in second, then the work done during first 4 seconds is. Yeah, very good Mumtaz, very good. Mumtaz repeat ആണോ മുംതാസേ? ഒറ്റയടിക്ക് ആൻസർ പറഞ്ഞല്ലോ. Yeah, very good. Yeah, so here മക്കളെ ശ്രദ്ധിക്കുക, എങ്ങനെ ചെയ്യുക? ഞാൻ ചെയ്തു തരണോ അല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകണോ? നിങ്ങൾ പറയുകയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ചെയ്തു തരുന്നെങ്കിൽ ചെയ്തുതരാം. മക്കൾ പറഞ്ഞ മാതിരി ഞാൻ നിങ്ങൾ ഇതാ വായിക്കുന്നത് കേട്ടോ. ഒരുവിധം എല്ലാവരും കുട്ടികളും പറയുന്നുണ്ടല്ലോ. യാ മാഷാ അല്ലാ, വെരി ഗുഡ്.
കണ്ടോ, ഇപ്പോഴാണ് ഈ രാത്രി ഈ അർദ്ധരാത്രിയൊക്കെ ഇരിക്കുന്നതിലൊരു കാര്യം ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഞാനത് ചെയ്തു തരണോ മക്കളൊന്ന് പറ, അല്ലെങ്കിൽ ഞാൻ നേരെ എന്ത് ചെയ്യുന്ന ഡയറക്റ്റ് എന്ത് ചെയ്യുന്ന നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ചെയ്യണം. ഓക്കെ, ഗുഡ്, ചെയ്തുതരാം. നോക്കിക്കേ, ഹിയർ നോക്കിക്കേ, വർക്ക് ഡൺ ഡ്യൂറിങ് ദി ഫസ്റ്റ് 4 സെക്കൻഡ് ആവശ്യിക്കുന്നത് അല്ലേ മക്കളെ. ഓൺ ദാറ്റ് ടൈം നോക്കിക്കേ, ഹിയർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ dx/dt അല്ലേ. ഡയറക്റ്റ് ചെയ്തോ, വേഗം ചെയ്തോ. dx/dt എന്ന് പറയുമ്പോൾ നോക്ക്, ഞാൻ ഇവിടെ നിന്ന് ചെയ്യാണ്, നേരെ ചെയ്യണേ, കുഴപ്പമില്ല. നോക്ക് 3t ഞാൻ ചെയ്യുന്ന സമയത്ത് 3 മൈനസ് 4t² ചെയ്യുന്ന സമയത്ത് ഞാൻ ഡയറക്റ്റ് ചെയ്യണേ. ഓക്കെ, യെസ്, എന്ത് വരും, നമ്മൾ 4t² ചെയ്യുന്ന സമയത്ത് 8t പ്ലസ് എന്ത് വരും 3t² എന്ന് വരും മക്കളെ. ഇനി ഈസിയാണ്. അറ്റ് ഒരുപാട് കുട്ടികൾ നിന്ന് നെക്സ്റ്റിലേക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ മക്കളെ ചില കുട്ടികൾക്ക് നിന്ന് ക്വസ്റ്റ്യൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിച്ചൊന്ന് റിവിഷൻ ചെയ്യടാ, ഒന്ന് റിവൈസ് ചെയ്യുക, അപ്പോൾ ബാക്കിയുള്ള കുട്ടികൾക്കും കിട്ടിക്കോളും. ഓക്കെ, നോക്കി അറ്റ് ടൈം ഇസ് 0 സെക്കൻഡ് ആണെങ്കിൽ ഫസ്റ്റ് 4 സെക്കൻഡിൽ, അപ്പോൾ ഇനീഷ്യലും ഫൈനലും കാണാം. ഓക്കെ, സോ ഇനീഷ്യൽ ടൈം ഇസ് 0 അല്ലേ. സോ ഹിയർ v1 ദാറ്റ് ഇസ് ഈക്വൽ, മക്കളെ ടൈം 0 കൊടുക്കുന്ന സമയത്ത് ഓഫ് കോഴ്സ് എന്താ സംഭവിക്കുക, ഈ ഇക്വേഷനിലേക്കാണ് ടൈം 0 കൊടുക്കേണ്ടത് അല്ലേ. സോ ഈ ഇക്വേഷൻ ടൈം 0 കൊടുക്കുന്ന സമയത്ത് ഓഫ് കോഴ്സ് എന്നാണ് v1 ഇസ് 3 മീറ്റർ പെർ സെക്കൻഡ് വരും. ഇനി നോക്കിക്കേ, എന്താണ്, യെസ്, t ഈസ് ഈക്വൽ 4 സെക്കൻഡ് ആകുമ്പോൾ 0 to 4 സെക്കൻഡ് ഇല്ല, അപ്പോൾ ഇനീഷ്യലും ഫൈനൽ എടുക്കാൻ ചെയ്യുന്നത് കേട്ടോ. ഞാൻ നോക്കിക്കേ, t ഈസ് ഈക്വൽ 4 സെക്കൻഡ് വരുന്ന സമയത്ത് v2 ഈസ് ഈക്വൽ ടു, മക്കൾ എന്ത് ചെയ്യുന്നത് അവിടെ വാല്യൂ കൊടുത്തോ, അപ്പോൾ എന്ത് വരും 3 മൈനസ് 8 ഇൻറ്റു 3 പ്ലസ് 3 ഇൻറ്റു എന്താണ് 3² എന്ന് വരും. മക്കളെ ചെയ്ത് നോക്കടാ. ഹിയർ v2 എന്ന് പറഞ്ഞത് 3 മൈനസ് 24 പ്ലസ് എന്താണ് 3 ഇൻറ്റു എന്താണ് 9 27, സോറി നോട്ട്, വൺ സെക്കൻഡ് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റുക വെച്ചാൽ ഹിയർ 3 ഇൻറ്റു 4 ആട്ടോ, 4 ആയിരുന്നു റൈറ്റ്. സോ 4² ഓക്കെ. സോ ഹിയർ എന്താണ് 3 മൈനസ് എന്ത് വരും 32 പ്ലസ് 48 എത്ര വരും, യെസ് 19 എന്ന് വരും, 19 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും. റെഡി. സോ ഇനീഷ്യൽ കിട്ടി, ഫൈനൽ വെലോസിറ്റി കിട്ടി അല്ലേ. ഈ മക്കളെ ശ്രദ്ധിക്കുക, നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ സിമ്പിളി എന്ത് ചെയ്യുന്നു, വർക്ക് ആൻഡ് തീർത്തിൽ കൊടുത്താൽ മതി. ഹിയർ ദ W ദാറ്റ് ഇസ് ഈക്വൽ എന്നാണ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി, ദാറ്റ് ഇസ് എന്താണ് ഹാഫ് m ഇൻറ്റു ഫൈനൽ വെലോസിറ്റി എന്താണ്, യെസ് v2² മൈനസ് v1². ഞാൻ ഒറ്റതിൽ ചെയ്യാണ്, കുഴപ്പമില്ലല്ലോ, ഒറ്റതിൽ ഡയറക്റ്റ് കൊടുക്കുകയാണേ. ദിസ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി, അപ്പോൾ ഹാഫ് mv2² മൈനസ് ഹാഫ് mv1² വരുന്നത്. ഞാൻ അതിനെന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒറ്റതിൽ ഞാൻ കൊടുത്തു, കുഴപ്പമില്ലല്ലോ. യെസ്, സോ മക്കളെ ഡയറക്റ്റ് കൊടുത്തു, ദാറ്റ് ഇസ് ഈക്വൽ എന്ത് വരും, ദാറ്റ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു മക്കൾ വാട്ട് ഇസ് ദ മാസ് ഹിയർ 3 gram. സോ പ്ലീസ് കൺവേർട്ട് ഇറ്റ് ഇൻറ്റു കിലോഗ്രാം. സോ 3 ഇൻറ്റു 10⁻³ ഇൻറ്റു 361 അല്ലേ, 19² 361 ആണ് വരുന്നത് അല്ലേ, മൈനസ് മക്കളെ 3² എന്ന് പറഞ്ഞാൽ 9. ഓക്കെ, സോ എന്ത് വരും, ഹാഫ് ഇൻറ്റു 3 ഇൻറ്റു 10⁻³ 361 മൈനസ് 9 എത്ര വരും, 352. ഓക്കെ, 352 ഞാൻ തരുന്ന 2നെ കൊണ്ട് ഞാൻ അതൊന്ന് കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ 176 എന്ന് വരും. സോ 176 ഇൻറ്റു 3 എന്ന് വരുന്ന സമയത്ത് ദാറ്റ് ഇസ് 528 എന്ന് വരും അല്ലേ, ഇൻറ്റു 10⁻³ ജൂൾ. സോ ഇതിന് ഞാൻ 528 മില്ലി ജൂൾ എന്ന് എഴുതും. സോ വെൻ വി ഗോ ഫോർ ദി ഓപ്ഷൻ ഹിയർ 528 ഉണ്ടോ, ഇല്ല. സോ നമ്മൾ എന്തെടുക്കും, ഇറ്റ്സ് അപ്രോക്സിമേറ്റ് ഈക്വൽ ടു 530 എന്തെന്ന് മില്ലി ജൂൾ എന്ന് എടുക്കും. എൻ്റെ മക്കൾ ഓക്കെ ആണല്ലോ, ആൻഡ് താങ്ക് യു വെരി മച്ച് ഫോർ എന്തായിരുന്നു അതേഴ്സ് എന്തായിരുന്നു എല്ലാവരും നിന്ന് ബാക്കി കുറച്ച് കൂട്ടിൽ നിന്ന് ക്യാൻസർ കിട്ടിയ ആൾക്കാരുണ്ട്, അവർ സഹകരിച്ചതിന് വളരെ നന്ദി. ഓക്കെ, യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. എന്താടാ എനർജി പോയാ പവർ അറ്റേ. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യെസ് ഡു ഇറ്റ്. This is the question here. This is the question. ഒരു ചെറിയൊരു ലൈൻ വരുന്നുണ്ടല്ലേ. ഓക്കെ, മക്കൾ തുടങ്ങിക്കോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഈ മുംതാസ് ആണല്ലോ ഫുള്ള് ഫസ്റ്റ് പിടിക്കുന്ന മുംതാസേ. Very good. Okay, a force of 250 newtons is required to lift a 75 kilogram mass through a pulley system. Okay, in order to lift the mass through 3 meter, the rope has to be pulled through 12 centimeter. The efficiency of the system is. Of course, ഒരുപാട് കുട്ടികളിൽ നിന്ന് ഓപ്ഷൻ പറയുന്നുണ്ട്. സോ മക്കളെ ശ്രദ്ധിക്കാൻ ഡയറക്റ്റ് ആൻസറിലേക്ക് പോകണ ആവശ്യമുണ്ടോ? ഇത് മക്കളെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്,
പ്രീവിയസിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ നല്ല എക്സ്പെക്ട് ചെയ്തിട്ടോ. ഇത് പ്യുവർ നീറ്റ് ആട്ടോ, വേറെ ഉഡായ്പ ലെവൽ ക്വസ്റ്റ്യൻസ് വരുന്നത് പ്യുവർ നീറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ചെയ്തുതരാം. ഏതാ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത് ഇതാണ്. എഫിഷ്യൻസി ദാറ്റ് ഇസ് ഈക്വൽ എന്നാണ് ഇൻപുട്ട് പവർ അല്ലെങ്കിൽ ഇൻപുട്ട് വർക്ക് ബൈ ഔട്ട്പുട്ട് വർക്കാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഇൻപുട്ട് വർക്ക് ബൈ എന്താണ് ഔട്ട്പുട്ട് വർക്കാണ് യൂസ് ചെയ്യേണ്ടത്. ചെയ്തു തരണോ? ഗുഡ്. ഓക്കെ മക്കളെ, സോ ഹിയർ ചെയ്തു തരണമെങ്കിൽ ചെയ്തുതരാം. ഒരുപാട് കുട്ടികൾ ഓപ്ഷൻ പറഞ്ഞു, സോ അതാണ് ചോദിക്കുന്നത് ഞാൻ. ചെയ്യണം. ഓക്കെ ഗുഡ്. എന്തായാലും ചെയ്തുതരാം. മക്കളെ ശ്രദ്ധിക്കുക, ഇവിടെ നോക്കിയേ ഒരു 250 ന്യൂട്ടൺ എന്താണ് ആവശ്യമുണ്ട് എന്തെങ്കിലും ലിഫ്റ്റ്. എന്തിന്? 75 കിലോഗ്രാം എന്തായിരുന്നു വെയിറ്റ് ഉള്ള അല്ലെങ്കിൽ മാസ് ഉള്ള ലിഫ്റ്റിന് എന്ത് ചെയ്യുന്ന ഞാൻ എന്ത് ചെയ്യുക 250 ന്യൂട്ടൺ എന്ത് ചെയ്യുന്നത് കൊടുക്കുകയാണെങ്കിൽ കൊടുക്കുക ചെയ്യുന്നത് ഇവിടെ ഒരു പുള്ളി സിസ്റ്റത്തിൽ അല്ലേ. സോ ഇൻ ഓർഡർ ടു ലിഫ്റ്റ് ദി മാസ് ത്രൂ 3 മീറ്റർ 3 മീറ്റർ അതിനെ ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ ദ റോപ്പ് ഹാസ് ടു ബി പുൾഡ് ത്രൂ 12 മീറ്റർ. അങ്ങനെയാണെങ്കിൽ റോപ്പ് നമ്മൾ എന്ത് ചെയ്യുന്നത് വലിക്കണം. എത്ര? 12 മീറ്റർ എന്ത് ചെയ്യുന്നത് വലിക്കണം. അങ്ങനെ വരുന്ന സമയത്ത് സോറി 1 സെക്കൻഡ്, ഹിയർ ഒരു ചെറിയ മിസ്റ്റേക്ക്. ഞാൻ പറഞ്ഞത് സംഭവം ശരിയാണ്, പക്ഷേ ഏതിയപ്പോൾ മാറിപ്പോയിട്ടോ. ഹിയർ ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ടാണേ. ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ടാണ് വരുന്നത്. ഔട്ട്പുട്ട് വർക്ക് ബൈ ഇൻപുട്ട് വർക്കാണ് വരുന്നത്. യെസ്, റെഡി. സോ ഹിയർ ദാറ്റ് ഇസ് കോൾഡ് എഫിഷ്യൻസി. ഞാൻ ഇതിനു മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ എഴുതിയപ്പോൾ ജസ്റ്റ് അങ്ങോട്ടും ഉണ്ടായതാണ്. ഓക്കെ ദെൻ സോ ഹിയർ മക്കൾ ശ്രദ്ധിക്കുക, ഇവിടെ മക്കൾ നോക്കിക്കേ. ഹിയർ ദ എച്ച് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ മക്കൾ ശ്രദ്ധിക്കുക എത്ര വരുന്നത് അറിയോ? 3 മീറ്ററാണ് വരുന്നത്. 3 മീറ്ററാണ് വരുന്നത്. സോ ഹിയർ മക്കൾ നോക്കുക, വർക്ക് ഡൺ എന്ന് പറഞ്ഞത് ദാറ്റ് ഇസ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ആണ് വരുന്നത്. സോ ഫോഴ്സ് എത്ര വരുന്നത് മക്കളെ? 250 ഇൻറ്റു ഹിയർ ദ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ് മക്കളെ ശ്രദ്ധിക്കുക? റോപ്പ് പുൾ ചെയ്യുന്നത് 12 എന്താണ് മീറ്ററാണ് പുൾ ചെയ്യുന്നത് അല്ലേ. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു മക്കൾ എത്ര വരും? 250 ഇൻറ്റു 12 എത്ര വരും? 250 ഇൻറ്റു 12 ഓഫ് കോഴ്സ് 3000 ജൂൾ എന്ന് വരും. ഓക്കെ, സോ ദാറ്റ് ഇസ് എന്താണ് ഇൻപുട്ട് വർക്ക്. ദാറ്റ് ഇസ് ഈക്വൽ ടു ഇൻപുട്ട് വർക്ക് എന്ന് വരും. ഓക്കെ, അങ്ങനെ അത് ഞാൻ റോപ്പിൽ കൊടുക്കുന്ന എന്താണോ അതാണ് ഇൻപുട്ട് വർക്ക്. ഓക്കെ, അത് കാരണം മക്കൾ ശ്രദ്ധിക്കുക, എനിക്ക് ലിഫ്റ്റ് നിന്ന് 3 മീറ്റർ മൂവ് ചെയ്യുന്നു അല്ലേ. 3 മീറ്റർ അപ്വേർഡ് ലെവലിലേക്ക് മൂവ് ചെയ്യുന്നു. അതാണ് മക്കൾ എന്ത് ചെയ്യുന്ന ഔട്ട്പുട്ട് വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹിയർ മക്കൾ ശ്രദ്ധിക്കുക, ഹിയർ ദി ഔട്ട്പുട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, ദ W that is equal to മക്കളെ എന്താ പറയുക? mgh. അത് h എന്ന ഹൈറ്റിൽ മൂവ് ചെയ്യുന്നത്. റോപ്പെ അങ്ങനെ വലിക്കുന്ന സമയത്ത് h എന്ന ഹൈറ്റിലേക്ക് മൂവ് ചെയ്യുക ചെയ്യുന്നത് അല്ലേ. സോ ദാറ്റ് ഇസ് ഈക്വൽ mgh ആണ്. സോ 75 ഇൻറ്റു G10 കൊടുത്തോ ഇൻറ്റു മക്കൾ എന്ത് ചെയ്യുന്ന 3. ദാറ്റ് ഇസ് ഈക്വൽ ടു 750 ഇൻറ്റു 3 എത്രയാണ്? 2250 എന്ന് വരും അല്ലേ. യെസ്, ദാറ്റ് ഇസ് ഈക്വൽ എന്നാണ് ഔട്ട്പുട്ട് വർക്ക്. ഓക്കെ, എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ത് ചെയ്യുന്ന ആ ലിഫ്റ്റ് എന്ത് ചെയ്യുന്ന മൂവ് ചെയ്യുക, മുകളിലേക്ക് എന്ത് ചെയ്യുന്ന 3 മീറ്റർ മൂവ് ചെയ്യുക, അതാണ് ഔട്ട്പുട്ട്. ഞാൻ റോപ്പ് വലിക്കുന്ന എന്താണ് അതാണ് ഇൻപുട്ട്. ഓക്കെ, സോ ഹിയർ എന്താണ് എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു മക്കളെ എന്ത് വരും? ഔട്ട്പുട്ട് പവർ എന്ന് പറഞ്ഞാൽ 2250 by 3000. ദാറ്റ് ഇസ് ഈക്വൽ ടു 3/4. ദാറ്റ് ഇസ് ഈക്വൽ ടു 0.75. 0.75 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എന്താണ് 75% ഈസ് ദ റൈറ്റ് ആൻസർ. നമുക്കൊക്കെ ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? യെസ്, മക്കളെ സെറ്റാണോ? റെഡി അല്ലേ? യെസ്, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. നിങ്ങൾക്ക് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഒന്നും ചെയ്ത് നോക്കുക. അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ലെവൽ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. ഹിയർ നോക്കിയേ, എ പാർട്ടിക്കിൾ ഓഫ് എന്താണ് മാസ് എന്താണ് 10 gram moves along a circle of radius 6.4 centimeter with a constant tangential acceleration. So what is the magnitude of acceleration if the kinetic energy of a particle become 8 into 10 raised to -4 joule? Okay, by the end of the second revolution. Okay, end of the second revolution. Please note that second revolution കേട്ടോ. രണ്ടാമത്തെ റെവല്യൂഷനിൽ മക്കളെ ശ്രദ്ധിക്കുക, ആഫ്റ്റർ ബിഗിനിങ് ദി മോഷൻ. ഇപ്പോൾ രണ്ടാമത്തെ റെവല്യൂഷൻ കഴിഞ്ഞതിന് ശേഷം മക്കളെ ബിഗിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ കാണേണ്ടത്? അതിൻ്റെ ആക്സിലേഷൻ, മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സിലേഷനാണ് കണ്ടത്.
Okay, so here, yeah, ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഓപ്ഷൻസ് എന്താണ്? യെസ്, ദാറ്റ്സ് ദ റൈറ്റ് വൺ. എന്താണ് വരുന്നത്? 0.1 എന്നാണ് റൈറ്റ് വരുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യണ്ടേ? ചെയ്തന്നെ ചെയ്യാം. മക്കൾക്ക് ചെയ്യണോ? ആരൊന്നും ഉണ്ടില്ലല്ലോ. നോക്കിക്കേ. യെസ്, നമുക്ക് ചെയ്യാം. നോക്കിക്കേ മക്കളെ, ഹിയർ ഇൻ ദിസ് കേസ് മക്കളെ ആദ്യം നമ്മൾ എന്താ കണ്ടുപിടിക്കുക വെച്ചാൽ ഇവിടെ കൈനറ്റിക്സ് വന്നിട്ടില്ല. കൈനറ്റിക്സ് എന്നാൽ കെ ഈസ് ഈക്വൽ എന്നാണ് ഹാഫ് mv². ദാറ്റ് ഈസ് ഈക്വൽ തന്നിരിക്കുന്നതാണ് 8 × 10⁻⁻4 ജൂൾ തന്നിട്ടുണ്ട്. ഓക്കെ, ഹിയർ ഫ്രം ദിസ് നമ്മൾ എന്ത് കണ്ടുപിടിക്കും? നമ്മൾ വെലോസിറ്റി കണ്ടുപിടിക്കും. സിംപ്ലി വെലോസിറ്റി കണ്ടുപിടിച്ചൂടെ? സോ ഹിയർ മക്കളെ നിങ്ങൾ ചെയ്തു നോക്ക്. ഡയറക്റ്റ് കൊടുത്തോ. 10 ഗ്രാം അല്ല. സോ ഹിയർ എന്താണ്? ഹാഫ് ഇൻറ്റു എന്താണ്? 10 ഗ്രാം ആണ്. 10 × 10⁻³ ഇൻറ്റു v². ദാറ്റ് ഈസ് ഈക്വൽ ടു 8 × 10⁻⁴. ചെയ്ത് നോക്ക്. സോ ഹിയർ v². ഇവിടെ തന്നെ നോക്ക്. നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് 10 10⁻³ 10⁻² എന്ന് വരും അല്ലേ? ശരിയല്ലേ മക്കളെ? ആണോ? ദെൻ മക്കളെ ഹിയർ v² എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് മക്കളെ ശ്രദ്ധിക്കുക. എല്ലാം മുകളിലേക്ക് എടുത്തോ. ബാക്കി എല്ലാം എന്ത് ചെയ്ത് മറ്റു സൈഡിലെടുത്തോ. സോ എന്താണ്? 1/2 മേലേക്ക് എടുക്കുമ്പോൾ 2. സോ 2 × 8 എന്നാൽ 16 × 10⁻⁴ ബൈ എന്താണ്? 10⁻² എന്ന് വരും. ക്യാൻസൽ ഇറ്റ്. സോ യു വി ഗെറ്റ് എന്താണ്? 16 × 10⁻² എന്ന് വരും. റെഡിയാണോ? എന്ത്? v² വാല്യൂ. സോ v² 16 × 10⁻² ആണെങ്കിൽ v ഈസ് ഈക്വൽ ടു മക്കളെ റൂട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് വരും? 4 എന്ന് വരും അല്ലേ? സോ 4 × 10⁻⁻1 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.4 m/s എന്ന് വരും. റെഡി? ഇനി മക്കൾ ശ്രദ്ധിക്കുക. സോ വെലോസിറ്റി കിട്ടിയേ. ഇനി മക്കൾ ശ്രദ്ധിക്കുക. നമുക്ക് എന്താ കാണേണ്ടത്? നമുക്ക് എല്ലാവർക്കും അറിയാം. ഹിയർ ഇൻ ദിസ് കേസ് നോക്കിക്കേ. ഇവിടെ പ്രത്യേകം പറഞ്ഞൊരു കാര്യം വെച്ചാൽ പാർട്ടിക്കിൾ ഓഫ് മാസ് മൂവ്സ് അലോങ് എ സർക്കിൾ ഓഫ് റേഡിയസ് 6.4 cm വിത്ത് എ കോൺസ്റ്റന്റ് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ പറഞ്ഞിട്ടുണ്ട്. സോ ഹിയർ ലാസ്റ്റ് പറഞ്ഞ കാര്യം എന്താ നോക്കിക്കേ? ദ ബിഗിനിങ് ഓഫ് ദി മോഷൻ എന്ന് പറഞ്ഞിട്ടില്ലേ? സോ ദ ഇനീഷ്യൽ വെലോസിറ്റി ഇവിടെ 0 ആണ് കേട്ടോ. സോ ഓൺ ദാറ്റ് ടൈം നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റി 0 ആണെങ്കിൽ നമ്മൾ ന്യൂട്ടൻ്റെ ഇക്വേഷൻ അല്ലേ ഏതാണ്? v² ഈസ് ഈക്വൽ ടു 2as എടുക്കാൻ പറ്റും. ഫ്രം ദിസ് a ഈസ് ഈക്വൽ ടു എങ്ങനെ ചെയ്യാൻ പറ്റും? ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? v²/2s. a ഈസ് ഈക്വൽ എന്നാണ് v²/2s എടുക്കാൻ പറ്റും. സോ മക്കൾ നോക്കിക്കേ, v²/2s. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടല്ലേ? s കാണണം അല്ലേ? s എങ്ങനെ കാണാൻ പറ്റും? ആർക്കെങ്കിലും പറയാൻ പറ്റും? s എങ്ങനെ കാണാൻ പറ്റും? s നോക്കിക്കേ. ഇവിടെ നോക്കി മക്കളെ ശ്രദ്ധിക്കുക. ഇവിടെ s എന്ന് പറയുന്നത് ഓക്കെ എത്രത്തോളം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് അതാണ് s ഉദ്ദേശിച്ചല്ലേ മക്കളെ? ദാറ്റ് ഈസ് ഈക്വൽ ടു നോക്കിക്കേ. ഇവിടെ മക്കളെ നോക്കിക്കേ. ഹിയർ 2 റെവല്യൂഷൻ എന്ത് ചെയ്യുന്ന ആ റേഡിയസിൽ മൂവ് ചെയ്യുന്നുണ്ടല്ലേ? അപ്പോൾ ഒരു ഫുൾ റെവല്യൂഷൻ നടത്താൻ വേണ്ടി മക്കളെ ശ്രദ്ധിക്കുക. അതിൻ്റെ ഡിസ്റ്റൻസ് എന്തായിരിക്കും? ദ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ എത്ര മക്കളെ? 2πr അല്ലേ? പ്ലസ് വീണ്ടും 2 പ്രാവശ്യം റെവല്യൂഷൻ ചെയ്യുന്നുണ്ട്. സോ 2πr പ്ലസ് എന്താണ്? 2πr. ദാറ്റ് ഈസ് ഈക്വൽ ആണ് 4πr. That is equal to 4π into 6.4 centimeter അല്ലേ? പ്ലീസ് കൺവേർട്ട് ഇറ്റ് ഇൻറ്റു എന്താണ്? മീറ്റർ. സോ 6.4 into 10⁻⁻². സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും മക്കളെ? 4 into 3.14 into 6.4. ദാറ്റ് ഈസ് എന്താണ്? 4 into 6.4 എത്ര വരുന്നത്? 25.6 പൈ ഇൻറ്റു 10⁻² എന്ന് വരും. ഓക്കെ, സോ എസിൻ്റെ വാല്യൂ കിട്ടി. ഡയറക്റ്റ് ഇതിൽ കൊടുക്കാം, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. സോ ദാറ്റ് ഈസ് ഈക്വൽ എന്നാണ് v². നമ്മൾ ഓൾറെഡി അറിയില്ല. v² എന്നാണ് 16 × 10⁻². 16 × 10⁻² ബൈ 25.6 പൈ ഇൻറ്റു 10⁻². സോ ഹിയർ ഞാൻ തരുന്ന 10⁻² എന്താണ്? -10⁻² ക്യാൻസൽ ചെയ്യുന്നു. സോ 16 ബൈ നോക്ക് 25.6 into 3.14 എങ്ങനെയായാലും ഏകദേശം മക്കൾ ശ്രദ്ധിക്കുക വരാം 160 സംതിങ് വരാം കേട്ടോ. 160.76 സംതിങ് വരാം. ഞാൻ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ 160.76 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മക്കളെ ഏകദേശം 0.099 സംതിങ് വരും. ഓക്കെ, സോ 0.099 സംതിങ് എന്താണ്? 0.1. ദാറ്റ്സ് ദ റൈറ്റ് ആൻസർ, m/s². റെഡി? കിട്ടിയോ?
ഞാൻ പറഞ്ഞല്ലോ പ്രീവിയസ് ഇയർ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ രീതിയിൽ എക്സ്പെക്ടേഷൻ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയിരിക്കണം. എക്സ്പെക്റ്റഡ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ഇത് തന്നെ വരുന്നല്ല ഞാൻ പറഞ്ഞത്. ഇത് ഈ രീതിയിലുള്ള ഒരു എക്സ്പെക്ടേഷൻ ലെവലാണ് വരാം. ദിസ് ഞാൻ 2016 ക്വസ്റ്റ്യൻ ആണ്, നോക്കിക്കണ്ടോ. റെഡി? അത് നിങ്ങൾക്കറിയാം നമുക്ക് വെറുതെ എന്തെങ്കിലും കുറേ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതാണ് അല്ല നിന്ന് പ്രീവിയസ് ഇയർ നമുക്ക് ഏകദേശം വരുന്ന ലെവലിൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ. ഓക്കെ, റെഡി ആണോ? ഫൈൻ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ, എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? യെസ് വെരി ഗുഡ്. ആസിയ പറഞ്ഞാൽ കറക്റ്റ് ആട്ടോ. പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്താണ് ഓട്ടോമാറ്റിക്കലി സെയിം ക്വസ്റ്റ്യൻ എന്തെങ്കിലും ആകുമ്പോൾ തന്നെ നമുക്ക് ആൻസർ എന്താണ് പിടികിട്ടും. അതന്നെയാണ് നമുക്ക് വേണ്ട മക്കളെ. ഇങ്ങനെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഇതെല്ലാവരും സ്കോർ ചെയ്യുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയാം. ഇപ്പം നമ്മുടെ ഇവിടെ ഫസ്റ്റ് റാങ്ക് അല്ലേ, നമ്മുടെ ഓൾ ഇന്ത്യ ലെവലിൽ ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് റാങ്ക് നമ്മൾ ആയിഷ കുട്ടി ഉണ്ടല്ലേ. അപ്പോൾ ആയിഷ നമ്മൾ ഇൻ്റർവ്യൂ ഒക്കെ നിങ്ങൾ കണ്ടാണ്. ഇനി വേണ്ട 720 മാർക്ക് വാങ്ങിയ കുട്ടിയുണ്ട്. ഓക്കെ, അവരോടൊക്കെ ചോദിക്കാൻ സമയത്തില്ലേ ആ കുട്ടികൾ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ മക്കളെ, ഒരുവിധ എല്ലാ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ എങ്ങനെ കണ്ടു? ഓഫ് കോഴ്സ് NCERT ചെയ്തപ്പോൾ ഏകദേശം കണ്ട ക്വസ്റ്റ്യൻ തന്നെയാണ് ചെയ്തത്. ഒന്നും ഞാൻ കാണുന്ന ക്വസ്റ്റ്യൻ ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അതന്നെയാണ്. അത് നല്ലൊരു പോയിന്റ് കേട്ടോ. കണ്ട ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അവിടെ മനസ്സിലാക്കുകയെന്ന് വെച്ചാൽ NCERT തന്നെ മാത്രമേ ക്വസ്റ്റ്യൻ വരുള്ളൂ. സോ അത് നമ്മൾ എന്തായാലും കണ്ടിരിക്കും. കറക്റ്റ്? അല്ലാതെ ഒരുപാട് ക്വസ്റ്റ്യൻ്റെ അല്ലെങ്കിൽ ഒരുപാട് വെറുതെ കുറേ ബുക്കിൻ്റെ പിന്നാലെ പോലെ NCERT മാത്രം നോക്കുക. ഓക്കെ, NCERTൻ്റെ എക്സാമ്പിളാണ് നിങ്ങൾ കൂടുതൽ നോക്കേണ്ടത്. എ സൈക്കിൾ എന്താണ്? ഇവിടെ തന്നെ ആൻസർ വന്നല്ലോ. വെരി ഗുഡ്. ഓക്കെ, നോക്കാം. ഇതിൽ ആരാ ആൻസർ ഫസ്റ്റ് പറഞ്ഞത്? നമ്മുടെ ഷെറിക്കുട്ടി, ഫാത്തിമ ഷെറി. ഒരുപാട് ഫാത്തിമ ഉണ്ടല്ലോ അല്ലേ ഇവിടെ. ഫാത്തിമ ഷെറിൻ, ഫാത്തിമ ഷെറി, നസ്രീൻ, ഫാത്തിമ ഹൈഫ. ഓക്കെ, യെസ്. എനിക്ക് മുംതാസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ലേ. മുംതാസ് എന്ന് പറഞ്ഞ കുട്ടി എനിക്കുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം റിപ്പീറ്റ് ചെയ്യുന്ന എൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു കേട്ടോ. ആ കുട്ടി ഇപ്പം നിലവിൽ KMCT മെഡിക്കൽ കോളേജിൽ നോർമൽ ലെവൽ തന്നെ, മെറിറ്റ് ലെവൽ തന്നെ കയറിയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഹിയർ മക്കൾ നോക്കിയേ, എ സൈക്ലിസ്റ്റ് എന്താണ് റൈഡ്സ് അപ്പ് a hill at a constant velocity, then the power developed by the cyclist if the length of the connecting rod of the pedal is r is equal to 25 centimeter. The time of revolution of the rod is 2 seconds ആണെങ്കിൽ and the mean force exerted by his foot on. Yes, ready? start ചെയ്യാം മക്കളെ. ഇവിടെ യെസ്, ഫുട്ട് ഓൺ ദി പെഡൽ ഈസ് എന്നാണ് F and the mean exerted and the mean force exerted by his foot on the pedal F is equal to മക്കൾ തന്നിട്ടുണ്ട് കേട്ടോ. 15 കിലോഗ്രാം ആണ് നിൽക്കുന്നത്, 150 ന്യൂട്ടൺ ആണ് നിൽക്കുന്നത് കേട്ടോ. ബൈ മിസ്റ്റേക്കിന് വന്നതാണ്, ഞാൻ അത് നോക്കുന്നത്. ഓക്കെ, റെഡി? സോ ഹിയർ മക്കൾ ശ്രദ്ധിക്കുക, നമുക്ക് എന്താ കാണുക വെച്ചാൽ നമുക്ക് പവറാണ് കണ്ടല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം സിമ്പിൾ ഇക്വേഷൻ ആണ്. പവർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. That's it. And how can we find the velocity? Velocity is equal to എന്താണ്? Linear velocity is equal to 2πr by t. That's it. നേരെ കൊടുത്തോ. സോ എന്ത് വരും? 2π into നോക്കിക്കേ 25 സെൻറ്റിമീറ്റർ അല്ലേ, കൺവേർട്ട് ഇൻറ്റു എന്താണ് മീറ്റർ. സോ 25 ഇൻറ്റു എന്താണ് 0.25 ബൈ എന്താണ് r. ബൈ ടൈം എത്ര വരുന്നത്? 2. ഓക്കെ, സോ ഹിയർ മക്കൾ ശ്രദ്ധിക്കുക എന്ത് ചെയ്യുന്നു? 2 ക്യാൻസൽ ചെയ്യുന്നു. റെഡി? ക്ലിയർ ആണോ മക്കളെ? ഫൈൻ. സോ ഹിയർ എന്ത് വരും? 0.25 എന്താണ് പൈ മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. ഡയറക്റ്റ് കൊടുത്തു, യു ഗെറ്റ് ദി ആൻസർ. ഞാൻ ചെയ്യുന്നില്ല കേട്ടോ, ഇതിൻ്റെ ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ എന്ത് ചെയ്യുന്ന എന്താണ് 150 ഇൻറ്റു 0.25 പൈ ചെയ്യുകയാണെങ്കിൽ യു ഗെറ്റ് ദി ആൻസർ. ആൻഡ് ദ ആൻസർ ഷുഡ് ബി എന്താണ് ഏകദേശം വരുന്ന സമയത്ത് ശ്രദ്ധിക്കുക. എനിക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ ഏകദേശം 117 ആയിരിക്കുന്നുണ്ടോ, 117.75 കിട്ടിയിരിക്കുന്നത്. വേറെ ഒന്നും കേട്ടോ, ഞാൻ എന്ത് ചെയ്യുന്നു ഇവിടെ ജീന് ഞാൻ എന്ത് ചെയ്യുന്നത് 10 ആയി കൊടുക്കുന്നു കേട്ടോ. 9.8 വരുന്ന സമയത്ത് ഓഫ് കോഴ്സ് ഞാൻ ഡയറക്റ്റ് ആൻസർ വരും. അപ്പോൾ 117 വരുന്ന സമയത്ത് ഞാൻ 10 കൊടുത്തു അല്ലേ, 10 ആ ജീന് കൊടുത്തിരിക്കുന്നത്. സോ എന്ത് ചെയ്യുന്നത് അതിന് തൊട്ട് എന്തെങ്കിലും താഴെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് എന്താണ് 115.6. വാട്ട് ഈസ് ദ റൈറ്റ് ആൻസർ? റെഡി? ഫൈൻ. റെഡി മക്കളെ? ദ നെക്സ്റ്റ് വൺ നോക്കാം. എന്താരുന്നില്ലേ? പോയോ? ഇവിടെ മക്കളെ ശ്രദ്ധിക്കുക,
115.4 വന്നത് മക്കൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എനിക്ക് മനസ്സിലായില്ല എങ്ങനെ വന്നത് കറക്റ്റ് മനസ്സിലായില്ല. കാരണം വെച്ചാൽ ഇവിടെ ഫോഴ്സ് 150 ന്യൂട്ടൺ വരുന്ന സമയത്ത് എന്തായാലും 117.75 ആയി ഏകദേശം വരാം. റെഡി? തന്നെ മക്കളെ ശ്രദ്ധിക്കുക. അദ്ദേഹം തൊട്ട് മുമ്പുള്ള ആൻസർ അതിന് വലിയ പ്രശ്നമാക്കണ്ട, നിങ്ങൾക്ക് വലിയ പ്രയാസമൊന്നുമില്ല. ഓപ്ഷന് നല്ല വേരിയേഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ നേരെ നമുക്ക് അതിൻ്റെ ഏകദേശം അപ്രോക്സിമേഷൻ വാല്യൂ നേരിട്ട് കൊടുത്തു. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തുടങ്ങിക്കോ. അത്യാവശ്യം പണിയുള്ള ക്വസ്റ്റ്യൻ ആണേ. നമുക്കൊരു ക്യാൻസർ ഈ ക്വസ്റ്റ്യൻ വെച്ച് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അല്ലെങ്കിൽ ഇനി മൂവ് ചെയ്യണോ? മൂവ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ദെൻ നമുക്ക് എന്തെങ്കിലും നെക്സ്റ്റ് ഇതിൽ കാണിക്കാം. ഞാൻ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ ഇന്ന് എടുത്ത മെത്തേഡിൽ എടുക്കാം കേട്ടോ. അത് കണ്ടോ, അപ്പോൾ ആ ഒറ്റ ഇരുത്തത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരം ഇതിൽ നിന്ന് വർക്ക് എനർജി പവറിൻ്റെ ഒരുവിധമല്ല ഫുള്ളായിട്ട് ഫുൾ കാര്യങ്ങൾ കാണിച്ചു തന്നു. അതിൻ്റെ ഷോർട്ട് ട്രിക്സ്, ഒരുപാട് അഡീഷണൽ ഷോർട്ട് ട്രിക്സ് കാണിച്ചു തന്നു. ഞാൻ അതിൻ്റെ ഏറ്റവും ചെയ്യുന്ന അത്യാവശ്യം എക്സ്പെക്റ്റഡ് ലെവൽ ക്വസ്റ്റ്യൻസേ ചെയ്യുന്നു. ആ ഒരു പാറ്റേൺ തന്നെ മൂവ് ചെയ്യാം. അങ്ങനെ പോരെ? നിങ്ങൾ പറഞ്ഞ പോലെ ചെയ്യാം. മതിയോ? ഓക്കെ. എനിക്കെന്ത് കുഴപ്പമില്ല, എനിക്കിതൊക്കെ ചെയ്യാൻ നല്ല ഇൻട്രസ്റ്റ് ഉള്ള കാര്യമല്ലേ. ഫൈൻ, മക്കൾ ശ്രദ്ധിക്കുക. ഇവിടെ നോക്കിയേ, സോളിഡ് എന്താണ് സിലിണ്ടർ ഉണ്ട് ഓഫ് മാസ് 3 kilogram is rolling on a horizontal surface with a velocity 4 meter per second. Okay. It collide with a horizontal spring of force constant 200 Newton per meter. The maximum compression produced in this spring is. നോക്കിയോ മക്കളെ, മക്കളെ ശ്രദ്ധിക്കുക, ഒരു സോളിഡ് സിലിണ്ടർ അല്ലേ, ഒരു 3 kilogram ഉള്ള സോളിഡ് സിലിണ്ടർ മക്കളെ ഒരു ഹൊറിസോണ്ടൽ സർഫസിൽ നിന്ന് 4 meter per second ഇങ്ങനെ ഉരുണ്ട് വരാണ്. ലൈക്ക് ദിസ്. ഇങ്ങനെ ഉരുണ്ട് വരാമെന്ന് വെച്ചോ. ഓക്കെ മക്കൾ, അതെന്തായിരുന്നു കൊളൈഡ് ചെയ്യുക ചെയ്യുന്നത്? ഇവിടെ ഒരു സ്പ്രിങ് ഉണ്ട്, ലൈക്ക് ജസ്റ്റ് ലൈക്ക് ദിസ്. ഇവിടെ ഒരു സ്പ്രിങ് ഉണ്ടെന്ന് വെച്ചോ. ആ സ്പ്രിങ്ങിൽ വന്നിരുന്നത് അത് കൊളൈഡ് ചെയ്തു. 4 meter per second എന്ത് ചെയ്യുന്ന വേഗത്തിൽ വരുന്ന ആ ഒരു സ്പ്രിങ് 3 kilogram ആണേ. അത് മക്കൾ നേരെ വന്നത് ഇവിടെ കൊളൈഡ് ചെയ്തു. അപ്പോൾ ഓഫ് കോഴ്സ് എന്തായാലും കംപ്രസ് ചെയ്യും അല്ലേ. ഓക്കെ, ഇവിടെ കൊളൈഡ് ചെയ്യുന്ന സ്പ്രിങ്ങിൻ്റെ സ്പ്രിങ് കോൺസ്റ്റന്റ് തന്നെ 200 Newton per meter തന്നിട്ട് കേട്ടോ. അപ്പോൾ നോക്കിയേ, അത് കൊളൈഡ് ചെയ്യുന്ന സമയത്ത് ഓഫ് കോഴ്സ് ദിസ് കംപ്രസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അത് ഇങ്ങോട്ട് വന്നിട്ട് ഏകദേശം ഇവിടെ എത്തിന്ന് വെച്ചോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കളെ ശ്രദ്ധിക്കുക, ദ കംപ്രഷൻ പ്രൊഡ്യൂസ് ഇൻ ദിസ് സ്പ്രിങ് വിൽ ബി, അതായത് എത്രത്തോളം മൂവ് ചെയ്തു ആ എക്സ് ആണ് കാണേണ്ടത്, ആ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കാണേണ്ടത്. മക്കൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായോ ആദ്യം? റെഡി? ഫൈൻ. സോ ഹിയർ മക്കളെ ശ്രദ്ധിക്കുക, അറ്റ് മാക്സിമം കംപ്രഷൻ നടക്കണമെങ്കിൽ മക്കളെ ഹിയർ ദ ലോസ് ഓഫ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്, ലോസ് ഓഫ് കൈനറ്റിക് എനർജി ഓഫ് സിലിണ്ടർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കണം മക്കളെ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഗെയിൻ ഇൻ പൊട്ടൻഷ്യൽ എനർജി ഓഫ് സ്പ്രിങ് ആയിരിക്കണം. ഓക്കെ, സോ ദ ലോസ് ഓഫ് കൈനറ്റിക് എനർജി ഓഫ് സിലിണ്ടർ ഞാൻ അങ്ങനെ കൊടുക്കുകയാണ്, കുഴപ്പമില്ലെങ്കിൽ ഇങ്ങനെ തന്നെ കൊടുക്കുകയാണ്. നോക്കിക്കുക, ലൈക്ക് കെ എന്ന് കൊടുത്തു, കുഴപ്പമില്ല, കെ. റെഡി? സോ ഹിയർ കെ എന്ന് പറഞ്ഞത് ദ ലോസ് ഓഫ് കൈനറ്റിക് എനർജി ഓഫ് സിലിണ്ടർ, കെ എന്ന് പറഞ്ഞത് എന്താണ്? ദ ടോട്ടൽ ട്രാൻസ്ലേറ്ററി കൈനറ്റിക് എനർജി കെ ടി പ്ലസ് റൊട്ടേറ്ററി കൈനറ്റിക് എനർജി കെ ആർ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, എവിടെ പഠിച്ചാൽ മക്കളെ? എവിടെ പഠിച്ചത്? സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷൻ പഠിച്ചിട്ടുണ്ട്. സോ മക്കളെ ട്രാൻസ്ലേറ്ററി കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഹാഫ് mv² പ്ലസ് ഹാഫ് I ω² ആണ്. ഓക്കെ, നോക്കണേ, ഞാൻ ലോസ് ഓഫ് കൈനറ്റിക് എനർജി ഓഫ് സിലിണ്ടർ മാത്രമേ ഇപ്പോൾ കാണുന്നുള്ളേ. സോ ഹാഫ് I ω² ആണ്. മക്കളെ മൊമെൻറ്റ് ഓഫ് ഇനീഷ്യ ഓഫ് സിലിണ്ടർ ഓക്കെ, സിലിണ്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ മൊമെൻറ്റ് ഓഫ് ഇനീഷ്യ ഓഫ് സിലിണ്ടർ mr²/2 ആണ്. സോ ഹിയർ ഹാഫ് mv² പ്ലസ് വരും ഹാഫ് mr²/2 ഇൻറ്റു മക്കളെ ഒമേഗ ഞാൻ v/r എന്ന് കൊടുത്തു. സോ v²/r² എന്ന് വരും. മക്കളെ ഐ എം ക്യാൻസലിങ് ഹിയർ v², സോറി നോട്ട് v², ഹിയർ ക്യാൻസലിങ് r². സോ ഹിയർ വി ഗെറ്റ് 1/2 mv² പ്ലസ് 1/4 mv² എന്ന് വരും. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 3/4 mv² എന്ന് വരും. റെഡി? സോ ദിസ് ഇതാണ് മക്കളെ ലോസ് ഓഫ് കൈനറ്റിക് എനർജി ഓഫ് സിലിണ്ടർ എന്ന് പറയുന്നത്. ആൻഡ് ഹിയർ ഗെയിൻ ഇൻ പൊട്ടൻഷ്യൽ എനർജി ഓഫ് സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ സിമ്പിളി ഹാഫ് kx² ആണ്. അപ്പോൾ ഇത് രണ്ട് ഈക്വൽ എന്നാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. സോ ഈ മക്കൾ നേരെ വാല്യൂ കൊടുത്തോ. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ദിസ് വൺ ഇസ് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, സോ ഹിയർ മക്കൾ ശ്രദ്ധിക്കുക, ഹിയർ ഇക്വേഷൻ നമ്പർ 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ആണ്. സോ ഹിയർ 3/4 mv²
ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് ഹാഫ് എന്താണ് kx². മക്കളെ വാല്യൂ കൊടുത്തു, യു ഗെറ്റ് ദി ആൻസർ. ആൻഡ് ഹിയർ വി ഹാവ് എന്താണ് മാസ് നമുക്കറിയാം, വെലോസിറ്റി നമുക്കറിയാം അല്ലേ, കെ നമുക്കറിയാം. നേരെ കൊടുക്കുകയാണെങ്കിൽ യു ഗെറ്റ് ദി വാല്യൂ എക്സ്. ഞാൻ ചെയ്തതിൻ്റെ ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്ന മാസ് അറിയാം, വെലോസിറ്റി അറിയാം, കെ അറിയാം. കൊടുത്തൂടെ? റെഡി? സോ മക്കളെ ശ്രദ്ധിക്കുക, അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഓഫ് കോഴ്സ് നിങ്ങൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എക്സ് ഫിസിക്കൽ എന്നാണ് 0.6 തന്നെ കിട്ടാം. ഓക്കെ, ഗുഡ്. സോ മക്കളെ ശ്രദ്ധിക്കുക, ഞാൻ എന്ത് ചെയ്യുന്ന മറ്റൊരു കുട്ടി വെച്ചാൽ യെസ് മോള് പറഞ്ഞ ആ ഇക്വേഷൻ വെച്ച് എന്ത് ചെയ്യുന്നു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. റെഡി മക്കളെ? സോ നമുക്ക് എന്ത് ചെയ്യുന്ന ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. ഇത്രയും ക്വസ്റ്റ്യൻസ് മക്കൾ നോക്കുക. അറിയാലോ, ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് ഒരു A4 ആപ്പിൾ ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ല ഞാൻ തന്നിരിക്കുന്നത്, അത്യാവശ്യം നിലവാരമുള്ള ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. സോ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, റെഡി? അപ്പോൾ ഞാൻ അതൊന്ന് വൈൻഡ് അപ്പ് ചെയ്യട്ടെ? വൈൻഡ് അപ്പ് ചെയ്യാമോ? ദെൻ നമുക്ക് നിന്ന് നെക്സ്റ്റ് ക്ലാസ്സിൽ നിന്ന് അതിൻ്റെ നെക്സ്റ്റ് ചാപ്റ്റർ അല്ലെങ്കിൽ ബാക്കി എന്താ വെച്ചാൽ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. മക്കൾ ഓക്കെ ആണെങ്കിൽ വൈൻഡ് അപ്പ് ചെയ്യാം. റെഡി? ഫൈൻ. ഇത്രയും കാര്യങ്ങൾ മക്കൾ നല്ലോണം നോക്കുക. ദെൻ ബാക്കി നമുക്ക് എന്ത് ചെയ്യുന്നു നെക്സ്റ്റ് ക്ലാസ് ചെയ്യാം. ഫൈൻ. അപ്പോൾ ഞാൻ വീണ്ടും പറയാണ്, ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ആ പാറ്റേൺ ശരിക്കും എന്ത് ചെയ്യുന്ന എൻട്രൻസ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഈ പാറ്റേൺ തന്നെ മൂവ് ചെയ്യുക. മാക്സിമം ഷോർട്ട് കട്ട്സ് എല്ലാം നോക്കി വെക്കാൻ സമയത്ത് മക്കളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ആ ഷോർട്ട് കട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു ഉപകാരപ്പെടുന്ന ഷോർട്ട് കട്ടാണ് നോക്കി വെക്കുക. വിച്ച് മീൻസ് നമ്മൾ NCERTന്ന് പുറത്തേക്ക് ഒരുപാട് ലോഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ, അത് നിങ്ങൾ നോക്കുകയേ ചെയ്യരുത്. NCERTൻ്റെ ഉള്ളിലുള്ള ലെവലിലെ ഷോർട്ട് കട്ട്സ് നല്ല നോക്കുക, അത് സെറ്റ് ചെയ്യുക. റെഡി? ദെൻ എന്ത് ചെയ്യുന്ന പ്രോബ്ലത്തിലേക്ക് മൂവ് ചെയ്യുക. ഡെഫിനറ്റ്ലി യു ക്യാൻ ഗെറ്റ് ഇൻ ഫസ്റ്റ് ചാൻസ് ഇറ്റ് സെൽഫ്. ഫൈൻ. ദെൻ നമുക്ക് നല്ല കോളേജ് കിട്ടണോ വേണ്ടോ തീരുമാനിക്കാൻ വേണ്ടി നമുക്ക് നിന്ന് നമ്മുടെ റെസിഡൻഷ്യൽ പ്രോഗ്രാംസ് എല്ലാം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, നിങ്ങൾ ഡോക്ടർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറാക്കിയിരിക്കും. ഓക്കെ, ഇൻഷാ അല്ലാ. റെഡി അല്ലേ? അത്ര ഉറപ്പാണ്, ഇനി അതിലപ്പുറം ഉറപ്പ് തരാൻ പറ്റില്ല. ഓക്കെ, ബാക്കി നമുക്ക് നിന്ന് അടുത്ത പള്ളി പിറന്നാൾ കാണാം. റെഡി? സോ താങ്ക് യു വെരി മച്ച്. ലവ് യു ഓൾ. ഓക്കെ, യെസ്.